ആരോ ആരോ മാപ്പിള് കിടില ഫോണാ കേട്ടോ. മനസ്സിൻ മൺവീണയിൽ ഏതോ മോഹം തളരും തന്നോടെ. അത്ര മതിയത് കൊള്ളുന്നത് കൊള്ളൂട്ടത് അറബ് പാട്ടാണത്. ആണോ? വീരവാന്ന സന്ധി. ഓ ആ ശബ്ദം കേട്ടില്ല. അത് വീരയായ സന്ധി നാരു വിരൽ മീട്ടി ഏതോ മിഴിനീരിൻ ഇതൊക്കെ കാണുമ്പോഴേ ചില പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? അതുകൊണ്ടോ? എന്നോട് പറയും അങ്ങനെയൊക്കെ പറയും. അതെ, ഇന്ന് ഒരു സംഭവം ഉണ്ടായി. ഇന്നത്തെ അല്ല സംഭവം, കുറച്ചാൾ മുമ്പത്തെ സംഭവമാണ്. ഇതൊരു സംഭവമാണ്. നല്ലൊരു പെണ്ണാട്ടോ, കാണാൻ നല്ല സുന്ദരി. അന്യായ മേക്കപ്പും അല്ല, അത്യാവശ്യം നല്ല മേക്കപ്പും നല്ല ഡ്രസ്സിങ്ങും ഒക്കെ ചെയ്ത പെണ്ണെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. മറ്റവനെ കാണാൻ അത്ര ഇവര് ഒളിച്ചോടി. അപ്പൊ ഇവർക്ക് നേരത്തെ അവന് 2 കൊച്ചുങ്ങളുണ്ടെന്നോ ഇവളുടെ ചേച്ചിയുടെ ഭർത്താവാണ് ഇവനെന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങളൊക്കെയാണ് പ്രശ്നം ഇവിടെ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് സദാചാര വിരുദ്ധമായ കാര്യമാണ്, അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധമായ കാര്യമാണ്, അതുപോലെ തന്നെ അത് അവിഹിതമാണ്. ഹിതമല്ലാത്തത് എന്തോ അത് അവിഹിതം. എന്താണ് ഹിതം എന്ന് ചോദിച്ചാൽ, കോൺട്രാക്റ്റ് ഉള്ള ആളുകൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഉണ്ടാകുന്ന കുട്ടികളെ അവർ സമ്പാദിക്കുന്ന പണം കൊണ്ട് വളർത്തി വലുതാക്കി വിദ്യാസമ്പന്നരാക്കി തൊഴിലാളികളാക്കി മാറ്റുന്നതിനാണ് ഈ ഹിതം എന്ന് പറയുന്നത്. അതല്ല ഈ പറഞ്ഞ കോൺട്രാക്റ്റിൽ നിന്നും ഏതെങ്കിലും ഇതിനെ അവർ മാറുകയോ വിഷയത്തിൽ നിന്നും ഒരുപാട് വ്യതിചലിച്ചു പോവുകയോ ചെയ്താൽ അതിന് അവിഹിതം എന്ന് പറയുന്നു. അല്ലാത്തതെല്ലാം ഹിതം അല്ല, അല്ലാത്ത എല്ലാം അല്ല. ഒരേ ഇതാണ് ഹിതം. ഹിതം എന്ന് പറഞ്ഞാൽ അതൊന്നേ ഉള്ളൂ. അതുപോലെ തന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിവാഹം കഴിച്ച കോൺട്രാക്റ്റിൽ പറയുന്ന പേരിലുള്ള ആ ഒരു ശരീരമായ ഒരു മനുഷ്യനുമായി മാത്രമേ ഐ ഡി കാർഡ് ഉള്ള ആളോട് മാത്രമേ ലൈംഗിക ബന്ധം ഏർപ്പെടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ത്രീയുമായി എന്തെങ്കിലും ബന്ധം വരികയാണെങ്കിൽ അതിനും അവിഹിതം എന്ന് പറയുന്നു. അത് തന്നെയാണ് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ബാധകമാണ്. പിന്നെ വിവാഹം കഴിക്കാതെ വിവാഹം കഴിക്കാതെ ആരെങ്കിലും തമ്മിൽ കോൺട്രാക്ട് ഇല്ലാത്ത, ആ പേപ്പർ കയ്യിലില്ലാത്ത, എൻ്റെ ഉണ്ട് പേപ്പർ കാണണോ? എനിക്കറിയാം, ഞാൻ അയ്യോ ഭയങ്കര പ്രശ്നം. അപ്പോ അതില്ലാതെ നിങ്ങൾ ബന്ധപ്പെടുക, പക്ഷെ ലൈംഗികമായി ബന്ധപ്പെടുക അത് അവിഹിതം എന്ന് പറയുന്നു. അത്രേ ഉള്ളൂ. ഇതാണ് സംഭവം. ഇനി അതല്ല, ഈ കോൺട്രാക്റ്റിൽ നിന്നും മാറിപ്പോയിട്ട് ഈ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിട്ട് അവർ ആ കോൺട്രാക്റ്റിലേ ഇല്ല എന്ന് കരുതുക. പക്ഷെ ഒരിക്കൽ കോൺട്രാക്റ്റിലായ ആളും പിന്നീട് അവർ കോൺട്രാക്റ്റിൽ മറ്റേതെങ്കിലും കോൺട്രാക്റ്റിൽ നിന്നും മാറിയതോ അതിൽ കോൺട്രാക്റ്റിൽ ഉള്ളതുമായ ആളുകൾ തമ്മിൽ ബന്ധപ്പെട്ടാൽ അതും അവിഹിതം എന്ന് പറയുന്നു. അങ്ങനെ അവിഹിതം എന്ന് പറയുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. ഇനിയും ഒരു കാരണം കൂടി ഉണ്ട്. ഒരു കോൺട്രാക്റ്റിൽ നിന്നും ഒഴിഞ്ഞ ആളും വേറൊരു കോൺട്രാക്റ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ആളും പുതിയൊരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് അവിഹിതമല്ല. അതേസമയം അവർ കോൺട്രാക്റ്റിൽ ഇല്ലാത്തവരാണെങ്കിലാണ് ഈ അവിഹിതമാകുന്നത്. കോൺട്രാക്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു കോൺട്രാക്ട് ക്യാൻസൽ ആക്കുന്നതും ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തുന്നതിനും ഒരുപാട് ചിലവുകളുണ്ട്. കോൺട്രാക്റ്റിലേക്ക് എത്തുന്നതിന് വലിയ ചിലവൊന്നുമില്ല, ഒപ്പിട്ടാൽ മതി. അവിടെ ലഡു മേടിച്ചു കൊടുത്താൽ ചിലപ്പോൾ കോൺട്രാക്റ്റ് ഒപ്പിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റും. പക്ഷെ കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിയുമ്പോൾ അങ്ങനെയല്ല. കോൺട്രാക്റ്റിൽ ഒഴിയുമ്പോൾ
പുരുഷന്മാർക്ക് പൊതുവെ നഷ്ടം സംഭവിക്കാറുണ്ട് ഇവിടെ. സ്ത്രീകളെ സംബന്ധിച്ച് ലാഭകരമായ ഒരു കച്ചവടവുമായി വേണമെങ്കിൽ നമുക്ക് കാരണം ഇവർ പറയുന്നത് സ്ത്രീക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടാണ്, സ്ത്രീക്ക് എന്തോ കുറവുള്ളത് കൊണ്ടാണ് ഇത് കൊടുക്കേണ്ടി വരുന്നത്, ഈ പുരുഷൻ സ്ത്രീയെ സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയാണോ അത് പറയുന്നത്? സ്ത്രീക്ക് മുന്നോട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നത്. അങ്ങനെയല്ലത്, അതിനെന്തോ ഒരു കണക്കൊക്കെ ഉണ്ട്. ഇപ്പൊ ഹൗസ് വൈഫ് ഒക്കെ ആണെങ്കിൽ അതിനൊരു കണക്കുണ്ട്. അപ്പൊ കണക്ക് പലതും ഉണ്ടാകുമെങ്കിലും സ്ത്രീ ഒരു അബലയായ, അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷൻ്റെ അത്രയും ആ ഒരു ഇതില്ല, മറ്റേതില്ലാത്തത് കൊണ്ട്, മനസ്സിലായില്ലേ? ആ സാധനം ഇല്ലാത്തത് കൊണ്ടാണ് പുരുഷൻ സ്ത്രീയെ സഹായിക്കേണ്ടി വരുന്നത്. മറിച്ച് സ്ത്രീക്ക് അത് ഉണ്ട്, പുരുഷനത് ഇല്ല എങ്കിൽ ചിലപ്പോൾ സ്ത്രീ പുരുഷനെ സഹായിക്കുമായിരുന്നിരിക്കാം. അല്ലേ? അതാണ് കോൺട്രാക്ട്. ഈ രാജ്യത്ത് ആ കോൺട്രാക്റ്റിന് കുറച്ച് ബലം കൂടും മറ്റു രാജ്യങ്ങളെക്കാളും. തേർഡ് വേൾഡ് കൺട്രീസിലാണ് ഈ കോൺട്രാക്റ്റിലുള്ളവർക്ക് ബലത്തിലുള്ളൂ. മറ്റ് ഡെവലപ്ഡ് കൺട്രീസിലാണെങ്കിൽ, ആഫ്രിക്ക ആസ് എ കോണ്ടിനെന്റ് ഈ കോൺട്രാക്ട് ഒന്നും വിശ്വസിക്കുന്നില്ല എന്നാണ് തേർഡ് വേൾഡ് ആണല്ലേ. പിന്നെ എന്താണ്, ഏത് രാജ്യങ്ങൾക്കാണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക ഇങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. മതമാണ് ഈ കോൺട്രാക്റ്റിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ആ കോൺട്രാക്റ്റിൽ ഊന്നിയ പഠനങ്ങൾ നടത്തുകയും. ഫ്രീ ആണോ? അതുകൊണ്ടാണോ അങ്ങനെ? അല്ല, ഒരിക്കലുമല്ല. ക്രിസ്ത്യാനിറ്റി ഫ്രീ ആയതുകൊണ്ടല്ല. ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ മതം പൊതുവെ ഉപേക്ഷിച്ചതിന് ശേഷം, യൂറോപ്പല്ല ഞാൻ ചോദിച്ചത്, ഇപ്പൊ ആഫ്രിക്കൻ കൺട്രീസ്, ആഫ്രിക്കയിൽ അത്രയ്ക്ക് ക്രിസ്ത്യാനികളൊന്നും അല്ല അവര്. മുസ്ലിംസ് അവിടെ ചെന്നിട്ട് ആദ്യം ഈ പറഞ്ഞ പോലെ എന്റെ ടുട്ടു പറഞ്ഞ പോലെ, എന്താ പറയാ, ബിഷപ്പ് ടുട്ടു, എപ്പം ടുട്ടു അങ്ങനെ കണ്ട ഒരാളുണ്ട്, ടുട്ടു. അയാൾ പറഞ്ഞത് ബ്രിട്ടീഷുകാർ അല്ല, ഈ വെളുത്തവർ വന്നിട്ട് അവർ ബൈബിൾ ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ബൈബിൾ ഞങ്ങളുടെ കയ്യിലും ഞങ്ങളുടെ ഭൂമി അവരുടെ കയ്യിലുമാണ്. അങ്ങനെ പറയുന്ന സാധനമൊക്കെ ഉണ്ട്. അങ്ങനെ അവരെയൊക്കെ കൺവേർട്ട് ചെയ്തതാ. അവരൊക്കെ വേറെ ഏതോ ഗോത്രവർഗ പരിപാടികൾ നടത്തിക്കൊണ്ട് അവർക്ക് വേറെ ദൈവം. അവിടുത്തെ ആ കൾച്ചർ അവിടെ നിൽക്കും. കൾച്ചർ അങ്ങനെ തന്നെ. ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ കൾച്ചർ എന്തുവാ? ഇന്ത്യൻ കൾച്ചർ, മറ്റേത് ആഫ്രിക്കൻ കൾച്ചർ, മറ്റേത് അമേരിക്കൻ കൾച്ചർ, യൂറോപ്യൻ കൾച്ചർ, ഓസ്ട്രേലിയൻ കൾച്ചർ, ചൈനീയൻ കൾച്ചർ, കൊറിയൻ കൾച്ചർ, പറയൻ കൾച്ചർ, പാകിസ്ഥാനി കൾച്ചർ, ശ്രീലങ്കൻ കൾച്ചർ, എല്ലാം കൾച്ചർ, വേറെ വേറെ കൾച്ചർ. ക്രിസ്ത്യാനിക്കൊന്നും അങ്ങനെ വലിയ കൾച്ചറൊന്നും ഇല്ല ഒരിടത്തും. അമേരിക്കയിൽ ചെന്ന ക്രിസ്ത്യാനി വേറെയാ, യൂറോപ്പിലെ ക്രിസ്ത്യാനി എല്ലാം. ഫ്രീഡം അവർക്ക് എവിടെ കിട്ടിയെന്ന അത് ആ രാജ്യത്ത് പുരോഗമനം കൂടുന്നതിനനുസരിച്ചും വിദ്യാഭ്യാസം നല്ലപോലെ ലഭിക്കുന്നതനുസരിച്ചും അല്ല. പിന്നെ അല്ല, അതാ പറയണത്. അതായത് എങ്ങനെയാണ് അവരങ്ങനെ എന്താ പറയുക, ഡെവലപ്മെന്റ് അങ്ങ് കൂട്ടുമല്ലേ. ഇപ്പൊ ചൈനക്ക് എന്തോ, ചൈന ക്രിസ്ത്യാനികൾ ഉണ്ടായിട്ടാണോ ഇങ്ങനെ? അതല്ലെന്ന് ഞാൻ അതല്ല പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ കൾച്ചറിലെ അവർ ഈ പറയുന്ന സാധനം എടുത്തതാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റവരെ ഇന്ന് കൾച്ചർ അടക്കം എടുത്തതാണോ എന്നാ ചോദിക്കുന്നത്. അല്ല, കൾച്ചർ ഒന്നും എടുക്കുന്നൊന്നും ഇല്ലാരും. അവര് ചുമ്മാ ഈ വിശ്വാസം മറ്റേതില്ലേ, തലയ്ക്കകത്തുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് ഏതെങ്കിലും ഒരെണ്ണം ചെയ്തുകൊണ്ടിരുന്നവനെ പിടിച്ച് ഇപ്പുറത്തോട്ട് മാറ്റി ഇത് കുറച്ചുകൂടെ കൊള്ളാന്ന് പറയുമ്പോൾ വെളിവില്ലാത്തോ മാറും. അല്ല, അതിനകത്ത് വലിയ, ഇതിനകത്ത് ഏതെടുത്താലും ഒരുപോലെ ഉള്ളൂ. ഞാൻ ആലോചിക്കുമ്പോഴേ, ഇപ്പൊ ആഫ്രിക്ക, ഇപ്പൊ സൗത്ത് ആഫ്രിക്ക ഉണ്ട്, കുറച്ചുകൂടി അവര് കുറച്ചുകൂടി വെളുത്തവരായതുകൊണ്ട്, വെളുത്തവർന്നുള്ളത് മാത്രമല്ല അവര് കുറച്ചുകൂടി ഫ്രീ ആണ്. ആ മനുഷ്യര് അല്ല, കുറച്ചുകൂടി ഫ്രീഡം. അവിടെ മറ്റേ സാധനം ശരിക്കും വർക്ക് ചെയ്തു, അതൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും അവർക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ വസ്ത്രധാരണത്തിലും അവരുടെ കൾച്ചറിലും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. അത് കുറച്ചുകൂടി ഫ്രീ ആണ്. അത് സായിപ്പ് തന്നെയല്ലേന്ന്. അതാ ഞാൻ പറഞ്ഞത്. മറ്റേത് കറുത്തല്ലിരിക്കുന്നേ, ഇത് വെളുത്തിരിക്കുമല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? വെളുത്തവർക്ക് കറുത്തവരെ പോലെ ആകാൻ പറ്റത്തില്ല. കറുത്തവർക്ക് വെളുത്തവരെ പോലെ ആകാൻ പറ്റും, അത് പറ്റും. പക്ഷെ ഒരിക്കലും താൻ എന്തെങ്കിലും ഒരു സർജറിയോ അല്ലെങ്കിൽ ഒരു മരുന്നോ കണ്ടുപിടിച്ചിട്ടുണ്ടോ വെളുത്തരത്തിനെ കറുത്താക്കാൻ? ഒരിക്കലും അത് പറ്റില്ല. സോറി, പ്രകൃതി അത് അനുവദിക്കില്ല. എന്നോട് ക്ഷമിക്കണം. ഫെയർനെസ് ക്രീം എന്ന് പറഞ്ഞ ക്രീം ഉണ്ട്, എന്നാൽ ആന്റി ഫെയർനെസ് ക്രീം ഉണ്ടോ? കറുത്തതാവണ്ട, അങ്ങനെ ഒരു പരിപാടിയില്ല. ഒരു വെളുത്തവനും എത്ര കറുപ്പിനോട് പറയുണ്ടെന്ന് പറഞ്ഞാലും അവൻ ഈ ക്രീം കണ്ടുപിടിച്ചിട്ടുമില്ല. ലോകത്തൊരു മനുഷ്യന് ഇത് ആവശ്യമില്ല. ആരും കറുത്തവനാകാൻ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് ഇവർ തമ്മിൽ
ഒന്നും കൊടുക്കൽ വാങ്ങലില്ല. കറുത്ത് വെളുക്കാൻ നോക്കും, പക്ഷെ വെളുത്ത ഒരാൾ കറുക്കാൻ നോക്കില്ല. അത് പ്രപഞ്ച സത്യം. പ്രപഞ്ച സത്യങ്ങളാണ് നമ്മളിവിടെ കേട്ടത്. പ്രപഞ്ച സത്യം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിന്നും. തടിച്ചവർ മെലിയാൻ ശ്രമിക്കും, മെലിഞ്ഞവർ തടിക്കാൻ ശ്രമിക്കും, പക്ഷേ കറുത്തവൻ വെളുക്കാൻ ശ്രമിക്കും, വെളുത്തവൻ കറുത്താൻ ശ്രമിക്കുകയില്ല. കറുപ്പ് അത്രയ്ക്ക് വൃത്തികെട്ട ഒരു കളറാണ്. അതുകൊണ്ടാണ് കറുപ്പിനോട് ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഞാൻ ഈ കറുപ്പിനെ പറ്റി പറഞ്ഞല്ലോ, നല്ല കറുത്തിരിക്കുക, കുഴപ്പമില്ല. വേറെ വെളുത്തവൻ പറഞ്ഞാൽ ചിലപ്പോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുത്ത അതിന് മറ്റേ അതിക്ഷേപം മറിച്ച് അതിക്ഷേപം എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഞാൻ ഭാഗ്യത്തിനാണ് ഞാൻ വേറൊരു ചില ജാതികളിൽ പിറക്കാതെ പോയത്. ഞാൻ അതിനെ ഞാൻ എവിടെ ഇരുന്നോ അവിടെ ഞാനായതുകൊണ്ട് അത് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പണി പാളിയല്ല. ഞാൻ വെളുത്ത അല്ലാത്തോണ്ട് പേടിക്കണ്ട. ഞാനത് അറിഞ്ഞോണ്ട് പറഞ്ഞാണല്ലേ. എടാ കറുത്തേനെ ഇഷ്ടമല്ലെന്നേ, എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കറുത്തിരിക്കുവാണെങ്കിൽ രാത്രി കാണത്തില്ലെന്ന്. ഒരു 7 മണി കഴിഞ്ഞ പിന്നെ അവരെ കാണത്തില്ല. അതോ ചന്ദ്രന്റെ വെളിച്ചത്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ, തുണിയില്ലാതെ നല്ല കറുത്തൊരാളും നല്ല വെളുത്തൊരാളും ഒരു 7 മണി കഴിഞ്ഞ് വെളുത്ത് പുറത്ത് തവളെ പിടിക്കാൻ പോവാന്ന് കരുതുക. അല്ല, പണ്ട് കാലത്ത് തുണിയില്ലല്ലോ. അപ്പൊ രാത്രിയിൽ മഴ പെയ്ത് കഴിയുമ്പോ തവളെ പിടിക്കാൻ പോകും. എന്നിട്ട് കേൾക്കുന്ന പന്നിയെ വെട്ടുന്നു, പിന്നെ എപ്പോഴാ പിടിക്കുന്നത്. അപ്പൊ ഇത് ഇറങ്ങുമ്പോ എന്താ പറ്റാന്നറിയോ? ഈ ചന്ദ്രന്റെ വെളുത്തിരിക്കാൻ മനുഷ്യന്റെ രൂപത്തിൽ വെളുത്ത ആൾക്കാരെ കാണാൻ പറ്റും, പക്ഷെ ഈ കറുത്ത ആളെ കാണാൻ പറ്റത്തില്ല. അപ്പൊ എന്താ ബെനിഫിറ്റ്? സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇല്ല, ആർക്കും ഇല്ല. അങ്ങനല്ല സർവൈവ്. കൊതു കുത്തി ചാകുന്നിടത്ത് കറുത്തവനും വെളുത്തനും വ്യത്യാസം. ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ? മോഷണം. താൻ ഒരു കാര്യം ആലോചിക്കണം. രാത്രി പട്ടാളക്കാര്, മോഷ്ടാക്കള് ഇമ്മല്ല രാത്രി ഇറങ്ങുമ്പോ എന്തിനാ കരി തേച്ചിട്ട് ഇറങ്ങുന്നത്? അവർക്ക് എന്നാ പിന്നെ ഫെയർനെസ് ക്രീം തേച്ച് വെളുത്തിട്ട് ഇറങ്ങിക്കൂടി. അപ്പൊ മോഷണം, കൊലപാതകം, യുദ്ധത്തില് കറുത്തിട്ട് ചെളി തേച്ച് കിടന്ന് അത് കാണാതിരിക്കാനാ. അപ്പൊ രാത്രി ഒരു സമയം കഴിഞ്ഞ് കറുത്ത ആൾക്കാരെ കാണത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ പേടിക്കും. മനസ്സിലാവുന്നത്? കറുത്ത സാധനം പെട്ടെന്ന് മുന്നേ ഒന്ന് ഞെട്ടുക ചെയ്യുന്നത്. മറ്റേത് തനിക്ക് വെളിച്ചത്തെ പറ്റിയുള്ളത് ഇപ്പൊ ഇരുന്നോണ്ട് പറയുന്നതുകൊണ്ടാണ് നമുക്ക് ഈ കറുപ്പും വെളുപ്പും ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അത് ഈ മറ്റേ ഈ സ്ത്രീയെ അടിച്ചമർത്തി എന്ന് പറഞ്ഞ പേഴ്സ്പെക്റ്റീവ് കൊണ്ട് വന്നില്ലേ, അതുപോലെ അതിനൊരു പ്രശ്നമുണ്ട്. ഇത് അടിച്ചമർത്തിയതല്ല, മറ്റേത് മനഃപൂർവ്വം ചെയ്തതല്ല. അതറിയാൻ സംഭവിച്ചു തോന്നി. ഈ ഇരുട്ടത്ത് കറുപ്പിനെ പേടിയാ, ഇരുട്ടല്ല ഡാർക്ക്നെസ്സിനെയാ പേടി. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഓക്കെ, എനിക്ക് മനസ്സിലായി. അപ്പൊ ഇപ്പൊ നമ്മള് സമൂഹ ജീവി എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മളിത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാണല്ലോ, ഇങ്ങനെയാണ് ഇത് ഇങ്ങനെ വന്നതാ. നമുക്കത് മാറ്റണം പെട്ടെന്ന് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അത് അങ്ങനെ ഒരു സാധനം പറയുമ്പോ അതിനകത്ത് ഈ നിറം കൊണ്ട് പ്രശ്നം ഫേസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ താൻ പറഞ്ഞ പോലെ കറുത്തിരിക്കാൻ ആളുകൾ അങ്ങനെ പ്രശ്നം ഇല്ല ശരിക്കും. അങ്ങനെ ഉണ്ട്. അത് ആർക്കാ ഉള്ളത്? അങ്ങനെ ആൾക്കാർക്കുണ്ട്. ഏതാൾക്ക്? അങ്ങനെ ആളുകളുണ്ടെന്ന്. കറുത്ത നിറത്തിനോടുള്ള പേടി വന്നത് ഇങ്ങനെയാണെന്ന് എനിക്കറിയാം. അല്ല ഞാനിത് ഇങ്ങനെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കും. എനിക്ക് ഭയങ്കര ബുദ്ധി ആയതുകൊണ്ട് ഞാനിത് ചെയ്യുന്നത്. അല്ല വേറെ ആരെങ്കിലും ഇത് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ എവിടെയെങ്കിലും എടുത്ത് എവിടെ പറഞ്ഞത്. ഇതിന്റെ കാരണം വേറെ ഒന്നുകൂടെ. ഒന്ന് ഈ കറുത്തിരുന്ന ഈ രാത്രി ആയി കഴിയുമ്പോഴുള്ള പ്രശ്നം ഒന്ന്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ടാവും, നല്ല കറുത്തവനാ. അവൻ ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വന്നിരുന്നാല് എന്നെ ഒരു 6 മണി വരെ കാണാം. അല്ല 7 മണി വരെ കാണാമെന്ന് വിചാരിച്ചു. അവനെ 6 മണി തൊട്ട് കാണത്തില്ല. ചിലരെ 8 മണി ആയാലും കാണാമെന്ന്. അവരുടെ അടുത്ത് നമ്മുടെ അടുത്ത് തൊട്ടിപ്പുറത്ത് പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ അനങ്ങാൻ നിന്നിട്ട് ഈ ശബ്ദം മാത്രമേ കേൾക്കത്തുള്ളൂ. അപ്പോ അതിന്റെ സംഭവം എന്തൊക്കെ രീതിയിലാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ട് വന്നാൽ ഞെട്ടും. അപ്പൊ എന്ത് പറ്റും? പിന്നെ ഡാർക്ക്നെസ്സിനെ പേടി, അല്ലാതെ കറുത്ത കളറല്ല പ്രശ്നം കൂടുതലും. പിന്നെ കറുത്ത കളർ അലേർട്ട് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്. ചീഞ്ഞത് ഒരു പഴം ചീഞ്ഞു പോകുന്നു, മഞ്ഞ നല്ല പഴം, അത് തിന്നാം. പക്ഷെ കറുത്ത പഴം തിന്നരുത്, തൂറും. മനസ്സിലായി? അതുപോലെ തന്നെ എന്തെങ്കിലും പറയുന്നത്, തീട്ടം വരെ കറുത്തു പോകും, കത്തിയാ കരിഞ്ഞു പോകും, തീട്ടം വെളുത്തു പോകണോ? അതാ പറഞ്ഞത്. ഇപ്പം മലത്തെ പോലും നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് കറുത്തതാണെങ്കിൽ പഴകി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പുഴുക്കൾ വരെ കാണും. അങ്ങനെയല്ലല്ലോ. ഒരു മനുഷ്യൻ മരിക്കുകയാണ്, താൻ എത്ര വെളുത്തവനാണുണ്ടോ, അതങ്ങ് കറുക്കും, കറുത്ത് കരിപോളിക്കും. അപ്പൊ എന്താ പറ്റുന്നത്? ഒരു കറുത്ത മനുഷ്യനെ കണ്ടാൽ അതുപോലെ കരിവാളിച്ചൊരു ശവമാണെന്ന് വിചാരിക്കും.
എന്തേ കുഴപ്പമുണ്ടോ? പിന്നെ തൊടാനും തിന്നാനും തോന്നത്തില്ല. കുഴപ്പം എന്താ പറയാ, കാരണം എന്നാന്നറിയോ, കറുത്തിരിക്കുന്ന തിന്നുന്നത് ചീഞ്ഞതാണെന്ന് വിചാരിക്കും. അതൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ, തനി പറഞ്ഞ കുറ്റം പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ പറയുന്നത് ഇത് ശാസ്ത്രീയമായിട്ട് ഇതിനെ കറുപ്പ് ഷേമിംഗ് അല്ല എടോ, ശാസ്ത്രീയമായിട്ട് തന്നോട് യോജിക്കുന്നു. ശാസ്ത്രീയമായിട്ട് അങ്ങനെ യോജിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ യോജിക്കാൻ പറ്റുള്ളൂ. ഇത് അങ്ങനല്ല യോജിക്കുന്നത്. ഈ സാധനം തലക്കകത്ത് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്, ഇതിനകത്ത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കും കൂടി ഈ സാധനം മനസ്സിലാക്കി കൊടുക്കണ്ടേ? അപ്പൊ എടോ, ഇത് അൺകംഫർട്ടബിൾ അവിടെയാ പ്രശ്നം ഇരിക്കുന്നത്. ഇത് എന്തിന് അൺകംഫർട്ടബിൾ ആകുന്ന ആൾക്കാർ? അപ്പൊ അത് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം എങ്ങനെയാന്ന്. ഞാൻ കറുത്തിരിപ്പുണ്ട്, എന്നെ ഒരാൾ ഇപ്പോൾ രാത്രിയിൽ നല്ല വെളിച്ചത്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, അയാൾക്ക് പേടിക്കത്തില്ല. പിന്നെ ചെറിയ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഈ പേടി ഉണ്ടാവാം, പക്ഷെ നമ്മൾ അതിനകത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അത് അയാൾ മാത്രം ബുദ്ധിമുട്ടാന്ന് വിചാരിക്കുക. പേടിക്കുന്ന അയാളാണ്, നമ്മളല്ല. മനസ്സിലായില്ലേ? അല്ല, അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി നമ്മൾ ഇതിനകത്ത് ആലോചിക്കുന്നത്. അവൻ്റെ തലയ്ക്കകത്ത് എന്തോ പ്രശ്നമുണ്ട്, അതൊന്നും എന്നെ ബാധിക്കത്തില്ല. ഞാൻ കറുത്തിരുന്നാലോ, എൻ്റെ മീശ പകുതി പോയാലോ, മുടി വെട്ടിക്കളഞ്ഞാലോ, അല്ലെ ലോക്കപ്പിലെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചാലോ എനിക്കൊരു മൈരും ആകത്തില്ല. മനസ്സിലായത്? എനിക്ക് എന്നെ ഉപദ്രവിച്ചാൽ എനിക്ക് എന്നെ എത്ര നാറ്റൊക്കെയാണെന്ന് എനിക്കൊരു മൈരും ആകത്തില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം ഞാൻ എന്തോ ചെയ്യുന്നതെന്നും. എനിക്ക് എൻ്റെ കളറാണോ, എൻ്റെ മറ്റേ പാരമ്പര്യമോ, മുടിയോ, ജെനറ്റിക്സോ, അല്ലെ ഞാൻ ജനിച്ച വീടിന്റെ പ്രത്യേകതയോ, അല്ലെങ്കിൽ തന്തയും തള്ള ഏതോ പള്ളിയിലോ അമ്പലത്തിലോ ഏതോ മറ്റിടത്തോ പോയതോ അതൊന്നും എനിക്കറിയത്തില്ല. ഇവരെവിടെ പോയരാന്നാണ് എനിക്ക് എന്നെ മൈരയാ. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്നെ ബാധിക്കത്തില്ല, ഇത് എന്നെ ബാധിക്കത്തില്ല. എൻ്റെ അടുത്ത് നടക്കത്തില്ല ഈ പരിപാടി. എന്നാന്ന് അറിയത്തുള്ളൂ. എനിക്ക് എൻ്റെ കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. എനിക്ക് എൻ്റെ സുഖം, എൻ്റെ സന്തോഷം, എൻ്റെ ആഘോഷം. മനസ്സിലായോ? അല്ലാതെ ഏതെങ്കിലും മൈരനെ എവിടെ ഇരുന്ന് എന്തെങ്കിലും മൈര് പറഞ്ഞാൽ ആ മൈരേ എന്നല്ലാതെ വേറെ എന്ത് വിളിക്കാനാണ്? ആ മൈരേ, പോടാ മൈരേ. ഞാൻ ഫെയർനെസ് ക്രീം ഒരു പ്രാവശ്യം മേടിച്ച് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഓർത്ത് ഇത് തേച്ചാ വെളുക്കും, മയിര് അന്ന് വെളുക്കണമെന്നുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമല്ലേ, അറിയത്തില്ലല്ലോ എന്തോ ഈ കറുത്തത് വെളുത്തത്, എന്തുകൊണ്ടാണ് കറുപ്പിനോട് ഈ വിരോധം എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി ഇവരുടെ പ്രശ്നം എന്തുവാന്ന്. ഇവരിങ്ങനെ ഈ കറുപ്പിനെ ഐഡന്റിഫൈ ചെയ്ത്, കറുപ്പ് പ്രശ്നമാണ്. കറുത്ത ജീവികളൊക്കെ ശ്രദ്ധിച്ചറിയാം, ഈച്ച, കൊതുക്, മനസ്സിലായോ, പാമ്പ്, പോത്ത്, കാലം വരും, പിന്നെന്താ കാക്കയൊന്നും ആൾക്കാർക്ക് വലിയ താല്പര്യമുള്ള പക്ഷികളല്ല. പിന്നെ കാക്കയൊക്കെ എത്ര തോളത്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയുമാര്. പരുന്ത് ഭയങ്കര പ്രശ്നം പിടിച്ച ജീവിയാണ്. അത് കൊത്തിയാൽ ചിലപ്പോൾ കണ്ണൊക്കെ കൊത്തി പറിച്ചുകൊണ്ട് പോകും. അത് കാർണിവറസ് ബേർഡാ. കാർണിവറസ് ബേർഡ് ഈ സാധനമൊക്കെയാ. അതിനെയൊക്കെ തോളത്തും വെച്ചോണ്ട് നടക്കുക. എന്നാൽ കാക്കയാണ് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള പക്ഷി. അതിനെടുക്കത്തില്ല, വളർത്തത്തില്ല. ഒന്നുമില്ല. ഈ പൊട്ടന്മാർ കാക്കയെ കൊല്ലും, കല്ലെറിയും. കാക്ക എന്തോ ഇത് സ്കാവഞ്ചർ പോലെ ഈ വേസ്റ്റ് തിന്നാൻ വരുന്ന ആളാന്നൊക്കെ വിചാരം. കാക്കയ്ക്ക് വേസ്റ്റ് ഇല്ലാത്ത സമയത്ത് കാക്ക എന്തോ അപ്പൊ തിന്നോണ്ടിരുന്നു. പൊട്ടന്മാരെന്ത് പറയുന്നു? എന്നാ ഈ മനുഷ്യൻ ഈ വേസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയത്? അല്ലല്ലോ, ഇന്നൊന്നും അല്ല. ഈ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് കാക്ക ഉണ്ടാകുന്ന എനിക്ക് സംശയമുണ്ട്. അപ്പൊ കാക്ക വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലേ? അപ്പോഴാണ് ഈ പൊട്ടന്മാർ കാക്ക കാണാത്തൊരു സംഭവം ലോകത്ത് എവിടെ കാക്ക ഉണ്ടോ കാക്ക എല്ലാം കാണുന്നുണ്ട്. നമ്മുടെ വീഡിയോ വരെ കാക്ക കാണുന്നുണ്ട്. നമ്മൾ വിചാരിക്കും കാക്ക കാണുന്നില്ലെന്ന്. അതാ ഞാൻ എൻ്റെ ചാനലിന് #CRO എന്ന് പേരിട്ടത്. #ും ക്രോയും കൂടെ ചേർത്താണ് #CRO ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു പേരും അങ്ങനെ ലോഗോയും കേരളത്തിൽ ആരുടെയും ഇല്ല. ബിക്കോസ് നമുക്ക് ആ ബ്ലാക്ക് മനസ്സിലാവും. അതിന്റെ എൻ്റെ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. അത് എനിക്ക് ഇത് അത് തന്നെ, ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് കണ്ണട മാത്രം വെളുപ്പിക്കും. ഇതിന് കളർ കൊടുത്തു, ഈ ഗ്ലാസ്സിന് ഞാൻ കളർ കൊടുത്തു. എൻ്റെ ആ കറുത്ത മുടി എന്ന് പറയുന്ന സാധനവും വെളുത്ത ആ മുടിക്കകത്ത് നിൽക്കുന്ന ഒരു സംഭവം കണ്ടാൽ ഞാനത് മനസ്സിലാവും. മൈക്കിൾ ജാക്സൺ, ഞാൻ, ജോണി വാക്കർ, ഇത്രയും പേരെയും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. അതാണ് ലോഗോ. അതായത് ഇവന്മാർ ഈ ഇവിടെ കിടന്നുണ്ട് ലോഗോ ഉണ്ടാക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ച പരിപാടിയല്ല, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന. മറ്റവന്മാരെങ്ങനെയാ അറിയോ, ഏൽപ്പിക്കോ, ആരോ എടുത്തു കൊടുത്തു, ഇതാണോ ലോഗോ? ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന. അതുകൊണ്ട് എനിക്കറിയാം കളർ ചെയ്യേണ്ട എവിടെയൊന്നും എന്തെങ്കിലും ചെയ്യണമെന്നോ. അപ്പൊ #CROയുടെ ലോഗോ ഉണ്ടാക്കി. ഞാൻ #, കാക്കയിരിക്കുന്നു, ഞാൻ വെറുതെ വരച്ചു വെച്ചു. പിന്നെ എനിക്ക് അത്രയും മറ്റേ എന്താ പറയുക ആനിമേഷൻ പരിപാടി അറിയാത്തതുകൊണ്ട് വേറെ പയ്യനെ ഏൽപ്പിച്ചപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് വന്നു. എന്നിട്ടും ഞാൻ ചെയ്ത ആ ഒരു സാധനം മതിയെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ അത് വെറുതെ കറുപ്പേ വെള്ള, അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ചാരിറ്റി വിത്ത് ക്ലാരിറ്റി, അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പോഡ്കാസ്റ്റ് അത്
എന്തോ കളറാ, അതും ബ്ലാക്കിനകത്താ ഇരിക്കുന്നത്, ബ്ലാക്കും റെഡുമാ. അത് പിന്നെ വേറെ പരിപാടിയാ. അത് ഞാൻ മാത്രമല്ല, 2-3 പേര് വേറെയും വരുമല്ലോ. മറ്റേ ഒന്നും അങ്ങനെയല്ല, നമ്മുടെ പരിപാടിയാകുന്നത്. എനിക്ക് പോഡ്കാസ്റ്റ് എന്നുള്ള പേര് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. അതിനകത്ത് ലോകയ്ക്കുള്ള സ്കോപ്പിലിടും, എഴുതിയല്ല വെക്കാൻ പറ്റത്തില്ല. അതിനകത്ത് വേണം റെഡും അതെല്ലാം അങ്ങനെ ആക്കിയിരുന്നില്ല. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നമ്മുടെ സാധനം. ഞാൻ ഈ ചെയ്ത് ഷോർട്ട് ഫിലിംസ് ഒക്കെ താൻ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? പലതും ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു. ഇതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കത്തില്ലെങ്കിലും ഞാൻ ശ്രദ്ധിക്കും. എന്നിട്ട് ഇവന്മാര് വന്നിട്ട് കറുത്തതാണോ, മോണ കറുത്തിരിക്കുന്നത് എന്നോട് പണ്ട് പറഞ്ഞ. അവന്റെ ഈ ഇതും മോണയെല്ലാം കറുത്തായിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ നോക്കുക, ശരിയാ, മോണ കറുത്ത വലിയ പ്രശ്നമാണോ? ഓ എന്തിനാട്ടെ, നമുക്ക് പിന്നെ വേറെ പരിപാടികൾ ഉള്ളത് കൊണ്ട് ഇത് ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ ഫുട്ബോൾ കളിക്കും, ഷട്ടിൽ കളിക്കും, ടേബിൾ ടെന്നീസ് കളിക്കും, പിന്നെന്താ ക്യാരംസ് കളിക്കും, ചെസ് കളിക്കും, കളനും പൊരുത്തും കളിക്കും, എല്ലാ കളിയും ഞാൻ കളിക്കുന്നുണ്ട്. പിന്നെ പഠിക്കാൻ മോശമാ, അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ, അതങ്ങനെ പോയി. പിന്നെ നമ്മുടെ താല്പര്യങ്ങൾ വേറെ ഏതായി. ഞാൻ പറഞ്ഞ പോലെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര അലമ്പനായി. അതങ്ങനെ നടന്നു, എന്തൊക്കെയോ ആകുന്നു. ഇപ്പോഴും ഏതാണ്ട് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ഇവന്മാര് ഭയങ്കര സീരിയസ് ആന്നേ. ഇവര് ജാതിയുണ്ട് മതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുക. വേറത്തെ മന അവൻ എന്തോ കൂടിയതാന്ന്. എന്നൊക്കെ കൂടിയ മതക്കാരുണ്ടെന്നുള്ളതൊക്കെ വലിയ ചിലപ്പോ കാണുമായിരിക്കും, എനിക്കറിയത്തില്ല കേട്ടോ. കുറഞ്ഞവനുണ്ടെന്ന് പറയുന്നുണ്ട്, കൂടിയവനും കാണും. ഇപ്പൊ നമ്മളൊക്കെ കൂടിയ ആൾക്കാർ കാണത്തില്ല, ഇല്ലേ? സായിപ്പ് എന്താണല്ലോ എന്നൊക്കെ കൂടിയതാ ഇന്ത്യൻ എന്ന നിലയ്ക്ക് അങ്ങനെ നോക്കിയാൽ, അല്ലേ? അറബികള് പരദേശി എന്നൊക്കെ വിളിക്കുന്ന ഇന്ത്യക്കാരെ ഞാൻ അറബി നാട്ടിൽ ചെന്നപ്പോ കണ്ട. അവിടെ 1000 നമ്പൂരിയൊന്നും ഇല്ല, എല്ലാം മൈരന്മാര്, ഇന്ത്യൻ മൈരന്മാര്. എനിക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ അവരോടും വളരെ രസകരമായി അടിച്ചു പൊളിച്ച് എല്ലാവരോടും വർത്തനൊക്കെ പറഞ്ഞ് എനിക്ക് കുറെ ഫ്രണ്ട്സിനെ കിട്ടി. അല്ലാതെ ഈ അവിടെ നാറികളുണ്ട്, നാറികളോട് അടുക്കേണ്ട ആവശ്യം നമുക്കില്ല. നാറി ഏതും നാറിയാണല്ലോ, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ജാതിപ്പെട്ടവരാണെങ്കിലും ഏത് രാജ്യത്തു നിന്ന് വന്നാലും നാറി. പാകിസ്ഥാനി സുഹൃത്തുക്കൾ ഇഷ്ടം പോലെ ഉണ്ടായി, നാറികളല്ല. ഇതിനകത്ത് എന്തോ ജാതി നോക്കിയിട്ടല്ലല്ലോ നമ്മൾ ആരോട് ഇടപെടുന്നത്. ജാതി മാത്രമല്ല, രാജ്യമുണ്ട്. ശ്രീലങ്കക്കാർ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീലങ്കാരനാണ്. അത് എന്നുവെച്ചാൽ അവിടുത്തെ ഒരു സെറ്റപ്പിൽ എന്നുവെച്ചാൽ മലയാളി ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മുടെ ഗ്യാങ് ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞത് ഒരുപാട് അടുത്ത വേർത്തം വന്നത്. പിന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ടാകുന്ന തമിഴല്ലേ ഗൗതം, ഇവനെങ്ങനെ ഞാനാ വിളിച്ചോണ്ട് വരുന്നത് ഈ കൂട്ടത്തിലോട്ടൊക്കെ. അല്ലാതെ വേറെ മലയാളി ടീം കണ്ടുപിടിച്ച ആളൊന്നും അല്ല. എന്നുവെച്ചാൽ നമുക്കറിയാം ഇവരോട് കമ്പനി ആവാനും ഓരോ മനുഷ്യരോട് സംസാരിക്കാനും ഇടപെടാനും ഒക്കെ എനിക്ക് പറ്റും. ഞാൻ എല്ലാ സിനിമയും എല്ലാ പാട്ടും ഞാനിടും, മനസ്സിലായില്ല? അത് മലയാളം പാട്ടും പാടി ഞാൻ കിടക്കത്തില്ലും തില്ലാണ്. മോഹൻലാലാണ് ലോകത്തെ 7ാം നമ്പർ എന്നും പറഞ്ഞ് നടക്കുന്ന മൈരന്മാർക്ക് ഇത് നടക്കത്തില്ല. ഇതിനെ കൊണ്ട് നടക്കത്തില്ല, ഇമാരെ കൊണ്ട്. ഇമാർ വേസ്റ്റ് ആടും. അത് കഴിഞ്ഞ് എനിക്ക് പാകിസ്ഥാനി സുഹൃത്തുക്കള്, പിന്നെ ഈജിപ്ഷ്യൻ സുഹൃത്ത്, എല്ലാം നല്ല, അവരൊക്കെ വീട്ടിൽ പോയി ഇരിക്കുക. അല്ലാതെ ഞാൻ ചുമ്മാ അവിടെ അങ്ങനെ ഇവിടെ മാത്രം നടക്കുമെന്നല്ല. എനിക്ക് ഇങ്ങനത്തെ ഒരുപാട് ഊടുകളുണ്ട് എല്ലായിടത്തും. അതുകൂടാതെ എല്ലാ രാജ്യക്കാരും ഉണ്ടെന്നേ, കൊറിയക്കാരൊക്കെ കമ്പനി, ഒരു റഷ്യക്കാരനെ കൂട്ടുകിട്ടി, ഒറ്റ ഒരുത്തൻ. ഞാനും അവനും തമ്മിൽ ഇങ്ങനെ കണ്ട ഉടനെ ഞാൻ പഴയ ഇന്ത്യ ആണ്, നീ പഴയ റഷ്യ അല്ലേ എന്ന്. ഏത് നമ്മൾ മറ്റേ വേൾഡ് വാർ 2 എത്തി. അവനും അത് മനസ്സിലായി, എനിക്കിത് അറിയാവുന്നുള്ളത്. അവന്റെ വല്യപ്പന്റെ അപ്പനാണ് നമ്മളോട് ഇവിടെ മറ്റേ പരിപാടിക്ക് വന്നത്. നമ്മള് ഇതിനകത്ത് പങ്കെടുത്തല്ലോ. അപ്പൊ ഞാൻ അതിനകത്തുള്ളതുപോലെ ആ പാരമ്പര്യം ഞങ്ങള് പുറകോട്ട് അങ്ങ് ചെന്ന്, നമ്മള് പട്ടാളമാണല്ലോ, അങ്ങനെ കണക്ട് ആയ പോലെ കണക്ട് ആയിരിക്കുന്നുണ്ടോ. പെട്ടെന്ന് രണ്ടുപേരും തമ്മിൽ എന്റെ പരിപാടി എല്ലാം പെട്ടെന്ന് ചെയ്തു തന്നു. ഞാൻ കാണുമ്പോ ഇങ്ങനെ കാണിക്കും, അവനും എന്നെ പ്രത്യേകം കാണിക്കും. വേറെ ഒരുത്തനെ കാണിച്ചില്ല, എന്താന്ന് എനിക്കറിയത്തില്ല. അവനത് ഇന്ത്യക്കാരനാന്ന് തോന്നി കാണത്തില്ലായിരിക്കും. പിന്നെ ചിലർ എന്നെ വിചാരിച്ച സൗദിയാണെന്ന് വിചാരിച്ചു. കുറച്ചാളി മുടിയും താടിയൊക്കെ വളർത്തി നടക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ വിചാരിച്ചു ഇവൻ സൗദിക്കാരനാണ്. അല്ലാതെ ഈ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഈ ഓഫീസിൽ വരുന്നത് ഇങ്ങനെ ഫുൾ കൈയൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെയാണോ, ബനിയനും ഇട്ട് മുടിയും വളർത്തി ഇത്രയും കോപ്രായ കാണിച്ച് വരുന്ന ഒറ്റ ഒരുത്തനേ ഉള്ളൂ. അത് അങ്ങനത്തെ ഒരു ഓഫീസാണ്. എന്നുവെച്ചാൽ ഇന്ത്യക്കാരനൊരാളേ ഉള്ളൂ. അല്ലാതെ ബാക്കി എല്ലാ രാജ്യക്കാരും അതിനകത്തുണ്ടെങ്കിലും അവരുടെ ഡ്രസ് കോഡില്ല. ബർമുഡ ഇട്ടുകൊണ്ട് വരുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ അണ്ണന്മാർ അങ്ങനെ അല്ലല്ലോ. ഓഫീസറാണോ എങ്കിൽ പിന്നെ മുടിയെല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് വെട്ടി, മീശയൊക്കെ ഇങ്ങനെ വെട്ടി, ഷർട്ട് അതുപോലത്തെ കളങ്ങള ഷർട്ടും പറ്റിയ ഇതും ഇട്ട്, ഇൻസേർട്ട് ചെയ്ത ബെൽറ്റും ഒക്കെ ഇങ്ങനെ പിടിച്ച്, അമ്മാതിരി ഷൂ ഇട്ടിട്ട് ഇങ്ങനെ ഒരുങ്ങി ആ ഒരു വരവുണ്ടല്ലോ, ആ വരവാ വരുന്ന എല്ലാം. ആകെ 6-7 പേരെ ഉള്ളതെന്നൊക്കെ അങ്ങനെ ഒരു പരിപാടി. ഇത് ലോകത്ത് എവിടെ ചെന്നാലും നിനക്ക് വലിയവനെയും ചെറിയവനെയും കണ്ടുപിടിക്കാൻ പറ്റും, നീ അങ്ങനെ വിചാരിച്ചെങ്കിൽ.
ഇതിപ്പോ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഭയങ്കര കുഞ്ഞാണെന്നും അറബി ഭയങ്കര മറ്റവനാണെന്ന് വിചാരിച്ചാൽ എനിക്ക് അതും ഇങ്ങനെ അറബിയെ ഷഡിയുണ്ടോ അലക്കാൻ എന്നൊക്കെ ചോദിക്കാനേ പറ്റത്തുള്ളൂ. അത് ഇവിടുത്തെ വലിയവനാണെങ്കിലും ഇവൻ ഈ വലുതാന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നില്ലേ പലരും, ഇവിടുത്തെ വലിയ മൈരനാന്ന് പറഞ്ഞിരുന്ന മൈരൻ അവിടെ വന്നു കഴിയുമ്പോൾ ഒരു ചെറിയ മൈരനാന്ന് അവനെ തോന്നും. കാരണം അവൻ ഇവിടെ വലുതാന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാളും വലിയൊരാൾ അവനെ കാണുമല്ലോ അവിടെ ചെല്ലുമ്പോ, ഇല്ലേ? അവനല്ല വലുതെന്ന് എല്ലാവർക്കും അറിയാം. അവൻ അവിടെ ഇവിടുന്ന് പുറത്ത് ചെല്ലുമ്പോ തന്നെ അവൻ ചെറുതായെന്ന് ഉറപ്പായിട്ട് അവന് മനസ്സിലാവും. സാഹിബിനെ കണ്ട കവാത്ത് മറക്കുന്ന പോലെ. സാഹിബിന്റെ അടുത്ത് ചെന്ന് ഇമാരെല്ലാം ചെറുതാ, ഇമാര് സ്വയം ഒന്ന് ചെറുതാവും. മനസ്സിലായില്ലേ? ആ ഒരു പ്രശ്നം ഇവർക്കുണ്ട്. ഇവരുടെ കൂടെ ഒന്ന് മിങ്കിൾ ചെയ്യാൻ ഇവർക്ക് പറ്റത്തില്ല. അല്ല, ആ ഒരു ഇക്വാലിറ്റി ഫീൽ അവർക്ക് കിട്ടത്തില്ലടോ. ഇവൻ ചെന്ന് നിൽക്കുമ്പോഴേ ഇവന്മാർക്ക് ദേഷ്യമാണ്. എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ടറിയോ? പിന്നെ ഒരു കൾച്ചർ എന്താ പറയുക, എന്നോട് ഈ സാധനം പറഞ്ഞു തന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അവൻ ജനിച്ച് വളർന്ന പുറത്താണ്. അപ്പോൾ അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. എടാ, നീ ഈ ഇടപെടത്തില്ലേ, അപ്പോൾ സാറുമാരെന്ന് പറഞ്ഞിട്ട് മേളിലോട്ടിരിക്കുന്ന ആൾക്കാരെ ഇന്ത്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാറെന്ന് വിളിച്ചങ്ങ് ഭവ്യതയാണ്. ഈ സാധനം ഇന്ത്യക്കാരൻ്റെ അടുത്ത് ഇവിടുത്തെ സാറെന്ന് വിളിക്കുമ്പോൾ ചില പോലീസുകാർക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു പരിപാടി എല്ലാവരും സാറെന്ന് വിളിക്കുമ്പോൾ ഈ മറ്റേ സാറാന്ന് തോന്നിയ ആൾക്കാർക്കുള്ളൊരു സാധനം പുറത്ത് ലോകത്ത് വേറെ പല കൊള്ളാവുന്ന രാജ്യങ്ങളിലുള്ള കൊള്ളാവുന്ന മനുഷ്യർക്ക് ഇല്ല. മനസ്സിലായോ? അതൊരു സ്റ്റാൻഡേർഡാണ്. അത് സ്റ്റാൻഡേർഡ് ആൾക്കാർക്കില്ല, കഴിവുള്ളവർക്കും ഇല്ല. ഈ കഴിവ് കെട്ടവൻ എന്തെങ്കിലും തരത്തിൽ ഇതേപോലത്തെ പൊസിഷൻ എത്തുമ്പോഴാണ് ഈ സാറ് വിളിക്കുന്നതിൽ പുളവും കൊള്ളത്തുള്ളൂ. അല്ലാത്തവർക്ക് ഇത് പുളവും അല്ല. അവർക്ക് നിർബന്ധമൊന്നുമില്ല. എടാ, എനിക്കിപ്പോൾ ഒത്തിരി പേര് എന്നെ 2000 പേര് സാറെന്ന് വിളിക്കുകയെന്ന് വിളിക്കണമെങ്കിൽ വിളിക്കാതിരിക്കുക എനിക്കറിയത്തില്ല അവരെന്താ വിളിക്കുന്നത്. പക്ഷെ എന്നോട് പേര് വിളിച്ചാലോ ഞാൻ പറയും പേര് അങ്ങ് വിളിച്ചു. എന്തിനാ ഇത്ര പ്രായമുള്ളൊരു മനുഷ്യൻ വന്ന് നിന്നെ വലിയ സാറെന്ന് വിളിച്ചുകൊണ്ട് ഞാൻ സാറാവെന്നും പോകുന്നില്ല. എനിക്കും ഉണ്ടാകുന്ന ഒത്തിരി എംപ്ലോയീസ്, ഞാൻ ആരോടും അങ്ങനെ ഇടപെട്ടിട്ടൊന്നുമില്ല. അപ്പം ഞാൻ മണ്ടക്കോട്ടും ഇടപെടുന്നില്ല. ഞാൻ ഈ സാഹിബിൻ്റെ ഒക്കെ അടുത്താണെങ്കിലും ഞാൻ വളരെ കൂടുതലായിട്ട് സംസാരിക്കും. കുവൈറ്റുകളോട് നല്ല വൃത്തിക്ക് ഇടപെട്ടത് കൊണ്ട് എന്താ സുഖമാണ്. ഞാനിത് അവിടെയൊക്കെ ഇറക്കുന്നുണ്ട് പോയി. നമ്മളിത് കരുതി കൂട്ടി ഇറക്കണം. ഫ്രണ്ട്ലി ആയിട്ട് ചിരിച്ച് എന്ന് സംസാരിക്കുക, ഇരിക്കുക, നേരെ എന്തെങ്കിലും ഇരുന്നേക്കണം. എല്ലാവരും എന്തെങ്കിലും കഴിക്കാൻ പോയാൽ ഉടനെ എടുത്തങ്ങ് കുടിക്കുകയും ചെയ്തേക്കണം. അപ്പം അവർക്ക് ആ ഒരു ഫീൽ കിട്ടും. ഇവൻ കൊള്ളാവുന്ന ഏതോ വീട്ടിൽ നിന്ന് വന്നാണല്ലോ. മറ്റവൻ അതല്ല, ഇവൻ ഏതോ ഹൈ ക്ലാസ് ആണ്. മറ്റവൻ എന്തോ പറയുന്നറിയോ, എന്തിനും ഈ അറബികൾ ഫുഡ് കൊടുത്ത് കഴിക്കണമെന്ന് പറഞ്ഞേക്കുന്നവരുണ്ട്. നമുക്ക് നേരത്തെ ഇത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഈ പോസിറ്റീവ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആളുകൾ പലരും മനസ്സിലാക്കിയെങ്കിലും ഇങ്ങനെ കാണിക്കും. അവന്മാർക്ക് ഇത് കണ്ടോ അടി കൊടുക്കാനോ തോന്നുന്നു. ശരിക്കും അവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ഇവർക്ക് തോന്നുന്നത്. ഇതറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിലും പലർക്കും അങ്ങോട്ട് ചെല്ലാൻ വരെ മടിയാണ്. നമ്മൾ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഞാൻ ഇരിക്കാം, താങ്ക് യു എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കണം. ഉടനെ ആള് ചിലപ്പോൾ അത് ഡേറ്റ്സ് കഴിച്ചു പറഞ്ഞാൽ കഴിക്കുക, താങ്ക് യു, അതെടുത്ത് കഴിച്ചു, സൂപ്പറാ, ഇത് എവിടെന്നാ, ഇവിടെ തന്നെ ഉണ്ടാവൂ, ഓഹോ ഞാനിത് കഴിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോൾ എനിക്ക് ലിംഗോദ്ധാരണം ഉണ്ടായി എന്നൊക്കെ പറയും അവരോട്. അവർ ചിരിക്കും, ലിംഗോദ്ധാരണം ഉണ്ടായോ, ലിംഗോദ്ധാരനായി അണയൂ നാഥ, അങ്ങനെ ആ സാധനമൊക്കെ ഞാൻ പറയും. ചോദിക്കും ഇതൊക്കെ തിന്ന പൊങ്ങോ, എന്നിട്ട് അടിക്കും. എനിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുടിച്ചു, കാവ കുടിച്ച് പൊങ്ങി, തീ ഫയറടാ താഴത്തിലടാ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനത്തെ വർത്താനൊക്കെ അങ്ങ് പറയണം അവരോട്. അങ്ങനെ അങ്ങ് കമ്പനി അടിച്ചേക്കണം. എല്ലാ മനുഷ്യരാടേ, അത്രേ ഉള്ളൂ. വലിയത് ഇപ്പൊ ബിൽഗേറ്റ്സ് വന്നാലും മറ്റേ ചായക്കടക്കാരൻ ഡീൽ ചെയ്തതാണ് കറക്റ്റ്. അതുകൊണ്ട് അവനെ കോടികൾ ഉണ്ടാകുന്നത്. മനസ്സിലായി? ചായ കുടിച്ച് സംസാരിച്ച് അയാളങ്ങ് പോയി. അല്ലാതെ ബിൽഗേറ്റ്സിനെ കാണുമ്പോൾ അങ്ങ് വേണമെങ്കിൽ തൊഴുതേണ്ട ആവശ്യം അയാൾക്കില്ല. അത് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടെങ്കിൽ ഇരുട്ടിനെ പേടി വരത്തില്ല. എനിക്ക് ഇരുട്ടിനെ പണ്ടേ പേടിയില്ല. ഞാൻ ഇരുട്ടിനെ പേടിച്ച് ഈ മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് നടുക്കത്തെ മുറിയിൽ ഇരുട്ടാണ് ഓടുകയെന്ന്. അതൊരു 2-3 ക്ലാസ് കൊണ്ട് ഞാൻ നിർത്തി. പിന്നെ ഇരുട്ടത്ത് പോയി ഇരുന്ന് നോക്കി. യക്ഷിയും പ്രേതവും ഭൂതവും പിശാചും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പല കള്ളത്തരങ്ങൾ പറഞ്ഞിടത്തൊക്കെ പോയി ഞാൻ ഒറ്റയ്ക്കിരുന്നു. ശവക്കല്ലറെ പോയി ഇരുന്ന് നോക്കി. ഒരു മൈര് സംഭവിക്കുന്നത് ഞാൻ തന്നെ പോയപ്പോൾ, ആരോടും പറയാതെ പോയപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. എനിക്ക് അന്നൊരു ബുദ്ധി ഉണ്ടായിരുന്നു, ഇത് പോകുമ്പോൾ ആരോടും പറയരുതെന്ന്. കാരണം ഏതേലും മൈരം വന്ന് നമ്മളെ ഊമ്പിച്ചാൽ, നമ്മുടെ ആൾക്കാരാണല്ലോ അപ്പുറത്തേക്ക് ഇമാരെല്ലാം കല്ല് വലിച്ചറിഞ്ഞാൽ ഞാൻ പേടിച്ചു പോകത്തില്ലേ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പരിപാടി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ, റിസ്ക് എടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമേ അറിയാവൂ. എത്ര ഹൈ ആണ് റിസ്ക് എങ്കിലും ഒരാളെ അറിയാവൂ. കൊല്ലാൻ പോയാലും ഒരാളറിഞ്ഞാൽ മതി, വേറൊരാൾ അറിയരുത്. കൊല്ലാൻ പോവാണെങ്കിൽ വേറൊരാളോട് പറയേണ്ട കാര്യമില്ല. അതാ പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ ഏത് കാര്യമാണെങ്കിലും നമ്മളാണ് റിസ്ക്. നമ്മൾ വേറൊരാൾ പറഞ്ഞാൽ അത് ഡേഞ്ചർ കൂടുക.
അവൻ വേറെത്തോണ്ട് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളെ വീണ്ടും വന്ന് എന്തിനാ അത് ഉഴപ്പാൻ സാധ്യത ഉണ്ട്, പൊട്ടിപ്പോവാൻ പറ്റും, പേടിപ്പിക്കാൻ പറ്റും, ഇത് വെച്ച് ഭീഷണിപ്പെടുത്താൻ പറ്റും. എന്തോ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കൊല്ലാൻ പോകുമ്പോഴും ഒരാള് ഒറ്റയ്ക്ക് പോകുന്നതാണ് ഏറ്റവും പിടിക്കപ്പെടാനുള്ള സാധ്യത കുറവാ. പിന്നെ അതുമല്ല, നമുക്കൊരു 100% കൊല്ലാൻ തോന്നും. നമ്മൾ ഇത്ര ഇറങ്ങി വന്നാൽ നമ്മളല്ലേ പോകുന്നുള്ളൂ, വേറെ ആരും അറിയുന്നില്ലല്ലോ. കൊല്ലാന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യണ്ടേ. അതാണ് ഈ സീരിയൽ കില്ലേഴ്സൊക്കെ. മാത്രമല്ല, അല്ല ഞാൻ പറഞ്ഞ അറിയാം, ഇതിനകത്തൊരു അപകടം ഉണ്ടോ. നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ പണി ചെയ്യുമ്പോൾ താനിപ്പോൾ എന്തൊരു ഉടായ്പിന് പോകാന്ന് വിചാരിക്കുക, ഒരാളോടും പറയണ്ട, അത് തന്നെ അങ്ങ് ചെയ്യുക, തന്നെ തിരിച്ചു വരിക. ആരോടും പറയാതിരിക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടി തുടങ്ങും. മനസ്സിലായോ? മേക്കിംഗ് അവർ ഓൺ സീക്രട്സ്. അതൊരു സുഖമാണ്. ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഓൺ സീക്രട്സ്. എനിക്കറിയാം, ഞാൻ മാത്രം അറിഞ്ഞ കാര്യങ്ങൾ. ഞാൻ മാത്രം പോകും, ഞാൻ പറയും, പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രം അറിഞ്ഞ കാര്യങ്ങളുണ്ട്. ഞാൻ പറയും, പക്ഷെ പിന്നെ പറയും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇവിടെ പോയിന്ന് ദേവിയെ 4 തെറി വിളിച്ചു, യേശുവിനെ നല്ല പച്ചത്തെറി വിളിച്ചു, അല്ലെ ബൈബിളെ കയറി നിന്നു, കൊന്ത എടുത്ത് വെച്ചിട്ട് ഈയിടെ ഒരു കൊന്ത പറിച്ചെറിഞ്ഞതേ ഉള്ളൂ വണ്ടിക്കകത്ത്, ഒരു വണ്ടിയെന്ന് ഒറ്റയേറെ. അങ്ങനെയൊക്കെ ചെയ്ത് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുകയും ചെയ്യാൻ പേടി എല്ലാവർക്കും. പക്ഷെ ഞാനിതൊക്കെ ചുമ്മാ ട്രൈ ചെയ്തിട്ട് പറയാറില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ട പേടിക്കും ഇവന്മാര്. പിന്നെ എനിക്ക് എന്ത് വന്നാലും ഇവന്മാർ ഇതാന്ന് പറയും. എനിക്ക് അന്ന് അങ്ങനത്തെ ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 7 ക്ലാസ് കഴിയുമ്പോൾ തൊട്ട് ആരെയും അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ബൈബിളിന്റെ പേപ്പർ കീറിക്കൊണ്ടുപോയി വേറെ അങ്ങനെയൊക്കെ അവിടെ പ്ലെയിൻ പറപ്പിക്കുന്ന പോലത്തെ പരിപാടികൾ, അതൊക്കെ ചെയ്ത് നോക്കി. ഇതൊന്നും ആരും അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് കുറേ വർഷം കഴിയുമ്പോൾ എനിക്ക് അസുഖം കിട്ടി തുടങ്ങും. കാരണം ഇവന്മാരൊക്കെ ഇങ്ങനെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ മറ്റേ വർത്താനം പറയേണ്ടവരായിരുന്നല്ലോ, ഇവർക്കിത് പറയാനുള്ള അവസരം ഞാൻ കൊടുത്തില്ലല്ലോ, ഈ മയിൽ ഓടുന്നുണ്ടോ ആവോ, ഉണ്ട് കൊടുത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ത്രില്ല് വരും. അത് രസമല്ലേ? ഓഫ് ആകുമ്പോ ഈ പച്ച കേടും. ശരിയാ, ഞാനത് ഇപ്പഴാ ഓർത്ത്. അങ്ങോട്ട് ചെന്നപ്പോ എനിക്കത് കത്തിയാന്ന് വെച്ച. ഞാൻ പിന്നെ താനതൊക്കെ അറിഞ്ഞ് സീക്രട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? തനിക്കത് മനസ്സിലാവാൻ പാടില്ല. ഏത് അതാണല്ലോ ബിസിനസ്, എന്റെ സെല്ലിംഗ് പോയിന്റ്. അത് ഞാൻ ആരെയും പറഞ്ഞു പഠിപ്പിക്കാറില്ല. പക്ഷെ താൻ കഴിവുള്ളവനും ബുദ്ധിയുള്ളവനും ആയതുകൊണ്ട് അത് മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസം എന്റെ കൂടെ ഇരുന്നുകൊണ്ടായിരിക്കാം കുറെ ബുദ്ധി കൂടിയിട്ടുണ്ട്. ഇങ്ങനെ പറയുന്നൊരു കൂട്ടുകാരൻ എനിക്കുണ്ട് കേട്ടോ. ആണോ? നമ്മൾ പറയും, ഇത്ര നേരം എൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് നീ ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ. ചിലര് ചോദിക്കത്തെ കേട്ടിട്ടില്ലേ? കഴിഞ്ഞിടയ്ക്ക് ഒരാള് ചോദിച്ചില്ലേ, അതൊരു പ്രത്യേക കഴിവല്ലേ. ഇനി എന്തെങ്കിലും അറിയാമെന്ന് വിചാരിക്കുക, അത് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനകത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയുണ്ട്, ഞാൻ മിടുക്കലല്ലേ എന്നൊക്കെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞിട്ടങ്ങ് വിടുക. ഇത് എന്റെ ആണെന്നോ നിന്റെ അങ്ങനത്തെ സംഭവം ഇല്ല. എത്രയോ പേരെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും, എന്തെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു ആവശ്യമില്ല. എല്ലാം വേണ്ടി ഇയാൾക്ക് ഇത് പറഞ്ഞു കൊടുത്തു, അയാൾക്ക് അറിയാത്തൊരു കാര്യമാണ്. അത് നമ്മളങ്ങ് പറയും. ഞാനിത് വലിയ സീരിയസ് ആയിട്ട് പഠിപ്പിക്കുന്ന പോലെ ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കറിയാവുന്ന പല കാര്യങ്ങളും ഞാൻ പലരോടും പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യും. കൂടിയിരുന്നൊക്കെ ചെയ്ത് കളയും. എന്നിട്ട് കാണിത് ഇങ്ങനെ അങ്ങനെയാ മറ്റേതാണ് ഇത്രയൊക്കെ ഉള്ളത്, ബാക്കിയൊക്കെ തന്നെ വരുമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവാ. അല്ലാതെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എങ്ങനെയുണ്ട്, മെച്ചപ്പെടുവോ, ഞാൻ കാരണം നീ അങ്ങ് രക്ഷപ്പെടാൻ പോവാ അല്ലേ, കുറച്ച് പൈസയൊക്കെ കിട്ടി, അതെല്ലാം ഞാനാ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെയൊക്കെ ഒത്തിരി തരത്തിൽ നമുക്ക് വേണേൽ ഒരാളെ തരം താഴ്ത്താനോ ഉയർത്തിപ്പിടിക്കാനോ അങ്ങനെ തോന്നിപ്പിക്കാനോ പറ്റും. ഈ തോന്നൽ സ്വയം ഉണ്ടായിപ്പോയാലേ മറ്റൊരിടത്തുനിന്ന് ഇത് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? താൻ ഒന്നെങ്കിൽ താൻ വലിയവനാണെന്ന് തനിക്ക് തോന്നണം, അല്ല തനിക്ക് ചെറിയതാണെന്ന് തോന്നണം. അപ്പോൾ പ്രശ്നമാണ്. കാരണം താൻ വലിയവനാണെന്ന് തോന്നിയാൽ യഥാർത്ഥത്തിൽ താൻ ഏറ്റവും വലിയവനല്ല. അങ്ങനെ ഏറ്റവും വലിയൊരാളിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല. മറ്റേ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ജാതി വെച്ച് പറ്റത്തില്ല, രാജ്യം വെച്ചും പറ്റത്തില്ല. മനസ്സിലായോ? അങ്ങനെ ക്ലാഷ് ഉണ്ടായാലും ഇപ്പോൾ അമേരിക്കയിലും യൂറോപ്പിനും റഷ്യനോടെ കണ്ടു കഴിഞ്ഞാൽ 3 പേര് സമ്മതിക്കത്തില്ല. ചൈനക്കാരനോടുണ്ടെങ്കിൽ പറയണ്ട, ഒരു കാരണവശാലും അവർ സമ്മതിക്കത്തില്ല. ആ പ്രശ്നം അങ്ങ് തീർന്നു അവിടെ. അങ്ങനെ ആരും ഇല്ല. മനസ്സിലായത് എനിക്ക്? ഇന്ത്യക്കാരന് തോന്നാൻ വേണേ മറ്റേ അമേരിക്ക വലുതാന്ന് ഉറപ്പായിട്ടും തോന്നും, ചൈനയും വലുതാന്ന് തോന്നിപ്പോകും. കാരണം അവർ അത്രയും ഫെസിലിറ്റിയിൽ ജീവിക്കുന്നവരായതുകൊണ്ട് തോന്നും. പക്ഷെ അവർ തമ്മിലില്ലല്ലോ. അപ്പോൾ അവർ ഈക്വൽ ആയില്ലേ? നമുക്കില്ല.
നമ്മൾ വിടുന്നോണ്ട് ഒരു കാരണവശാലും നമ്മുടെ ഇടയിൽ ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റും. അമേരിക്ക ഞാൻ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അമേരിക്ക തന്നെയാണ്. ഇപ്പൊ അത് ശരിയാ, ഒരു പരിവം വരെയൊക്കെ ഓക്കെ. പക്ഷേ അത് പറയാൻ പറ്റത്തില്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചൈന ഭയങ്കര പവർഫുൾ ആണ്. പവർഫുൾ ഇൻ ദ സെൻസ്, അതായത് ടെക്നോളജി കംപ്ലീറ്റ് അമേരിക്കയുടെ കയ്യിലാണ്. എല്ലാ അടിയുണ്ടായ ചൈനയൊക്കെ ചിലപ്പോൾ ഒറ്റയടിക്ക് തിരിച്ച് മറിച്ച് ഊരെ കളയും. ഇതെല്ലാം അലയൻസ് പോലെ ഇരിക്കും. ഇനി യുദ്ധമൊന്നും ഉണ്ടാകത്തില്ല, എന്നാലും ഞാൻ പറയുക ചിലപ്പോ സാറ്റലൈറ്റ് ഉണ്ടാവില്ലല്ലേ, കാണത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. അതിന് എങ്ങനെയൊന്നും ചിന്തിക്കാൻ അവർക്ക് തമ്മിൽ ആ ധാരണയൊന്നും ഇല്ലടവും. നമുക്ക് ഈ കഥയിലുള്ളതാ, വാർത്തകളിലൊക്കെ ഈ സാധനം ഇങ്ങനെ വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞ് അവരുടെ അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെ പറയാവുന്നേ ഉള്ളൂ. ആർക്കും ആരെയും അങ്ങനത്തെ പേടിയൊന്നും ഇല്ല, സിറ്റിസൻസിനും ഇല്ല. ഭയങ്കര സൂപ്പറാണ്, അമേരിക്കക്കാരെ ഏറ്റവും സൂപ്പറാന്നൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെയൊക്കെ ഉള്ളൂ. അത് ചൈനയിലൊന്നും അവർക്ക് അറിയത്തുപോലുമില്ല അവിടെ എന്തോ നടക്കുന്നു, നിർബന്ധമൊന്നുമില്ല. അവർക്ക് അവരുടെ ഇഷ്ടം പോലെ സൗകര്യങ്ങളും അവിടെ റോബോട്ടിക്സ് ഒക്കെ തുടങ്ങി. ഇതാണ്ട് കണ്ടില്ലേ, ഇപ്പൊ എയുടെ പേരിൽ ഒരു അടി ഉണ്ടാകുന്ന കണ്ടില്ലേ, മറ്റേ എന്തോ അതിന്റെ പേര് അലക്സിയോ എന്തോ അതിന്റെ പേര്, ഡീപ് സീക്ക്. ഡീപ് സീക്ക്, അത് തന്നെ. ഈ സാധനം അവിടെ ഡെവലപ്പ് ചെയ്യുന്നു, ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നു, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ എല്ലാം നടക്കുന്നു. രണ്ടുപേർക്കും കച്ചവടം നടക്കും. അമേരിക്ക ചെയ്തിട്ടുള്ള പരിപാടികളിൽ കുറച്ച് വേറെ പരിപാടികളുണ്ടോ സംഭവം ഇല്ലെന്നല്ല ഈ സാധനം, ഈ ഐഡിയ എവിടെ തോന്നുന്നു, ഏതുള്ള സാധനം എവിടെ തോന്നുന്നു. ഇത് കണ്ടോണം, ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇമാർ ഒരെണ്ണം അവിടെ ഉണ്ടാക്കുന്ന സമയത്ത് ഇമാർ 1,00,000 ഉണ്ടാക്കും. അതാണ് അതിന്റെ വ്യത്യാസം. പിന്നെ ടെക്നോളജിക്ക് പൈസ അവിടെ കിട്ടും, അത് വേറെ കാര്യം. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഒന്നും അമേരിക്കയൊന്നും അല്ല. ഇപ്പൊ മെഡിക്കൽ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഡെവലപ്മെന്റ് നടക്കുന്നത് വേറെ പല രാജ്യങ്ങളും നടക്കുന്നുണ്ട്. പല ഒരു രോഗങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കുന്നത് വേറെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക, സ്പേസിലോട്ട് പോകുന്നത് വേറൊരു നടന്നുകൊണ്ടിരിക്കുക, സിമെന്റിൽ റിസർച്ച് നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഇനി സിമെന്റ് വേണ്ടെന്ന്, അതാണ് അടുത്ത റിസർച്ച് കണ്ടുപിടിച്ചത്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സാധനങ്ങളിലാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, സ്ക്രീൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, നെറ്റ്വർക്ക് പാക്കേജ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാം ഡെവലപ്പ് ചെയ്യും. ഈ ലൈറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ അതെല്ലാം മാറിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എല്ലാം ഇതൊരു പഴയ കഥയാണ്. അത് അല്ല ഒന്നുമില്ല, അത് കള്ളത്തരം ഉണ്ട് അതിനകത്ത്. അത് കഴിഞ്ഞതാ, അതിനി വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാ നമ്മൾ ഇന്നത്തെ കാലം എന്തൊക്കെയാ നിൽക്കുന്നത് കണ്ടേക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരെണ്ണത്തിന്റെ ഏതൊരു സാധനം കണ്ടുപിടിച്ചിട്ട് ആടെ പേര് ഓർമ്മയുണ്ട്. ആകെ ന്യൂട്ടനോ എന്തോ വേറെ ടെസ്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. ഈ ലേറ്റസ്റ്റ് കണ്ടുപിടുത്തം നടത്തി നോക്കാൻ പോയാൽ എന്തെല്ലാം കണ്ടുപിടിച്ചേക്കുന്നത്. ഒന്നിന്റെ സയന്റിസ്റ്റിന്റെ പേര് നമുക്ക് ഓർക്കാൻ പറ്റത്തില്ല, മടിക്കാനും പറ്റത്തില്ല. ഇന്ത്യ അങ്ങനെ ഒരു അത് ശരിയാ, മെയിൻ. അത് കഴിഞ്ഞല്ലേ ഇത് കണ്ടുപിടിച്ചത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ല ഇപ്പോൾ ഉള്ള എന്തെങ്കിലും സാധനം എന്തെല്ലാം അവിടെ പുതിയത് വന്നിരിക്കുന്നു, ഒന്നിന്റെ ഈ സാധനത്തിന്റെ പേര് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇപ്പൊ ആരും അറിഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ GK-യിലുള്ള അതും പോയി. GK വലിയ ബേസ് അല്ല ഒന്നിന്റെ. ഇപ്പൊ ഡിവൈസസിൽ ഇരിക്കുന്ന ഈ പറഞ്ഞ മെമ്മറി ഡിവൈസസിൽ ഇരിക്കുന്ന അത്ര സാധനം ഒരുത്തന്നെ തല ഇരുത്താൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് മെമ്മറി ഡെവലപ്പ് ചെയ്യുന്ന ടൈപ്പ് പഠന രീതികൾ മാറി. നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ ഈ ഹാർഡ് ഡിസ്ക് കൂടുതലും കറുത്തതാണ്, മനസ്സിലായില്ലേ? പിന്നെ എഡ്യൂക്കേഷനകത്ത് നമ്മൾ ഈ കോട്ടൊക്കെ ഇടുമ്പോൾ കറുത്തൊരു സാധനത്തിനകത്ത് ഇരിക്കും. ഇത് എഡ്യൂക്കേഷന്റെ കളർ ബ്ലാക്ക് ആണെന്നാ പറയുന്നത്. അങ്ങനെ ഒരു സാധനം അതിന് ക്രെഡിറ്റ് ആയിട്ട് കൊടുത്തു. കളറിന്റെ ബേസിലൊക്കെ കളർ റെഡ് എന്ന് പറഞ്ഞാൽ ലവ്, വൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ഡിവൈനോ എന്തോ പറയാ, അത് വൈറ്റ്. അങ്ങനെ യെല്ലോ എന്ന് പറഞ്ഞാൽ SNDP. അത് വേറെ ആർക്കും കൊടുക്കത്തില്ല. യെല്ലോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിക്കോളും ഏതോ വരുന്നുണ്ട്. അങ്ങനെ കാവി എന്ന് പറയുമ്പോൾ അങ്ങനെ പച്ച, പക്ഷെ വെള്ളയിൽ വരണം. പിന്നെ അശോക ചക്രം, ശോകം മാറണമെങ്കിൽ അതും വെള്ള വരണം. മനസ്സിലായവർക്കായി സ്വോത്രം ചെയ്യുന്നു. ഇതാണ് കളറ്. പിന്നെ ഈ പ്രശ്നം നമ്മുടെ വിഷയം ശരിക്കും നമ്മുടെ പെങ്കൊച്ചിന്റെ വിഷയമാണ് വിഷയം. ഇതിനകത്ത് ഹിതം സുന്ദരി അവള്, അതൊന്നുകൂടി ആ പെങ്കൊച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്താണത്, ഞാൻ അതിന്റെ ഫോട്ടോ AI-ല് ഒന്ന് എൻഹാൻസ് ചെയ്ത് നോക്കി കേട്ടോ. അത് എൻഹാൻസ്മെന്റ് കംപ്ലീറ്റ് ആയില്ല ഞാൻ, പക്ഷെ ഒന്നുകൂടെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ പെങ്കൊച്ചിനെ കണ്ടപ്പോൾ ആകെ തോന്നിയത് ഒരു ക്രഷാ. മനസ്സിലായോ? എനിക്ക് ക്രഷാ തോന്നിയത്, അല്ലാതെ എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല. ഉള്ള കാര്യം പറഞ്ഞില്ല. അവര് ഒളിച്ചോടിയതോ ഇതൊന്നും എനിക്ക് വിഷയമല്ല. സത്യമായിട്ട് ഇനി മുതൽ ആരെങ്കിലും ക്രഷ് അടിച്ചോണ്ട് വന്ന ഫസ്റ്റ് ഞാൻ അടിച്ചേ ക്രഷ്. ഏടോ അതിന് മുമ്പ് ഞാൻ അടിച്ചിട്ടിരിക്കണേടോ. ഓ അത് ശരി. ഏടോ ഞാനിത് ഇന്നലെ മിനിഞ്ഞാന്ന് എന്റെ മെസ്സേജ് വന്ന സമയത്താണ് ആ മെസ്സേജ് വന്നെന്ന് നോക്ക്. ഇത് ഇറങ്ങിയപ്പോ എനിക്ക് മെസ്സേജ് കണ്ടത്. ഞാൻ ഇന്നലെ കണ്ടു. ഞാൻ തെളിവ് കാണിച്ചു തരാവേ.
ഫസ്റ്റ് അതിപ്പോ താൻ എനിക്ക് അയച്ചു തന്നെ തോന്നുന്നു, അങ്ങനെ ഞാൻ കണ്ടെന്ന് തോന്നുന്നത്. അവളെ എന്റെയാ എടുത്തു ഞാൻ ആദ്യം കണ്ടത്. അങ്ങനെ അപ്പൊ എന്റെ അല്ലേ. ഓക്കെ, ഞാനത് താനത് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ഞാൻ അതുകൊണ്ടാണോ അത് ഫോർവേഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നത്. അല്ല ഞാൻ ശ്രദ്ധിക്കത്തില്ല ഒന്നും. ആരും ഒളിച്ചോടിയാ നമ്മളെന്തിനാ ശ്രദ്ധിക്കുന്നത്? ശരിയാണ്, വീഡിയോ വരുന്നത് ഞാൻ അതുകൊണ്ടല്ല. പെങ്കൊച്ചിനെ കാണാൻ നല്ല രസമാണ്. ഞാൻ ആ സാധനം ക്ലിക്ക് ചെയ്ത് കണ്ടപ്പോ തന്നെ ഞാൻ ഓക്കെ, അടിപൊളി. എനിക്ക് എപ്പോഴാണ് ഇഷ്ടപ്പെട്ടത് എനിക്ക് അവിടെ തോന്നി. ഞാൻ കണ്ടപ്പോ തന്നെ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ വീഡിയോ തീരാറായപ്പോ അവള് തന്നെ പുറത്തോട്ട് ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. ഇങ്ങനത്തെ സാധനം ഇങ്ങനെ നോക്കുന്ന ഒരു സാധനം, അതായത് സൈഡ് ഫേസാ. എടാ മയിലെ നോക്ക് പോയി അത്. എന്നിട്ട് പറ ഓണാന്ന് നോക്കിയിരിക്കുക. ഊളകള് സൗന്ദര്യബോധം ഇല്ലാത്തവന്മാര് ഇങ്ങനെ ഇരിപ്പിരുന്നപ്പോ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ആ ആംഗിള് നല്ല ലൈറ്റ്, ചെറിയ ലൈറ്റിങ്ങിലാണ് കാണുന്നത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ക്യാച്ച് ചെയ്തു. ഞാനത് എന്റെ കിട്ടി അവിടെ കിട്ടിയത്. ഇങ്ങനത്തെ ഒരു സാധനം. അത് കഴിയുമ്പോ അവൻ വന്നിട്ട് മുഖം ഇട്ട് വരയ്ക്കുവോ. എനിക്ക് ദിലീപിനെ പോലെ തോന്നി കണ്ടിട്ട്. എനിക്ക് അവനെ കണ്ടിട്ടേ അവൻ പോരാ, അവൻ കൊള്ളത്തില്ല. ദിലീപിനെ പോലെ ഉണ്ടെന്ന് സിനിമ, ദിലീപിനെ പോലെ ഇരിക്കുന്നു. ആ ഒരു സ്റ്റൈലായി എനിക്ക് ഇഷ്ടമല്ല. അവനിങ്ങനെ എന്തോ കാണിച്ചത് അങ്ങനെയല്ല, ലവ് മേക്കിംഗ് അങ്ങനെയല്ല. അതിനൊക്കെ നല്ല വൃത്തിക്ക് നല്ല ഇതെന്തോ പ്ലാൻ ചെയ്ത് അറിയാൻ പാടില്ലെങ്കിൽ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? നീ പോയി വേറെ ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു ദൂഷിച്ച പരിപാടി എന്നാ അറിയാം. ഈ നാട്ടില് ലീക്ക് വീഡിയോ വരും. ലീക്ഡ് വീഡിയോസ് ഈ പെണ്ണ് കാണും കൂടെ കിടന്ന് മുട്ടി വരുന്ന പരിപാടി കാണിക്കും. ഇതുപോലെ തറ ലവ് മേക്കിംഗ് സീൻസ് ലോകത്ത് ഒരിടത്തും വരത്തില്ല. എല്ലാം ഞാൻ ശ്രദ്ധിച്ചു നോക്കൂ. വേറെ ഇപ്പൊ ഫിലിപ്പീനോസിന്റെ വീഡിയോ ലീക്ക് ചെയ്തു. അല്ല അവര് വേണ്ട വന്നൊരു കളി അങ്ങ് അവതരിപ്പിക്കുക. പല വെബ്സൈറ്റിലും വരുന്ന സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യ കാലത്ത് താൻ ഓർക്കുന്നുണ്ടോ, കാമുകിയും കൂടെ ചേർന്നിട്ട് ഇങ്ങനെയൊക്കെ മൊബൈൽ പിടിച്ചിട്ട് എടാ ഇവന്മാരെന്തുവാണ് കാണിക്കുന്നേ? ഓ ഇത്രയും തറ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഇത്? പിന്നെ ഡിസ്കംബി ആയി പോകുന്നത്. ഇത് കാണാൻ തോന്നത്തില്ല നമുക്ക്. ഇത് പെണ്ണ് തുണിയിലായിരിക്കുകയോ എന്തോ വേണേ കാണിച്ചു. ഇവളുടെ ശരീരം ഒന്നും കണ്ടാൽ നമുക്കൊന്നും തോന്നത്തില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവര് ചെയ്യുന്ന കണിയും കൂടെ കണ്ടു കഴിഞ്ഞാണല്ലോ ഒരയ്ക്കോ അമർത്തുവോ ഏതാണ്ടൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ പിടുത്തമൊക്കെ കാണണം. അയ്യേ MMS ഒക്കെ അയ്യേ ആണെന്ന്. പഴയ തുണ്ട് ഓർക്കുന്നുണ്ട്, വാട്സപ്പിൽ തുണ്ട് വരുന്ന സമയമുണ്ട്. അപ്പൊ ഈ മലയാളി തുണ്ട് വന്നുണ്ടല്ലോ കോമഡി കൊള്ളത്തില്ല. നല്ല കോമഡി തുണി പറിച്ച് കാണിക്കുന്ന സീ പെണ്ണുങ്ങള്. നല്ല കോമഡി കാണാന്ന്. കോമഡികൾ ചില അളിയന്മാരിങ്ങനെ എന്നിട്ട് നോക്കി ചെന്നിട്ട് അവിടെ ചെന്ന് എന്തെങ്കിലും കാണിക്കും. അത് ഇവിടെ വന്നിട്ട് ഏതോ അഭിനയിക്കുന്നു. ഇതെങ്ങനെ ഇതിങ്ങനെ വെക്കും. ഒരിടത്ത് ചാരിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഓടിച്ചെല്ലു ഇവൻ. കണ്ടിട്ടുണ്ടോ ചാടിക്കാട്ടിലേക്ക് കയറി വീഴുന്നത്? പക്ഷെ ഒന്ന് രണ്ടെണ്ണം സൂപ്പർ വന്നാന്ന്. മൈസൂർ മല്ലിക അങ്ങനെയൊക്കെ പറഞ്ഞ എന്തോ സാധനം വന്നത് നല്ല സ്റ്റാൻഡേർഡ് കളിയാണ്. വളരെ കുറച്ച് പേര് നല്ല രീതി മനസ്സിലാക്കാം. നമുക്കറിയാം അത്രയും തന്നെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. സെക്സ് എന്ന് പറഞ്ഞ വിഷയത്തിൽ ഇത്രയും പരാജയപ്പെട്ട മനുഷ്യര് ലോകത്തുണ്ടാകത്തില്ല. ഇവിടെ മറ്റേ ഏതോ അമ്പലത്തിന്റെ ഒക്കെ ചോരയിലൊക്കെ വരച്ചു വെച്ചേക്കുന്ന അല്ലാതെ ഈ പട്ടന്മാർക്ക് വേറെ ഒന്നും അറിയത്തൊന്നുമില്ല. അന്നെങ്ങാണ്ട് ഏതോ സ്പായുടെ ഉണ്ട്. അത് സ്പായാന്ന് തോന്നുന്നു പഴയ. അതിന്റെ പരസ്യമുണ്ട അതിന് അമ്പലം എന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളു ഇവിടെ. പിന്നെ വാത്സ്യാനോ ഒരുത്തന്നെ എഴുതിയില്ല കാമസൂത്ര. ഇത് കണ്ട് വലിയ പുക്കാന്നാ പറയുന്നത്. അതിനകത്തൊരു പഴമില്ല. അതൊന്നും പോരാ. അത് പോരാ. അതിനകത്ത് പറയാത്ത കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പുതിയ പരിപാടികളുണ്ട്. ഒരു കൊതുക് കിടന്ന് കളിക്കുന്നുണ്ടല്ലോ. പുതിയ പരിപാടിയല്ല, അത് ചിലപ്പോൾ പഴയ പരിപാടി. പഴയതൊന്നും അല്ല. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് പറഞ്ഞിട്ടേ ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി ഞാൻ വായിച്ചൊക്കെ നോക്കിയതാ. അവർ ഈ പൊസിഷൻസും മറ്റതും മറിച്ചും ഒക്കെയാ കൂടുതൽ പറയുന്നിരുന്നു. അതൊന്നും അല്ല എൻ്റെ കാര്യം. അങ്ങനെ അവൻ പരാജയമായിരുന്നു. പിന്നെ ഞാൻ തിരിഞ്ഞു തരുന്നത്. പിന്നെ പെണ്ണിന്റെ കണ്ണിനൊരു പ്രത്യേകതയുണ്ട്. മൂക്ക് ഒരു പ്രത്യേകതരം മൂക്കാണ്. പക്ഷെ ഏറ്റവും ഗംഭീരം തോന്നുന്ന ചുണ്ടും കണ്ണുമാണ്. കണ്ണിങ്ങനെ എല്ലാം പോലെ നിൽക്കുന്ന ഞാൻ നോക്കിയപ്പോ അത് തന്നെ ഇങ്ങനെയാണ് ഇരിക്കുന്ന കണ്ണ്. ആ കണ്ണ് ഇങ്ങനെ ദൂരേക്ക് നോക്കുന്ന കണ്ടുമുണ്ടല്ലോ. ആ കുംഭമേളയ്ക്ക് ഒരു പെണ്ണ് വന്നാണ്. അതിനേക്കാൾ നല്ലതായത്.
ഡെഫിനറ്റ് കുംഭമേളയ്ക്ക് വന്ന പെണ്ണ് ഇത്ര പോരാ. കുംഭമേളയ്ക്ക് വന്ന പെണ്ണൊന്നും ഇതുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. ഇതെനിക്ക് ഒരു സൂപ്പർ മോഡലാണ്. നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് ആ അത് മൂക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ഹോട്ടാണോ, നല്ല രസമുണ്ട് പെണ്ണ്. നല്ല സുന്ദരിയുമാണ്, ബ്യൂട്ടിഫുൾ ആണ്, ഹോട്ടാണ്. അങ്ങനെ ഒരു പെങ്കൊച്ചും ഒരു ചെറുക്കനും സാധാരണപ്പെട്ട ഒരുത്തരും ഒരു കട്ട മീശയൊക്കെ വെച്ചിട്ട് ദിലീപിനെ പോലെ ഇരിക്കുന്ന ഒരാള് ബോഡി ഷേമിങ്ങോ ഇങ്ങനൊന്നും പറയാൻ പാടില്ല കേട്ടോ. സ്ത്രീകളെ വർണ്ണിക്കരുതെന്നാ പറഞ്ഞത്. ഇത് അപാരമായി വർണ്ണിച്ചൊന്നുമില്ല, ചുണ്ടും കണ്ടും മാത്രമല്ല, ഒരു ശരീരത്തിൽ ഇനി ഒരുപാട് ഭാഗങ്ങളുണ്ട് വർണ്ണിക്കാൻ. അപ്പോൾ മുഴുവനായിട്ടില്ല, ചെറിയൊരു വർണ്ണനയെ നടന്നിട്ടുള്ളൂ. കോടതി ഒന്നും തോന്നരുത്, അവനോടൊന്നും തോന്നരുതേ കോടതി. അപ്പോൾ ഇതിനകത്ത് ഈ രണ്ടുപേര് തമ്മിൽ അവിഹിതം എന്ന് പറയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോൺട്രാക്റ്റിന് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുകയും അങ്ങനെ നമ്മൾ വിഷയത്തിൽ നിന്ന് ഒരുപാട് വഴുതിപ്പോയി, തെന്നിമാറി, അലഞ്ഞ് തിരിഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ ഈ വിഷയത്തിൽ നിന്ന് വരുവാനില്ലാരുമീ വിജനമീ വഴിക്കറിയാ പ്രിയമുള്ളൊരാളാരോ വരുമെന്നു സൈക്കിളൊക്കെ ചവിട്ടി അങ്ങ് പോവാ. മാരുതി കാർ അവിടെ കിടക്കുക, അവനൊന്ന സൈക്കിള് ചവിട്ടി പോകണമെന്ന്. സൈക്കോ പ്രാന്ത് ആർക്കാന്ന് എനിക്കറിയാൻ പറ്റും. എന്തിനാട്ടെ ഈ പറഞ്ഞ വിഷയത്തിൽ നമ്മൾ മാറരുത് ഒരിക്കലും കേട്ടോ. അത് ശരിയല്ല. ഇത് കണ്ടോണ്ടിരിക്കുന്നവരെ പൊട്ടനാക്കുന്ന പോലെ തോന്നുക. നമ്മൾ പല വിവരങ്ങളും അറിവുകളും പകർന്നു കൊടുക്കുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ തുപ്പും തൂറിവാരി എറിയും. പക്ഷെ എന്നാലും നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകരുത്. മനസ്സിലായി. വിഷയത്തിന് വേണ്ടിയിട്ടാണ് ആളുകൾ നമ്മുടെ വിഷയങ്ങളെ ശ്രദ്ധിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ വിഷയം ഉണ്ടാക്കുമ്പോൾ അല്ലെ വിഷയത്തിലേക്ക് എത്തുമ്പോൾ ആ വിഷയമാണ് അവരുടെ വിഷയം. ആ വിഷയത്തിൽ നിന്ന് നമ്മൾ മാറുക എന്ന് പറയുന്നത് അവർക്കുള്ള വിഷയമുണ്ടല്ലോ, ആ വിഷയത്തോട് ചെയ്യുന്ന ഒരു അനീതിയാണ് നമ്മൾ വിഷയത്തിൽ നിന്നും വഴിമാറുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് നമ്മൾ വിഷയത്തിൽ നിന്ന് വഴിമാറരുത്, നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്ന കാര്യം, ആ അവിഹിത പരിപാടിക്കിടയിൽ ഞാൻ കണ്ടത് ഇതാണെങ്കിൽ നിങ്ങൾ കണ്ടത് എന്ത് അല്ലേ? അവര് പറയുക, ഈ ആൾക്കാർ പറയുവാണേ അവൾക്ക് കൊച്ചുണ്ട്, അവന് 2 പിള്ളേരുള്ളതാണ്, അവളുടെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെയാണ് അവൾ ഒളിച്ചോടി എന്നൊക്കെ പറയുന്നത്. എന്തിനാട്ടെ അവർക്ക് തമ്മിൽ എന്തോ ആവണം. ഇവർ കോൺട്രാക്റ്റിനുള്ളവരും ഇല്ലാത്തവരും എന്തോ ആയിക്കോട്ടെ, ഇവര് 2 പിള്ളേരുണ്ട്, ഇവർ കല്യാണം കഴിച്ചു, കുറച്ച് നാൾ മുമ്പ് കല്യാണം കഴിച്ചേ. ഒരാളെ കല്യാണം കഴിക്കുകയോ പ്രേമിക്കുകയോ എന്ത് ചെയ്തെന്ന് പറയാനുണ്ടല്ലോ. ഇത് സ്ഥിരമായിട്ട് ഇരിക്കേണ്ട സാധനമാണെന്ന് ആരാ പറഞ്ഞ്? അങ്ങനെ അല്ലത്, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. കാരണം നിനക്ക് ഈ 12ാമത്തെ വയസ്സിൽ തോന്നിയ സാധനം 20ാമത്തെ വയസ്സിൽ തോന്നത്തില്ല. 20ാമത്തെ വയസ്സിൽ തോന്നിയ സാധനം ഒരു 28ആകുമ്പോൾ തോന്നത്തില്ല. 34ആകുമ്പോൾ വീണ്ടും മാറും. 40ആകുമ്പോൾ കുറച്ച് ഹോർമോൺ താന്നിട്ട് വേറെ സാധനം വരും. ചിലപ്പോൾ 50ാമത്തെ വയസ്സിൽ ജെൻഡറെ മാറിപ്പോകും. ചിലപ്പോൾ 30ാമത്തെ വയസ്സിൽ ജെൻഡർ തന്നെ മാറിപ്പോയില്ല. എത്രയോ ആൾക്കാരെ കണ്ട് പെണ്ണാണായി ഇതിനിടയപ്പെട്ടു, അവിടെ പോയി ഇവിടെ പോയി എന്തും ആവാം. അതിനിടയിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടും എന്തുകൊണ്ടാണ് ഈ കാര്യത്തിലൊരു തീരുമാനത്തിലൊരു മാറ്റമോ ഒരു ഇഷ്ടക്കേടോ ഇഷ്ടക്കൂടുതലോ അല്ലെങ്കിൽ വേറൊരിടത്തോട്ട് മാറണമെന്നോ വരണമെന്നോ ആൾക്കാർക്ക് തോന്നുന്നതിന് ഇവന്മാർക്ക് ഇത്ര പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ സംസാരിക്കുന്ന വിഷയം വേറെയാണ്. ഇവരപ്പോഴും സംസാരിക്കുന്നത് കോൺട്രാക്റ്റിനെ പറ്റിയാണ്. മനസ്സിലായില്ലേ? കോൺട്രാക്റ്റിൽ പെടാൻ പറ്റിയ ആൾക്കാരൊന്നും അല്ല മനുഷ്യർ തമ്മിൽ കോൺട്രാക്റ്റ് ഭയങ്കര ഫെയിലിയറാണ്. അത് പിന്നീട് ചരിത്രത്തിൽ ഇത് വരുമ്പോൾ ഉണ്ടല്ലോ, ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും അധപ്പതിച്ച, ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ അടിച്ച, മാനസിക രോഗികളായിട്ട് ജീവിച്ച മനുഷ്യർ ഉള്ള കാലഘട്ടം എന്ന് പറയുന്ന ഈ കല്യാണവും പരിപാടിയൊക്കെ കോൺട്രാക്റ്റിൽ കൊള്ളിച്ചിട്ട് ഇങ്ങനെ ഏകപ്രതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലോട്ട് വരും. പിന്നെ കോണ്ടം എറാന്ന് പറഞ്ഞ് 1980 തൊട്ട് ഒരു 2030 വരെ കോണ്ടം എറാന്ന് പറഞ്ഞൊരു എറ വരും. അതിനകത്ത് ഇങ്ങനെ ആയിരിക്കും ആ വർഷങ്ങളിങ്ങനെ കോണ്ടത്തിനകത്തായിരിക്കും എഴുതുന്നത്. 1980 മുതൽ 2030 വരെ. അത് കഴിയുമ്പോൾ കോണ്ടോ ഇല്ല, ഒരു മൈരും ഇല്ല, കോൺട്രസെപ്റ്റീവ്സ് വേറെ സ്റ്റൈലിലോട്ട് മാറും, ഈ സൈസ് പ്രശ്നങ്ങൾ നിൽക്കും. അത് നടക്കാൻ പോകുന്നത് ഈ കോണ്ടം എറയിലാണ് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ ഉണ്ടായത്. എന്നിട്ട് ഇവന്മാർ ഏറ്റവും പന്ന മനുഷ്യരായിട്ട് ഇവിടെ ജീവിച്ചിരുന്ന ഇന്നത്തെ കാലത്ത് യുദ്ധം അടക്കമുള്ള പരിപാടികൾ, പെണ്ണിന് വേണ്ടി അടി, മണ്ണിന് വേണ്ടി അടി, പെണ്ണിനെ സ്നേഹിക്കാതെ ചെറായിയെ സ്നേഹിക്കുക,
സ്ത്രീ തീട്ടായെ സ്നേഹിക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തിയ ആൾക്കാർ ഇതൊക്കെ ഈ കാലഘട്ടത്തിലാണ് വരുന്നത്. ഇതിന് പറ്റിയ പരിപാടി അല്ല ഇത്. ഇത് പിന്നെയും ഇപ്പോഴും ചില രാജ്യങ്ങളിൽ മെജോറിറ്റി പോപ്പുലേഷൻ ഈ പ്രശ്നത്തിൽ പെട്ടേക്കുന്നത്. പക്ഷേ ചില രാജ്യങ്ങളിൽ ഇത് ഫ്രീയാ. സെക്സ് ഒന്നും ഇത്ര ഭയങ്കര റെസ്ട്രിക്റ്റഡ് ഒന്നും അല്ല. അവിടെ അമ്മയുടെ മോനും അല്ല ഭാര്യയും കൊച്ചും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സ്റ്റേറ്റ് മാറുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ മൈക്രോ ഫാമിലി വന്നു. ഈ മൈക്രോ ഫാമിലി ലോകം മുഴുവൻ വന്നു. പക്ഷേ ഇന്ത്യ മാത്രം അപ്പോഴും പഴയ സിസ്റ്റത്തിൽ നിന്നു. മനസ്സിലാകുന്നുണ്ട് വ്യത്യാസം? അവിടെ ഊമ്പൽ പറ്റിയത്. ഈ വോട്ടർമാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇവിടെ നിന്ന് ചർച്ച ഇപ്പോഴും ഹിതം അവിഹിതം, അവർ തമ്മിലുള്ള ബന്ധം, അങ്ങനെ ചെയ്യാമോ? മനസ്സിലാകുന്നുണ്ട്? ഇത് ചോദിക്കാനും പറയാനും ഉണ്ടായ കാരണം എന്തെന്ന് ഇവർക്ക് അറിയത്തില്ല. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയിലും യൂറോപ്പിലും എല്ലായിടത്തും മൈക്രോ ഫാമിലി ആവുന്ന ഒരു കാലഘട്ടം എടുത്ത് നോക്കി അവർ ആ സിസ്റ്റം മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് ഫാമിലി എന്നൊക്കെ വിട്ടിട്ട് സ്റ്റേറ്റ് പിള്ളേരെയും പ്രായമുള്ളവരെയും ഒറ്റപ്പെട്ടാൽ അവരെയും ഓൾഡ് ഏജ് ഹോമും ഹോസ്റ്റലും മറ്റതും മറിച്ചും സ്കൂളിങ്സും വിദ്യാഭ്യാസ സമുദായം എല്ലാം മാറ്റി. അവിടുത്തെ ആൾക്കാരുടെ ധാരണ മാറ്റി. ഒരുത്തൻ കെട്ടി കൊച്ചുങ്ങളെയും കൊണ്ട് നടന്നാൽ അടുത്തവൻ ഈ പേരൻറ്റിങ് മാറി മാറിയേ വരുന്നത്. എന്നിട്ടും ഒരു പേരൻറ്റും കുട്ടികളെ പീഡിപ്പിക്കുകയോ ഗർഭിണിയാക്കുകയോ ഒന്നും അധികം ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചു കാണും, സംഭവിക്കാതിരിക്കത്തില്ല. ഇവിടെ ആണെങ്കിൽ നടക്കുമോ? ഒരു പെണ്ണൊരുത്തിനെയും കൂടെ ഡിവോഴ്സ് ചെയ്ത് വേറെത്തിനെ കെട്ടുമ്പോഴത്തേക്കിന് സ്വത്ത് പ്രശ്നം, മറ്റേ പ്രശ്നം, ഇങ്ങനത്തെ ലീഗൽ സാധനങ്ങളുണ്ട്. സ്വത്തവകാശം, ഇതിൻ്റെ മറ്റേ അവകാശം മറിച്ചത്, ഇതെല്ലാം കൂടെ കുണച്ചു വെച്ചിട്ട് ഇവന്മാർക്ക് ഇത് മാനേജ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടും മറ്റേ സിസ്റ്റം ഫോളോ ചെയ്യാൻ പോലും പറ്റാതെ പോയ മനുഷ്യരായതുകൊണ്ടും ഈ മതം ഇത്രയും പിടിച്ചു വെച്ചതുകൊണ്ടും ഇവിടെ കൊലപാതകം, പിള്ളേരെ പീഡിപ്പിക്കൽ അല്ലേ, ഈ കോൺട്രാക്ട് തെറ്റിച്ചാൽ ആത്മഹത്യയും എല്ലാം നടത്തി കൊടുത്തു. മറ്റിടത്ത് അതല്ല സംഭവിച്ചത്. അവരതിനനുസരിച്ച് മാറ്റി. കാരണം എന്താണ്? അതിൻ്റെ കാരണം ഒന്നാണ് മൈക്രോ ഫാമിലീസിലോട്ട് സെറ്റപ്പ് മാറിയപ്പോൾ തന്നെ മാറ്റേണ്ട ചില സാധനങ്ങളാണ് അവിടെ മാറ്റിയത്. അല്ലാതെ ഇത് വേറെ സംഭവമൊന്നുമല്ല. ഇത് കുറേ കഴിഞ്ഞിട്ട് ഇപ്പോഴും മനസ്സിലായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ ഈ ചർച്ച ഇങ്ങനെ നടക്കുന്നത്. തനിക്ക് മനസ്സിലായ പ്രശ്നം എന്നാണ്? അവര് മാറ്റിയത് കണ്ട് ലോകം മൊത്തം മാറ്റണമെന്നാണ്. അതായത് ഈ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന സാധനം എവിടെ തുടങ്ങിയാലും അത് ശ്രദ്ധിക്കണം. അതായത് ഈ അപ്പന്റെ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, പാരന്റ്സിന്റെ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു പരിപാടി. ഈ പേരൻസിന്റെ വീട്ടിൽ നിന്ന് എവിടെ മാറുന്നു? ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ രസമുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരന്റ്സിന്റെ വീട്ടിൽ നിന്ന് ഒരു മാറിയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു വീടുണ്ടാക്കും. എന്നിട്ട് പേരൻസിനെ വിളിച്ച് ഈ വീട്ടിൽ കൊണ്ടു നിർത്തും. അതൊക്കെ ഇവിടെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അവരതൊന്നും വിട്ടിട്ടൊന്നുമില്ല. പിന്നെ വേറെ പ്രശ്നങ്ങൾ, ഫാമിലിക്കകത്ത് നിൽക്കാൻ നോക്കുന്നു, കുട്ടികളുടെ എണ്ണത്തിൽ കൂടുതൽ വരുന്നു. മനസ്സിലായി? പിന്നെ പ്രസവിച്ച സമയം ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ പ്രസവിച്ച് കൊച്ചുങ്ങളെ ഉണ്ടാക്കലാണ് മെയിൻ പരിപാടി എന്നുള്ള രീതിയിലോട്ട് മാറ്റി അവിടെ തന്നെ നിന്നു. മറ്റിടത്തും പ്രസവിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ വളർത്തൽ മുഴുവനും ഈ തള്ളയുടെ തലയിലല്ല. കൊച്ചിന്റെ ഫ്രീഡം, അതിന്റെ പ്രൊട്ടക്ഷൻ വേറെ രീതിയിലാണ് അവർ നടത്തുന്നത്. ഈ കൊച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ തന്തയുടെ തള്ളയുടെ സ്റ്റേറ്റ് കൊച്ചിനെ കൊണ്ടുപോകും. അതാണ് ശരിക്കുള്ള ആ കുടുംബത്തിന്റെ പരിപാടി. മറ്റേ കൂട്ടുകുടുംബ പരിപാടി എന്നൊക്കെ മാറിക്കഴിഞ്ഞാൽ അടുത്ത നടപടി ഇതാ. അതിവിടെ ചെയ്തിട്ടേ ഇല്ല ഇവര്. മനസ്സിലാകുന്നുണ്ടോ? പഴയ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും പഴയ ലീഗൽ സിസ്റ്റവും ലോ ആൻഡ് ഓർഡറും എല്ലാം അങ്ങനെ വെച്ചേക്കുക. എന്നിട്ട് ആ വലിയ ജഡ്ജും മറ്റൊരു ഇരുന്നുകൊണ്ട് ഈ പറഞ്ഞ പരിപാടിയൊക്കെ നീക്കുന്ന വിടുന്നുണ്ട്. ഇവിടെ ശരിയാകത്തില്ല ഇത്. അത് മനസ്സിലായി കഴിഞ്ഞാൽ ഈ രാജ്യം വിട്ടു പോകേണ്ടി വരും. മനസ്സിലായത് എനിക്ക്? എല്ലാം കല്യാണം കഴിക്കാതിരിക്കുക, കുട്ടികളെ ഉണ്ടാക്കാതിരിക്കുക, വേറെ വഴിയൊന്നുമില്ല. അല്ലെങ്കിൽ ഇത് പെടും. ഇവിടെ ഈ നശിച്ച സിസ്റ്റം റോങ് ആണ്. ഇവിടുത്തെ ബേസ് ഇല്ല. നമുക്ക് ഈ മൈക്രോ ഫാമിലി നിൽക്കാനുള്ള ബേസ് ഇല്ല. നമുക്കുള്ളത് വലിയ ഫാമിലി സെറ്റപ്പിൽ തന്നെ അതേ കല്യാണവും ഈ കോൺട്രാക്റ്റുമാണ് മെയിൻ. അത് കഴിഞ്ഞ കാലം കഴിഞ്ഞു. അങ്ങനെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. മനസ്സിലായോ? ആർക്കും ഇവിടെ തന്നെ നോക്കി നിൽക്കാൻ പറ്റും. ഗോൾഡിന്റെ ഒക്കെ ബിസിനസ് നടക്കുന്നത് ഈ കല്യാണം എന്നൊക്കെ ഉള്ള പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടും. ഇങ്ങനത്തെ തൊലിഞ്ഞ ബിസിനസിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സാധനം ഒരു പരിധി വരെ ഇതിന് മാത്രം ഗോൾഡ് ഷോപ്സ്. ശരിയാ, വേറെ ലോകത്തോടത്ത് ഇത്രയും ഗോൾഡ് വിൽക്കുന്ന സ്ഥലം എവിടെ ഉള്ളത്? കേരളത്തിലുള്ള പോലെ അതുകൊണ്ട് കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഇന്ത്യ മൊത്തം ഗോൾഡ് അല്ല ആണോ? ഗോൾഡ് വലിയ അസറ്റാ. എന്നിട്ട് അതെങ്ങനെ ഇട്ടുകൊണ്ട് കിടക്കും? അമേരിക്കക്കാരൻ്റെ ഇത്രയും ഗോൾഡ് ഒന്നും ഇരിപ്പില്ല ഒരു വീട്ടിലും. എന്നിട്ട് അവര് എന്താ റിച്ച് അല്ലേ? അറബികളുടെ ഇത്രയും ഗോൾഡൊന്നും ഇരിപ്പില്ല വീടുകളിലൊന്നും. അറബി കുറച്ച് ഗോൾഡിനോട് താല്പര്യമുള്ളവരാ. പക്ഷെ നമ്മുടെ ഇവിടുത്തെ അത്ര വലിയ പവർഫുൾ സാധനം ഗോൾഡ് അല്ല. അവിടെ സ്റ്റാറ്റസ് വേറെ പലതും അവർ കാണിക്കും. 19 വണ്ടിയൊക്കെ മേടിച്ചിരുന്നു. ഇവിടെ വണ്ടിയില്ല, ഒന്നുമില്ല, കഞ്ഞിയും കുടിച്ചിരിക്കും. പക്ഷെ സ്വർണം കുറച്ച് പാത്ത് വെക്കും എവിടെയെങ്കിലും കൊണ്ട്. അത് അങ്ങനെയാണ്. ദരിദ്ര രാജ്യമായതുകൊണ്ടുള്ള പ്രശ്നം. പക്ഷെ ഇവന്മാർ ചെയ്ത പ്രശ്നമുണ്ടല്ലോ, അതാണ് ഇവിടുത്തെ വിഷയം. അല്ലാതെ അവർ പോകുന്നതൊന്നും
ആ രാജ്യത്ത് പ്രശ്നമല്ലാത്തതും ഈ രാജ്യത്ത് ഇത് വലിയ പ്രശ്നമാകുന്നതിൻ്റെ കാരണം അന്വേഷിച്ചാൽ ആ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇവര് മാരേജിലും ഫാമിലിയിലും ഒക്കെയാണ് ഈ ഇപ്പോഴും പിടിച്ച് കടിച്ചു തൂങ്ങിയിരിക്കുന്നത്. രണ്ടുപേര് തന്തേം തള്ളേം മക്കൾ ജീവിക്കാൻ തീരുമാനിച്ചു, അവരങ്ങനെ അങ്ങ് പോവാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. അവർക്ക് കുട്ടികളുണ്ടാവും പ്രശ്നം തുടങ്ങും ഇവിടെ. അല്ലല്ല, രണ്ടുപേരും ഒരുമിച്ച് ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഇപ്പൊ ഇവരുടെ കാര്യം എടുക്കാം. ഈ രണ്ടുപേര് ഇപ്പൊ ചേച്ചിയുടെ ഭർത്താവും അനിയത്തിയും കൂടി ആണല്ലോ ഒളിച്ചോടി പോയെന്ന് പറയുന്നത്. അങ്ങനെ കണ്ടൊക്കെ പറയുന്നത് അറിഞ്ഞോളൂ, അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ പോയ ഇവരുടെ പുറകെ പിന്നെ എന്തെന്നും പറഞ്ഞാണ് പോകുന്നത്. ഈ അവരങ്ങ് വിടുക എന്നുള്ളതാണല്ലോ അതിന്റെ ശരിക്കും പോകേണ്ട വഴിക്ക് അവര് പോവുക, അവരെ ഉപദ്രവിക്കായിരിക്കും. അവർ ഒരു കാരണവശാലും ഉപദ്രവിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റവരെ സഹായിക്കാമെങ്കിൽ സഹായിക്കുക. അത്രേ. ഇത് രണ്ടും നല്ല രീതിയിൽ പിരിഞ്ഞാനും പിരിഞ്ഞു കഴിഞ്ഞ് രണ്ടു കൂട്ടർക്കും മനസമാധാനത്തോടെ ജീവിക്കാനുള്ള സംഭവം ആരെങ്കിലും പറയുമോ? അതുമില്ല. ഒരുത്തനെങ്കിലും കുറ്റം പറഞ്ഞേ പറ്റൂ. ഇവര് ചെയ്തത് ശരിയായില്ലെന്ന് പറഞ്ഞ് ഇവരെ തകർക്കണം. ഇവരെ തകർക്കുമ്പോൾ അവരറിയാതെ തന്നെ വേറൊരു പ്രശ്നം സംഭവിക്കും. ഈ ചെറുക്കൻ എന്ന് പറഞ്ഞ ആ ഭർത്താവിനെയും ആ കുട്ടികളുടെ അച്ഛനെയും തകർത്താൽ ഇവർക്കും തകർച്ച തന്നെയാണ്. അങ്ങനെ തകർക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്ന ആ പെണ്ണിന്റെ, അതായത് ഈ ഭാര്യ എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ സീനൊന്നും ആലോചിച്ച് പുള്ളിക്കാരിയുടെ അനിയത്തിക്ക് ഒന്നെങ്കിൽ അനിയത്തിക്ക് പ്രശ്നം, അല്ലെങ്കിൽ ഭർത്താവിന് പ്രശ്നം. ഇത് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമാകാതെ ഇത് തീരില്ല. കാരണം ഇവിടുത്തെ ആൾക്കാരെ സമ്മതിക്കത്തില്ല. എന്നാൽ ഇത് ആർക്കും പ്രശ്നം അല്ലെങ്കിൽ എല്ലാരും ഹാപ്പി. ഈ സാധനം അവർക്ക് അങ്ങനെ ഒരു വീഡിയോ പോലും ഇടേണ്ട വരത്തില്ല. ശരിയാണ്, സിറ്റുവേഷൻ പറ്റില്ലായിരുന്നല്ലോ. പിന്നില്ലാതെ ഇത് ആരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ആ ഭാര്യയ്ക്കും കൊച്ചുങ്ങൾക്കും. ഏറ്റവും കൂടുതൽ പ്രശ്നം കൊച്ചുങ്ങൾക്കാണ് എന്നാണ് കൺസേൺ നമ്മൾ എടുക്കുവാണെങ്കിൽ. മറ്റവരെല്ലാം മുതിർന്നവരും ഒക്കെയാണ്. പക്ഷെ കൊച്ചുങ്ങളുടെ പ്രശ്നം എന്തോ ശരിക്കും? കൊച്ചിന് ശരിക്കും നമ്മൾ ഈ പറയുന്ന പോലെ അതിന്റെ അപ്പനും അമ്മയും കൂടെ കിടന്ന് കാണിക്കുന്ന ലവ് സീൻസ് ഒന്നും അത്ര ഭയങ്കര പ്രശ്നമൊന്നും അല്ല. എനിക്ക് മനസ്സിലായോ? ഈ മറ്റു രാജ്യത്ത് അതില്ല. ഏത് ഡെവലപ്ഡ് കൺട്രിയിലെ കൊച്ചിന് അവന്റെ അപ്പന്റെ അമ്മയുടെ സമയത്തുള്ള പ്രൈവസി, അതായത് ഒന്ന് കിസ് ചെയ്യുക, ഇപ്പൊ ഇവര് പരസ്പരം ഇടപെടുന്ന പരിപാടി ഉണ്ടല്ലോ മനുഷ്യർ തമ്മിൽ. ഇപ്പൊ സ്മൂച്ച് ചെയ്യുക, സ്മൂച്ച്, അതിപ്പോ കുട്ടികളുണ്ടെങ്കിലും ഒക്കെ അവര് സ്മൂച്ച് ചെയ്യുന്നതിന് അവർക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തൊരു തരത്തിലോട്ട് അവര് വളർന്നിട്ടുണ്ട്. കുട്ടികൾ അത് അങ്ങനെ എടുക്കുന്നുണ്ട്. അവിടെ അല്ലല്ലോ ഞാൻ പറഞ്ഞ പ്രശ്നം. ഞാൻ പറഞ്ഞ അതല്ല, ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ചാല് നമ്മളിവിടുത്തെ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കുന്ന രീതി അച്ഛനും അമ്മയും കൂടെ ഭയങ്കര സ്നേഹത്തിരിക്കുന്നു. അവര് സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്ന കണ്ടു വളരുന്ന കുട്ടിയാണ് കുട്ടി. അല്ല, എന്നാലേ കുട്ടിക്കും ആ സ്നേഹം മറ്റത് മറിച്ചെന്ന് പറയുന്ന സംഭവത്തിലേക്കൊക്കെ മനസ്സിലാക്കാനും ഇടപെടാനും ഒക്കെ പറ്റുന്നുള്ളൂ എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് അമേരിക്ക നടക്കുന്നില്ല കുറെ വർഷങ്ങളായിട്ട്. അവര് കാണുന്ന പേരന്റ് എന്ന് പറയുന്ന ആള് അതിന്റെ അമ്മ ജനിച്ചതിന് ബോധം വെക്കുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ വേറെ ആളെ കൂടെ പാർട്ണറായിട്ട് പോയിരിക്കും. അതിനെ വളർത്തുന്നത് ചിലപ്പോൾ അത് ആരുടെ കസ്റ്റോഡിയല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആണുങ്ങളുടെ കൂടെ അല്ല കൂടുതലും. പിന്നെ സ്റ്റെപ്പ് മദർ ഉണ്ട്, സ്റ്റെപ്പ് ഫാദർ ഉണ്ട്. അവിടെ സ്റ്റെപ്പ് മദറിന്റെയും സ്റ്റെപ്പ് ഫാദറിന്റെയും നമ്മൾ കൂടുതൽ കണ്ടേക്കുന്ന തുണ്ടാ. സ്റ്റെപ്പ് മോം ആൻഡ് പരിപാടിയുടെ സീനുണ്ടല്ലോ, അങ്ങനെ ഉണ്ടായാലും ഇപ്പൊ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഈ സ്റ്റെപ്പ് മോം സ്റ്റോറീസ് എനിക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ്. അത് കൾച്ചറൽ ഷോക്ക് വരും. ആ സാധനം ഇല്ലല്ലോ ഇവിടെ, ഒത്തിരി കുറവാ. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കൊച്ചിന്റെ കൊച്ചിന്റെ അള്ളയില്ല അത്ര. പിന്നെ അങ്ങോട്ട് തള്ളേ ഇല്ല എന്നാണ് ഞാൻ പറയാ. ചുമ്മാ ഒരു കെയർ ടേക്കർ എന്ന രീതിയിൽ പോലും അവർ അംഗീകരിക്കത്തില്ല ഇവിടെ. അത് അവന്മാർ എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ തുണ്ടൊക്കെ ഇറക്കുന്നത്. ഇവന്മാരെ നശിച്ചു പോട്ടെന്ന് വിചാരിച്ചാണ്. ചിലപ്പം ഉണ്ടാവരുത്, ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുന്നത് പറ്റിച്ചിടും. അവിടെ നിന്ന് അവര് വളരെ വേണ്ടെന്ന് വെച്ചാൽ ഇമാര് ഭയങ്കര കള്ളന്മാരാ. വണ്ടേ പറ്റിക്കലുണ്ട് ഇമാർക്ക്. ഇന്ത്യക്കാരെയൊക്കെ അടിച്ചു താക്കാൻ വേണ്ടി ഇങ്ങനത്തെ കുറേ സാധനം ഇറക്കി വിടും. പറ്റില്ലല്ലോ, അടിച്ച് താന്നിരിക്കുവാണ്. അവർക്ക് അവരറിയുന്ന പോലും ഇല്ല ഇവിടെ ഉണ്ടെന്ന് ഇങ്ങനെ കുറെ പൊട്ടന്മാര്. 7 നമ്പർ നടനപ്പുണ്ട് ഇതിനിടയിൽ. അപ്പോ അവിടെ ഉണ്ടല്ലോ ഈ പറഞ്ഞ രീതിയിൽ കുട്ടി കാണുന്നതും വളരുന്നതും ഒക്കെ വേറെതാ. അവർ കുറെ മാനേഴ്സും അല്ലെങ്കിൽ ഈ പറഞ്ഞ കുട്ടിയുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ എന്തുണ്ടാക്കാൻ പറ്റുമോ അത് തന്നെ കണ്ടെത്തി നേടി ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ സ്വത്തുക്കൾ ഉണ്ടാക്കി വെച്ചിട്ട് വീടും പറമ്പും എല്ലാം കൊച്ചിനെ എഴുതി കൊടുത്തിട്ട് ഇനി ഇതിനെ ഒന്നിനും കൊള്ളാതാക്കിയാലും കുഴപ്പമില്ല, എന്റെ അണ്ടറിൽ നിന്നാ മതി എന്ന രീതിയിലാണ് ഇവിടെ പിള്ളേരെ വളർത്തുന്നത്. മനസ്സിലായോ? അതിനുള്ള ഒരു ട്രെയിനിങ് ആണ് നടക്കുന്നത്. ഒന്ന്, കമ്പനി ഏതെങ്കിലും ഫാക്ടറിയിലോ കമ്പനിയിലോ ജോലി ചെയ്യാൻ. 2, ഈ തന്തയുടെയും തള്ളയുടെയും പിന്നെ ഈ പറഞ്ഞ പോലത്തെ ഇതിന്റെയൊക്കെ കീഴ്പ്പെട്ട് ജീവിക്കുക. ഇതിന്റെ ട്രെയിനിങ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്.
ഈ ട്രെയിനിങ് മനസ്സിലായവർ ഇത് പൊട്ടിച്ചിറങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. തന്തയും തള്ളയും മക്കളുമായിട്ട് അടിയുണ്ടാവുകയല്ല, ക്ലാഷ് ഉണ്ടാവും. മനസ്സിലായോ? അത് വിട്ടുപോകുന്ന കാണുന്നത് ഇവർക്ക് അറിയാം. കൊച്ചിന് അത്ര മനസ്സിലാകത്തില്ല ആദ്യമൊന്നും. ഇതിനകത്തുനിന്നാണ് ഞാൻ വിട്ടുപോകുന്നൊന്നും പിടികിട്ടത്തില്ല. അവർ പറയുന്നത് ഫ്രീഡം ഉണ്ടാക്കാനോ അതിനൊക്കെയാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്വത്ത് വേണ്ട, അല്ല ഞാൻ തന്നെ പോയാണല്ലോ എന്തെങ്കിലും ചെയ്തിട്ടാണല്ലോ എനിക്ക് ഈ മയിര് വേണ്ട, എനിക്കിത് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അത് കാണുമ്പോൾ മനസ്സിലാകുന്നിടത്താണ് ഈ പേരൻസ് മക്കളെ ആയിട്ട് പ്രശ്നമാക്കുകയും പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയും അവരുടെ അവിടെ കെട്ടിക്കാൻ നോക്കുകയും വേഗം പിടിച്ച് കെട്ടിച്ച് ഇവന് കൊച്ചിനുമാക്കിയിട്ട് ഇവനെ അവിടെ പെടുത്താൻ നോക്കുകയൊക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും പോയാൽ പോലും ഇവിടെ തന്നെ പിടിച്ച് കെട്ടിച്ചിട്ട് ഒരു ഈ മെയിൻ ലിങ്ക് ഇവിടെ ഇടും, കൊച്ചിനെ വല്ലതും ഇവിടെ തന്നെ നിർത്താൻ നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതധികം പറ്റുന്നില്ല. കാരണം പുറത്ത് പിള്ളേരെല്ലാം പുറത്തു പോകേണ്ടി വന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ പലർക്കും ജീവിക്കാൻ പറ്റാതെ വരും. ആ സിറ്റുവേഷൻ നേരത്തെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ ബെറ്ററായി. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. അന്നത്തെ പ്രായമല്ല ഇന്നത്തെ പ്രായം. ഇന്ന് കുറച്ചുകൂടെ ആയുർദൈർഘ്യം കൂടിയത് കൊണ്ട് ഒരു 40ാമത്തെ വയസ്സിന് പേടിക്കത്തൊന്നുമില്ല. നേരത്തെ 50ാമത്തെ വയസ്സ് തട്ടിപ്പോകുന്നതിനൊരു പേടിയുണ്ട്. ആ പേടിയും കൂടെ കുറഞ്ഞുകൊണ്ടായിപ്പോൾ എല്ലാവർക്കും കുറച്ചുകൂടെ ഫ്രീഡം ആയത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ ആണ്ട് പഠിച്ചിട്ടൊന്നും ഫ്രീഡം ഉണ്ടാകുന്നതല്ല കേട്ടോ. ഇവന്മാരിപ്പം പറഞ്ഞ് പറ്റിക്കുന്നതാണ്. ഈ ഒരു ധൈര്യം വരുന്ന അങ്ങനെയാണ്. മനസ്സിലായി? അത് കഴിഞ്ഞപ്പോൾ പിള്ളേർ വലുതായി അവരുടെ കൊച്ചുങ്ങളാകുമ്പോഴും ഇവിടെ തള്ളയും തന്തയും ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുന്നതിന് പരാതിയുണ്ട്. എന്നാൽ ഈ തന്തയും തള്ളയൊക്കെ കൂടെ വീടും പറമ്പും പിടിച്ചുകൊണ്ടിരിക്കുക, അതെല്ലാം കൂടെ വെയിറ്റ് തള്ളി ഇതിന് നല്ല ഓൾഡ് ഏജ് ഹോമിൽ കയറി പറ്റണം. മനസ്സിലായി? അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ കൊണ്ടുവന്നിട്ട് ഇത് ഗവൺമെന്റ് തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് നല്ല രീതിയിൽ നല്ല ഓൾഡ് ഏജ് ഹോംസ് ഉണ്ടായാലും ഈ പറമ്പും വീടും എല്ലാം ഇവർ വിറ്റ് കളയും. അമേരിക്ക കിടക്കുന്ന പലരും വിറ്റ് കളഞ്ഞിട്ട് അമ്മയും വല്യപ്പനും വല്യമ്മയും ഇതിനകത്ത് കൊണ്ട് എത്തിക്കും. അവർക്ക് വേണ്ട സ്ഥലം, അവർക്ക് സ്ഥലവും പിടിച്ചു വെച്ച് ഇത്രയും വലിയ വീടിനകത്തോട്ട് നമ്മുടെ തിരുവല്ല ഭാഗത്ത് കുമ്പനാട് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് വന്ന കൂടുതലും തള്ളമാരും ഒറ്റയ്ക്കും തന്തമാരും എല്ലാം ഒറ്റയ്ക്കാണ്. തിരുവല്ലയ്ക്ക് ഇത് കൂടുതലാണ്. എക്സ്പാട്രിയേറ്റ്സിന്റെ എണ്ണം അത്രയ്ക്ക് ഹൈയാണ്. അവിടെ ഒന്നും വീടുകളിൽ ആണുങ്ങളില്ല ചിലയിടത്തൊക്കെ, പണ്ടേ ഇല്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കള്ളന്മാരൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവരോട് അവിടെ എപ്പോഴും ഇത് ഈ വാർത്ത ഉള്ളതാ. അതായത് മോഷണ ശ്രമത്തിനിടയിൽ വീട്ടമ്മ കൊല്ലപ്പെടുക, എല്ലാം കാശുകാരുവാ. എന്നിട്ട് ബാങ്കിൽ കുറേ പൈസ ഏറ്റവും കൂടുതൽ എഴുതി തള്ളിയ ഇത് ഈ തിരുവല്ല ഭാഗത്തുനിന്നാണ്. കോടികളുടെ ഇത് അക്കൗണ്ട് ഡിപ്പോസിറ്റ് നാളില്ലാതെ. അടിപൊളി പരിപാടിയല്ലേ നടത്തിയത് ഈ പൊട്ടന്മാര്. അതായിരുന്നു കേരളം. കാശ് പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു, ജീവിക്കാൻ അറിയത്തില്ല, മരിച്ചു പോവുക. എന്നിട്ട് ഇവിടെ നിന്ന് ആ പൊട്ടന്മാർ ചർച്ച ചെയ്യുക അവർ ചെയ്ത് ശരിയാണ്. ഇവനൊക്കെ ഇപ്പോഴും ജീവിച്ചിട്ടില്ല. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവന് ജീവിക്കാൻ അറിയാത്തതുകൊണ്ട് അവനിത് സംസാരിക്കുന്നത് ഇങ്ങനെ. അല്ലല്ലോ, അങ്ങനെ സംസാരിക്കേണ്ടി വരത്തില്ലടാ. നിനക്കേ നീ ഇത് നോക്കിയിരിക്കുക ഇങ്ങനെ. അവരുടെ വഴിക്ക് പോട്ടെ, അവരെ ഉപദ്രവിക്കരുത് ആരെയും. അവരുടെ സന്തോഷമായിരിക്കും ഇപ്പോഴത്തെ അതല്ലേ. അത് പിന്നെ അവർ വളരെ ഹാപ്പി ആക്കണം, അവരെ കുറച്ചുകൂടി സന്തോഷിപ്പിക്കണം. ഓക്കെ ആയിക്കോട്ടെ, ഇത് സംഭവിച്ചു നിങ്ങൾക്ക് ഇങ്ങനെയാണല്ലേ താല്പര്യം, ഓക്കെ നാളെ പോലെ നിങ്ങൾ അങ്ങനെ ആയിരിക്കും, നമ്മളത് ശ്രദ്ധിക്കത്തൊന്നുമില്ല, പിന്നെ നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കത്തുമില്ല, നിങ്ങളുടെ കാര്യമാണ്. പിന്നെ ആ കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ അങ്ങോട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അവർക്ക് ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അവൻ പറയുന്നത് അവർ തിരിച്ചു വന്നിട്ട് വീണ്ടും രണ്ടുപേരെ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നത് മക്കളെ ആയിരിക്കും. അങ്ങനെ കൊണ്ടുപോയും കൊണ്ടുവരും വേണ്ട. നിങ്ങൾ ഇത് കുറച്ച് ദിവസം അവിടെ ഇവിടെയൊക്കെ നിന്ന് സമാധാനമായിട്ട് അവൻ വരുമ്പോൾ അവൻ വേണേ നിങ്ങൾ അങ്ങനെ ജീവിച്ചോ അല്ലേ. എന്തിനീ വാശി? ഈ കോൺട്രാക്റ്റിൽ നിന്ന് അടുത്ത കോൺട്രാക്ട് ഉണ്ടാക്കി വേറെ കോൺട്രാക്ടിലോട്ട് ആളെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ എന്നുള്ള നിർബന്ധം ആർക്കാ ഉള്ളത്? ഇവനിങ്ങനെ ഒരു പഞ്ച് ഡയലോഗ് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. അവര് പോയി, അവര് പോവും വരികയൊന്നും വേണ്ടെന്നേ. ഇവർക്ക് തമ്മിൽ എന്താ ഉള്ളത്? സ്നേഹബന്ധം. അത് അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്തോട്ടെ. ഇവൻ കൺസേൺ സമ്മതിക്കത്തില്ലല്ലോ ഇവന്മാര്. അല്ല മനസ്സിലായി. ഇവൻ ഈ സമയത്ത് ഇങ്ങനെ ഭയങ്കര കൺസേൺ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇവനിപ്പോ ഇവന്റെ വ്യക്തി താല്പര്യം ഇവിടെ തന്നെ ജനിച്ചു വളർന്നവനായതുകൊണ്ടാ അവനും ഇതിനകത്ത് അവൻ അങ്ങനെ പറഞ്ഞായിരിക്കില്ല. അവന് ചിലപ്പോ അങ്ങനെ ചെയ്യണമെന്ന് പോലും ഇല്ലെങ്കിൽ പോലും അവന് ചിലപ്പോ പറയേണ്ട വരും. അവന്മാർ അതേ പറയാൻ, അവർക്ക് ഇത് അറിയത്തില്ലല്ലോ. ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യം അവൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അവനെ ചിന്തിക്കത്ത് പോലുമില്ല, അവൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അവന് ചിന്തിക്കാനുള്ള ശേഷിയില്ല. അല്ല വേണ്ട, ഇവിടെ വേറെ ഏതെങ്കിലും ഇതുപോലത്തെ ഈ പരിപാടി കേട്ടിട്ട് കുറെ ചാനലുകാരോ യൂട്യൂബറോ ഏത് തെണ്ടി വേണേലും ഇതിനെപ്പറ്റി പറഞ്ഞോട്ടെ, അവൻ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് കൂടുതലും ഇവന്മാർ രണ്ടുപേരും കുറ്റം പറഞ്ഞിട്ട് ആ പറഞ്ഞ ഭാഗമാണ്. നമ്മൾ പറഞ്ഞില്ലേ ഹണിറോസ് ആത്മഹത്യ ചെയ്യാതെ വക്കീലാണെന്ന് പറഞ്ഞിട്ട് കോടതിയും ശ്രദ്ധിച്ചില്ല, പോലീസും ശ്രദ്ധിച്ചില്ല, സൂയിസൈഡ് മറ്റേ ഹെൽപ്പ് ലൈനും ശ്രദ്ധിച്ചില്ല, രാഹുൽ ഈശ്വരും ശ്രദ്ധിച്ചില്ല. രാഹുൽ ഈശ്വർ വേറെ രീതിയിൽ തിരിച്ചു പറയുക, ഹൺറോസിന് സപ്പോർട്ടൊക്കെ ഉള്ളത് അങ്ങനെയൊന്നും പറയരുത്. അതെന്താ അതും അതിലും വലിയ മണത്തരവാ.
മണ്ടത്തരം മാത്രമേ ആ സമയത്ത് അവിടെ നടന്നിട്ടുള്ളൂ. അതെ. സത്യത്തില് ബോച്ച ചെയ്തതിനേക്കാളും സിവിയർ ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഒരു ഫാമിലി മൊത്തം ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. അത് ഇൻസൾട്ട് കൊണ്ടുണ്ടാകുന്നതല്ല, മൊത്തത്തിൽ ആ പരിപാടികൾ നടന്നപ്പോൾ അവർക്ക് ആ ഒരു സീൻ ഇങ്ങനെ കൂടി ഓരോ ദിവസം ഇത് ഇങ്ങനെ കയറി ആ സൊസൈറ്റി മൊത്തം അങ്ങനെ ഇടപെടുന്ന സമയത്താണ് അവർക്ക് ആ പ്രഷർ ഉണ്ടാകുന്നത്. അവിടുത്തെ ഏറ്റവും സിവിയർ ആയിട്ടുള്ള സംഭവം നടക്കാൻ പോയപ്പോൾ അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു വാണിംഗ് പറഞ്ഞിട്ട് ഒരു കോടതി അനങ്ങിയില്ല. അവർക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല. ചത്ത് കഴിഞ്ഞാൽ ബോച്ച പിടിക്കും. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ബോച്ച ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ പറഞ്ഞ സംഭവത്തിൽ ഹൺറോസിനെ ആ സ്ഥലത്ത് ഹൺറോസ് ആ പറഞ്ഞത് ശരിക്കും പറഞ്ഞതാണോ അല്ലയോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഹൺറോസ് അത് കള്ളം പറഞ്ഞതാണ്. ഹൺറോസിന് സിവിയറായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഹൺറോസ് തന്നെ സൈക്കാട്രിസ്റ്റിനെ കണ്ടേനെ. ഇത് സൈക്കാട്രിക് കേസാണ്. സൂയിസൈഡ് അറ്റംപ്റ്റിനേക്കുള്ള ഏറ്റവും അറ്റത്തെത്തി എന്ന് പറയുന്നത്. അവർ സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവർ ചെയ്ത തെറ്റാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ട്രിഗർ ആവുന്ന ആൾക്കാരുണ്ട് ഇത് കണ്ടിട്ട്. ശരിക്കും സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ആൾക്കാർ അപ്പം ഇരുന്ന് ചിന്തിക്കാൻ പോകുന്നത് അയ്യോ ഹൺറോസും ഈ ഒരു വാർത്ത വരുമ്പോൾ തന്നെ ഇവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ ഇത് പറയാൻ പാടില്ല ആരും ഇറങ്ങിയിട്ട്. അങ്ങനെ പറഞ്ഞാലും അത് മീഡിയ ഒരു കാരണവശാലും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാരണം അതിൽ കൂടുതൽ ത്രെട്ട് വേറെ പലയിടത്തും ഉണ്ടാവും. പലരും ട്രിഗർ ആവും. ചിലർ അറ്റംപ്റ്റ് നടത്തും, ചിലർ ഡിപ്രഷനിലേക്ക് കൂടുതൽ സ്പീഡിൽ പോകും. ഇവന് ഞാൻ റിക്കവർ ചെയ്യാൻ അത്രയും സ്റ്റാർ വാല്യൂവും അവനൊക്കെ ചിലപ്പോൾ പെണ്ണുങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് വെച്ചുകൊണ്ടിരുന്ന ഹണിറോസായി പറയുന്നത്. ഹണിറോസിനെതിരെ ശരിക്കും പറഞ്ഞാൽ നടപടി എടുക്കേണ്ടതാണ്. സൂയിസൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, കുടുംബത്തോടെ സൂയിസൈഡിന്റെ വക്കിലാണെന്ന് പറഞ്ഞതിനെതിരെ നടപടി എടുക്കണം. അത് ചെയ്തോ? അപ്പൊ പിന്നെ ഇവൻ എങ്ങനെ ഇത് പറയുമെന്ന് താൻ പറ. ഏതെങ്കിലും ഒരു മീഡിയക്കാരൻ ഇത് സംസാരിക്കും. നമ്മളീ പറഞ്ഞ മുണ്ടക്കൈയിൽ മോഹൻലാൽ പോയ സംഭവം ഉണ്ടായപ്പോൾ പറഞ്ഞതിന് എന്തിനാ ഇമാരെ എന്നെ പിടിച്ചോണ്ട് പോയത്? ആ കാര്യം ഇവിടെ ആരും പറയുന്നില്ല. നമ്മൾ UN പരാതി അടയ്ക്കാൻ പോയാൽ എങ്ങനെ ഇരുന്നേനെ? ഞാനത് പോലീസുകാരോട് ഞാൻ പറഞ്ഞു, ഞാൻ UN പരാതി അയക്കത്തുള്ളൂ, അല്ലാതെ പൊട്ടാളത്തിൽ നിന്ന് ഞാൻ പരാതി ഇത് അയക്കത്തില്ല. എൻ്റെ മെയിൽ റെഡിയാ. അതാണ് മെയില്. അവിടെയാണ് ഇത് അറിയിക്കേണ്ടത്. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് ആദ്യമായിട്ട് ഇത്രയും വലിയ റെസ്ക്യൂ ഓപ്പറേഷൻ തടസ്സം നേരിട്ട് ഇത്രയും മണിക്കൂർ കളഞ്ഞ ഇൻസിഡന്റ് ഞാൻ കണ്ടിട്ടില്ല ലോകത്തെങ്ങും. അതാണ് ഇഷ്യൂ. അല്ലാതെ ഇവരീ കണ്ട 3 കോടിയും അല്ലെ ഈ യൂണിഫോം ഇടാമോ? ഇവന്മാരെന്തോടോ ചർച്ച ചെയ്തത്? ഇവന്മാരെന്തിനാ ജീവിക്കുന്നത് ഇങ്ങനെ? അവർക്ക് അവിടെ നടക്കുന്ന സംഭവം മനസ്സിലാകാത്ത പോലെ പെരുമാറുക, ഉള്ള മീഡിയക്കാരെല്ലാം കൂടെ ചെളി കൂടെ ചാടി ഓരോരുത്തരുടെ അടുത്ത് മയക്കും കൊണ്ട് നടക്കുക, മോഹൻലാൽ വന്നപ്പോൾ അവിടെ ചെന്ന് ഷൂട്ടിങ് നടത്തുക, ഇതൊക്കെയല്ലേ ഇവന്മാർ കണ്ടുള്ളൂ. അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകതര ആളുകളെ ഇവരിത് കാണത്തില്ല. ഇവർ മറ്റേ ഈ സാധനം ശ്രദ്ധിക്കത്തുമില്ല. ഈ കണ്ട് കൊച്ചുങ്ങളുണ്ടല്ലോ, അവരെ പറ്റി ഇത്ര അപരാധം എന്തിനാ പറയുന്നത് ഇവന്മാർ? ഇവർ ഔഹിതത്തിന് അച്ഛൻ പോയി ആരുടെ കൂടെ? അമ്മയുടെ അനിയത്തിയുടെ കൂടെ. കൊച്ചുങ്ങളൊക്കെ അത് കേട്ടിട്ട് അയ്യോ അമ്മയുടെ അനിയത്തിയുടെ പോകുന്ന ഭയങ്കര വിഷയമായി മാറുമോ ഇപ്പോൾ? അതുങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഡ്രോമയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവർക്ക് എല്ലാവർക്കും ഒരേപോലെ അവർ ഓൾറെഡി പെട്ടെങ്കിൽ ഇവരെ കൂടെ പെടുത്തണം. അവർ പെട്ടു, ശരിയാ, അവരുടെ ഭാഗത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് നമുക്ക് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമുണ്ടെന്നേ. അതെങ്ങനെ സോൾവ് ചെയ്യുന്ന വെച്ചാൽ അവിടെയാണ് മറ്റേ സൈഡിൽ നിന്ന് ഈ പറഞ്ഞ ഒരിടത്തും ഇടപെടാത്ത ഈ സ്റ്റേറ്റ് നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സൊസൈറ്റി അങ്ങനെ നിൽക്കുക, അവരെടുക്കത്തില്ല. എന്നിട്ട് കുറ്റം പറയാനുള്ള സ്ഥലത്തോട്ട് ഈ പറഞ്ഞ പോലെ ബോച്ചയെ പോലെ തന്നെയാണ് ഇവനും. ഇവരുടെ രണ്ടുപേരുടെ പൊസിഷൻ ഒന്നാ ഇവിടെ. ഇവന്മാരെ കുറ്റം പറയുകയോ തൂക്കിക്കൊല്ലുകയോ തല്ലിക്കൊല്ലാൻ പറ്റുവാണോ തല്ലിക്കൊല്ലുകയോ ചെയ്യാം. അല്ലാതെ മറ്റൊന്നും നമ്മൾ എടുക്കത്തില്ല. സീരിയസ് ആയിട്ടുള്ള പ്രശ്നം എടുക്കത്തില്ല. അവർ ചാവാൻ നിൽക്കുമായിരിക്കും, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. അവർക്ക് വളരെ മോശമായിരിക്കും. ആ വീടിന്റെ അന്തരീക്ഷം വളരെ മോശമായിരിക്കും. അതിന് ഇവരെ ചെന്ന് തല്ലിക്കൊന്നാൽ ആ അന്തരീക്ഷം നന്നാവത്തില്ല. ആ കൊച്ചുങ്ങളുടെ രണ്ടുപേരുടെയും തന്തയും ഈ കൊച്ചിനെയും ചേർത്ത് അല്ല അവർ തമ്മിലുള്ള സ്നേഹമെന്നോ പ്രേമമെന്നോ എന്തിനും ചേർത്തിട്ട് ഇത്രയും പ്രശ്നങ്ങളും ഉണ്ടാക്കി അവർ പോയി ആത്മഹത്യ ചെയ്താലും നാട്ടുകാർ തല്ലിക്കൊന്നാലും നഷ്ടം ഇവർക്കാ നഷ്ടമുണ്ട്. അത് ഇവർ ശ്രദ്ധിക്കത്തില്ല. അതൊരു പ്രശ്നമല്ല. ഇവന്മാരെ നമുക്ക് എന്ത് ചെയ്യാം? അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ? അവർ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അതിനകത്ത് ശരിയുമില്ല തെറ്റുമില്ല, അതൊക്കെ വളരെ നാച്ചുറലാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ അവൻ 20ാമത്തെ വയസ്സിൽ കെട്ടിയവനാണെങ്കിൽ 25ാമത്തെ വയസ്സിൽ കെട്ടിയവനാണ് 30 ആവാൻ അവൻ എന്തെങ്കിലും മാറ്റം തോന്നി അവൻ എന്തെങ്കിലും നടത്തി ഇനി പെണ്ണായാൽ പോലും എന്നിട്ട് ആണിൻ്റെ കൂടെയാണ് അവൻ ഒളിച്ചോടിയതെങ്കിലും ഒന്നും പറയാനില്ല. അത് സംഭവിക്കും. അതേ സംഭവിക്കാൻ പറ്റത്തുള്ളൂ. എന്ത് പറയാനാണോ അതിന്? കുറെ പേര് ഇത് ഏറ്റവും അബ്നോർമലായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് എന്താണെന്നറിയോ? കുറേ വർഷം ഒന്നിച്ച് ജീവിച്ചെന്ന് ആ പോസ്റ്റ് ഇടുന്നവനെ കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്തോ കുഴപ്പമുള്ളവരോട് തോന്നുന്നത്. എങ്ങനെ ഇവരിങ്ങനെ ഒന്നിച്ച് ജീവിച്ചെന്ന് ഈ പറയുന്നത്? അല്ലെങ്കിൽ ചിലപ്പോ വേറൊരു ടൈപ്പ് ആൾക്കാരുണ്ടാവും, ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട് പരസ്പരം ബിഹേവ് ചെയ്യുന്ന മനുഷ്യന്മാർ കാണുമായിരിക്കും ചിലപ്പോ. എനിക്ക് അറിഞ്ഞൂടാ,
ഞാൻ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ. എടാ ഇവര് കാണിച്ചോണ്ട് പോസ്റ്റ് ഇടുന്നവരല്ലോ അവരല്ല, അതല്ല മറ്റവര് വരത്തൊന്നുമില്ല, പോസ്റ്റ് ഇടുന്നവരുടെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ മറ്റൊരു അതൊന്നും പുറത്തു വന്ന് പറയേണ്ട കാര്യമൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇത്രയും കൊല്ലം കണ്ട് ഇവിടും ഞാൻ ഒന്നിച്ചാണ് ജീവിച്ചത് ഓടാ അതൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നവരുണ്ടല്ലോ, അവരുടെ ഒരു ഗതികേടാ അത്. അതേസമയം മറ്റേ ആൾക്കാർ ഇത് പറഞ്ഞു നടക്കത്തൊന്നുമില്ല, അവർ അറിയത്തുപോലുമില്ല. നമുക്ക് ചിലരെ കാണാം, ഇവരൊന്നും നമ്മൾ പുറത്ത് എവിടെയും കണ്ട് കാണത്തില്ല. കപ്പിൾസിനെ ഞാൻ കാണാറുണ്ട്, നല്ല പ്രായമുള്ള ഉഗ്രം കപ്പിൾസ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. കറക്റ്റായിട്ട് ചിലടത്ത് ചേരുവോ, കറക്റ്റ് ആളെ കണ്ടെത്താനൊക്കെ പറ്റും, പറ്റത്തില്ലെന്നല്ല. ഇവിടെ ശ്രമിച്ചാലേ പറ്റും, ഭയങ്കരമായ ശ്രമം നടത്തണം. ഭയങ്കര ലോട്ടറി കിട്ടിയ മനുഷ്യരുണ്ട്, നല്ല ആ ഒരു കോമ്പിനേഷൻ ഒക്കും എല്ലാ രീതിയിലും, സ്വഭാവം കൊണ്ടും അവരുടെ സാമ്പത്തികം കൊണ്ടും, ഇന്റലക്ച്വൽ ആണെങ്കിൽ അങ്ങനെയും, സെക്ഷലി ആണെങ്കിലും എല്ലാം ബന്ധം കറക്റ്റായിട്ട് ഒക്കും. ഭയങ്കര മാച്ച് വരും, മാച്ച് കറക്റ്റ് ആവും. അത് പക്ഷെ ഇവിടെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര പാടായിരിക്കും. ചിലപ്പോൾ നല്ല ഹൈലി ഇന്റലക്ട് ആയിട്ടുള്ള അല്ലെ ഐക്യു കൂടിയ ആൾക്കാർക്കൊക്കെ ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടോ? ഇവിടെ എല്ലാം ഉണ്ട്. പ്രശ്നം വിവരമില്ലായ്മ ഉള്ളതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വേർതിരിച്ചെടുത്തേക്കാണല്ലോ. അത് ശരിയാ, ജാതി പേരില്, ഇവിടെ കാശിന്റെ പേരില് ചേരാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊരു ഹിന്ദു പെൺകുട്ടിയുമായിട്ട് ഒരു ക്രിസ്ത്യനായ ഞാനൊരു ഹിന്ദു പെൺകുട്ടിയുമായിട്ട് അങ്ങനെ അത്രയും സിങ്ക് ആവുന്നത് കണ്ടാൽ പോലും മാറിക്കോളാനുള്ള ഒരു സാധനം അവിടെ ഉണ്ട്. സത്യമായ 150 കോടിയില് സുഖമായിട്ട് എല്ലാവർക്കും പരസ്പരം നല്ല രീതിയിൽ മാച്ച് ആവുന്ന സാധനങ്ങൾ ജാതകം നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. എടി ഇവന്മാർ കെട്ടുന്നോന്ന് ആലോചിക്കുക, പറമ്പ്, ജോലി, കയ്യിലുള്ള കാശ്, പിന്നെ ചിലപ്പോൾ ആ സമയത്ത് അവൾക്കുള്ള ടൈപ്പ് ഓഫ് ഒരു ഫാന്റസി ഉള്ള എന്തെങ്കിലും കളറോ രൂപമോ ഒക്കെ ആയിരിക്കും വരുന്നത്. സത്യത്തിൽ അത് പോരാ. ഓക്കെ, തെറ്റു എന്ന് പറയാൻ പറ്റത്തില്ല, അന്നത്തെ കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് മാറ്റാൻ തോന്നി അങ്ങ് മാറ്റിക്കൂടെ? അത് പറ്റത്തില്ല, അത് ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങളൊന്നും ഞങ്ങൾക്ക് മാറ്റാനുള്ള കഴിവൊന്നും ഇല്ലെന്ന് ഞങ്ങൾ കണ്ട് ഞങ്ങളിങ്ങനെ സെറ്റാക്കി ഇരിക്കുക. ഞങ്ങൾ സെറ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിയാ, മടിയാ. ചില മതത്തിൽ ചേർന്ന അങ്ങനെയാ, അകത്തോട്ട് മാത്രമേ ഉള്ളൂ, പുറത്തോട്ട് Welcome to the Hotel California, such a lovely place, such a lovely face. അങ്ങനെ ആ സാധനം പോലെ എന്താ ചിക്കൻ എനി ടൈം യു ലൈക്ക് ബട്ട് യു ക്യാൻ നെവർ ലീവ് അല്ലേ? അങ്ങനെ എന്തോ പറയും ആ പാട്ടേ. അതിങ്ങനെ കേട്ട് കേട്ട് വരുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പണ്ട് ഇതിനകത്ത് സൈറ്റാനിക് വേഴ്സസ് ഉണ്ട്, മറ്റോണ്ട് മറിച്ചുണ്ടെങ്കിൽ. ശരിക്കും ഞാൻ എന്തോ സംഭവം എന്നറിയോ, ഇത് ഇച്ചിരി സൈക്കിക് സാധനമാണ്. എങ്ങനെ പാട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ബീറ്റൊക്കെ ചെയ്ത് നമ്മളെ അതിനകത്തോട്ടൊന്ന് പെടുത്തും. ഇതൊന്ന് ശ്രദ്ധിക്കാനുള്ള സമയം കൊടുക്കും. പെട്ടെന്നൊരു സാധനം ഒരാൾ വന്ന് നമ്മൾ പറയുന്ന പോലെ, ഇന്ന പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സാധനം കാണിച്ചു തരും. നമ്മളിപ്പോൾ ചെറുതായിട്ട് അതിങ്ങനെ കയറി അത് കണ്ടിങ്ങനെ അത് കഴിയുമ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ഹൊറർ വരും. അവിടെ അങ്ങനെ അത്ര പന്തിയല്ല കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പിച്ച് ഇവൻ എന്ത് ചെയ്യുക, ഇനി ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ളൊരു സംഭവം കൊണ്ട് ഇട്ട് തരും. എന്നിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങി ഓടും. അപ്പോഴാണ് മറ്റേ പുള്ളി വന്നവിടെ വന്നിട്ട് പറയുന്നത്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കൊണ്ട് കയറാം, ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ആ സ്ഥലത്ത് അത് കട്ടാ. പിന്നെ ആരും ഒന്നും പറയുന്നില്ല. പിന്നെ നടക്കുന്ന മൊത്തം നമ്മളുടെ ആ സബ് കോൺഷ്യസിലുള്ള മ്യൂസിക് ട്രാക്ക് ഇല്ലേ, ആ ഗിറ്റാറും ഡ്രംസൂടെ ഒരു പരിപാടി നടത്തും. മനസ്സിലായോ? ആ ഐറ്റം കളിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. നമ്മളുടെ ഒരു പാട്ടുണ്ടല്ലോ, ഇയാളെ കേട്ടോണ്ട് കൂടെ പോയ ഒരാളില്ലേ, നമ്മൾ തന്നെയാണ് എങ്കിൽ പോലും നമ്മുടെ കൂടെ നിന്ന ആളെ കാണാതാകുമ്പോൾ നമ്മളെ ആ സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോയി മ്യൂസിക് അവിടെ മോശം കളിക്കും. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടുപോയി ഒറ്റപ്പെടുത്തി കറക്കി കളയും. അവിടെ ഒരു ചെറിയ അടി കിട്ടും. തനിക്ക് മനസ്സിലാകുന്നത് ആ അടിയില്ലേ, അതാണ് ഇവര് ഇതാന്ന് പറഞ്ഞത്, സൈറ്റാനിക്കാന്ന് പറഞ്ഞത്. കാരണം അതൊരു അടിയാ. ആ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടിയവർക്ക് കുറച്ച് രസമൊക്കെ തോന്നും. പിന്നെ ഇത് കിട്ടാത്തവന്മാരുണ്ട്. ചിലർക്ക് അത് ഭക്തിയിലൊക്കെ കിട്ടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു ഊമ്പി അടിയ. പിന്നെ അവിടുത്തെ അടി കിട്ടിയിട്ട് കാര്യമില്ലടോ. അവിടുത്തെ അടി കിട്ടിയ അടിമയായി പോകും. ഇവിടെ ശരിക്കും അത് ക്ലിയർ ആവും. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഈ സ്ഥലത്താണ് അത് കിട്ടുന്നത്. അതെ 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 അതെ.
അവിടെയാണ് പറ്റിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ കാലിഫോർണിയ അല്ലാതെ വേറെ പാട്ടുകളുണ്ട് ഇങ്ങനത്തെ. ഈ പൊളിച്ചവനുണ്ടല്ലോ, ഈ ഹൈ കിട്ടിയാണ് ഇവന്റെ നല്ലൊരു പാർട്ടി, ഒരു സൺബേണും ഉണ്ടായാൽ മതി, ഇവനത് കിട്ടും. അത് കിട്ടും. പിന്നെ അവന്മാർക്ക് ഇത് കേൾക്കാനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ടാണ് ഈ പാസ്റ്റർമാരെടുത്തും പള്ളിയിലൊക്കെ പോകുന്നത്. പള്ളിയിലെ പെരുന്നാൾ കണ്ട ആർക്കാണ് ഇവിടെ എന്തുവാണ് തീട്ട പരിപാടി, ഹയൽമുരുക ഹരഹര. ഏറ്റവും ടോപ്പ് പാട്ടാ വേൽമുരുക ഹരഹര. ഇത് കണ്ട കുറച്ച് പൂഴിയും പറമ്പ് ചെയ്യുമ്പോഴത്തേനും വാവുന്നു. എന്നെ പരിപാടിയാന്നുള്ളയാന്ന്. ഒരിക്കലുണ്ട് ഇത്. നമ്മൾ വളർന്ന് വന്ന് കേട്ട് തുടങ്ങുന്ന സമയത്ത് മലയാളമൊക്കെ മാത്രത്തിൽ നിന്ന ഒരു സ്കൂൾ ടൈമിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. അന്ന് മോഹൻലാലിനെ ഇഷ്ടമാണ്, അതേ വഴിയുള്ളൂ. പക്ഷെ പിന്നെ നമ്മളിത് കണ്ടും കേട്ടും കുറേ ഉണ്ടല്ലോ കാണാനും കേൾക്കാനും. ഇങ്ങനത്തെ ഓരോന്നൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എടാ ഇതെന്താ ഈ ലെഡ് സെപ്ലിൻ ഇങ്ങനെ, എന്തുകൊണ്ടാണ് പിങ്ക് ഫ്ലോയിഡ് ഇങ്ങനെ, അല്ലേ? എല്ലാവരും ആലോചിച്ചിട്ടുള്ള കാര്യം. ഇവിടെ പലരും ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ട്രാക്കുകൾ, നമ്മുടെ പ്ലേലിസ്റ്റ്, കോമൺ പ്ലേലിസ്റ്റുകൾ നമ്മൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കുക. എനിക്കൊക്കെ പരിപാടിയാണ്. നമ്മളിപ്പോൾ ഒരു വണ്ടിയിൽ കയറി ആ പ്ലേലിസ്റ്റ് കേട്ടാൽ എനിക്ക് ആളെ മനസ്സിലാവും, അടിക്കാരനാണോ അല്ലയോ. ഇവൻ അടിയുണ്ടെന്ന് അപ്പൊ തന്നെ ചോദിക്കും, എവിടെ ബ്രോ എന്താ പരിപാടി. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു പ്രശ്നമുണ്ട്, ഡബ്സിയെ നിൽക്കുക പലരും. പക്ഷെ എനിക്ക് തോന്നുന്നു അന്നും ഉണ്ടായി കാണുള്ളൂ. പക്ഷെ ഞാനിപ്പോ നോക്കിയിട്ട് എല്ലാവരുടെയും ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഉള്ളതുകൊണ്ട് മനസ്സിലാവും നമുക്ക് ഇത് ഡബ്സിയെ മാത്രം. പണ്ടൊക്കെ ഈ ഇതിനകത്ത് നിന്നുപോയവരുണ്ട്, മലയാളത്തിൽ തന്നെ നിന്നുപോയവരുണ്ട്. അല്ല, ആ സമയത്ത് ഇവിടെ വേറെ ടീമുകളുണ്ട്. അത് ശരിയാ കേട്ടോ, കറക്റ്റാ. എന്തോ അടിച്ചിട്ട് എന്ത് കാര്യം അവൻ ഇതാ കേൾക്കുന്നത്. ഫാത്തിമ ഫാത്തിമ അത് ശരിയാ കേട്ടോ. അതല്ല, ഇത് ആ സമയത്ത് ഈ സാധനമുണ്ട്. അതെ. എന്നാ ഇതിനിടയിൽ ഇത് നല്ലതാണ്. ജാസിഫ്റ്റ് വന്നപ്പോ രസം ഉണ്ടാകുന്നു. ഞാനത് കുറച്ചാളെ കേട്ടതാ. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് തന്നെ കേട്ട് ട്രിപ്പ് ചെയ്യാൻ നിന്നിട്ടൊന്നുമില്ല. കേട്ടു, അത് വിട്ടു, അത്രേ ഉള്ളൂ. അത് എല്ലാം കേൾക്കണ്ടേ. ഞാനിത് പണ്ട് തൊട്ട് കേൾക്കുന്നുണ്ട്. ഞാൻ അങ്ങ് പഴയ പാട്ട് തൊട്ടും പഴയ സിനിമ തൊട്ടും അങ്ങ് കാണുമായിരുന്നു. അപ്പൊ അതിനിടന്ന് ഒത്തിരി പെറുക്കിയിട്ടുണ്ട്. ഈ പണ്ട് ഈ പറഞ്ഞ പോലെ എന്റെയൊക്കെ പ്ലേലിസ്റ്റ് സിഡികൾ, ഞാൻ CD റൈറ്റ് ചെയ്തിരുന്ന സമയത്ത് റൈറ്റ് ചെയ്ത് പലർക്ക് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ ഓടിച്ചിട്ടുണ്ട് പാട്ടുകളുടെ ഇടയിൽ. അത് സെലക്ട് ചെയ്യുന്ന ഇപ്പൊ റോക്കാണെ റോക്ക്, റെഗയാണെ റെഗെ, പോപ്പാണെ പോപ്പ്, കോപ്പാണെ കോപ്പ്. മലയാളം ഉണ്ട് അതിനിടയിൽ. നല്ല ഒന്നാന്തരം മലയാളം പാട്ട് ഞാൻ ഇതിനിടെ കയറ്റി വിടും. മനസ്സിലായല്ലേ? അത് അങ്ങനെയാ ഇത് വരുന്നത്. നമ്മൾ അങ്ങനെ വേണം വരാൻ. ഇപ്പൊ ജിം മോറിസിനെ കാണാതെ എങ്ങനെയാണോ നമുക്ക് ഒരു ഏരിയ നിന്ന് തിരിച്ചു വരാൻ പറ്റുന്നത്? അവിടെ പെട്ടാല് ആ വഴിക്ക് പോയാൽ ഇതെല്ലാം കാണേണ്ടി വരും, ഇവരെയൊക്കെ അറിയേണ്ടി വരും, ഇവരെയൊക്കെ പരിചയപ്പെടാതെ നമുക്കൊരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തോട്ട് പോകാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ചിലപ്പോ ആർട്ടിസ്റ്റിന്റെ എണ്ണോ കൂടി കാണും. ഇപ്പൊ നമ്മുടെ ഈ വീക്കെൻഡ് പോലത്തെ പരിപാടിയൊക്കെ കാണാനൊന്നും പറ്റത്തില്ല. കുറേ പുതിയ ആൾക്കാരുണ്ട്. ഞാനിപ്പോ പുതിയ കുറച്ചൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഈ വരുന്ന സമയത്ത് ഈ അതിനകത്ത് കൂടുതൽ എന്തൂസിയാസം ഉണ്ട്. നമുക്ക് പാട്ടുകൾ ഭയങ്കര കേൾക്കാനുള്ള ത്വര കൂടുതലാണ്. സിനിമയൊക്കെ കണ്ട് അന്തം വിടാം. കാരണം നമ്മൾ കണ്ടുവരുന്നതേ ഉള്ളൂ. ആ കണ്ട് അന്തം വിട്ട് കുറെ കഴിഞ്ഞപ്പോഴത്തേന് ഈ അന്തം വിടലിൽ നിന്നു ഇത് കുറഞ്ഞു പോയി. പിന്നെ നമ്മൾ വേറെ സ്ഥലത്തായി ഇപ്പൊ അന്തം വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് മാറി എന്ന് വിടുക. ഏത് അതാണ് ഇപ്പോഴത്തെ അന്തം വിടല. അതൊക്കെ മാറി കഴിഞ്ഞു. എനിക്ക് അത്രയൊക്കെ തോന്നിയുള്ളൂ. എനിക്കിപ്പോ ഇനി അതിനകത്ത് കയറി ഒത്തിരി അങ്ങ് കാണാനും ഇടപെടാനൊന്നും തോന്നുന്നില്ലടോ. ഏകദേശം കുറെ ആയപ്പോഴേ നമുക്കിനിയിപ്പോ പുതിയ ഇഷ്ടപ്പെടുന്നതും അതിന് വിരോധമൊന്നും ഇല്ല കേട്ടോ. ഇത് ചെയ്യുന്നവരോടൊന്നും എനിക്ക് വിരോധം തോന്നുന്നില്ല. ഇത് കാണുന്നത് നല്ലതാണെന്ന് പറയാനും പറ്റും. വേണേ കുറെ ട്രാക്ക് എല്ലാവർക്കും പണ്ട് ഞാൻ എല്ലാവർക്കും പാട്ട് ഷെയർ ചെയ്യുമായിരുന്നു വാട്സപ്പിലൊക്കെ. ഇങ്ങനെ റേഡിയോ പോലെ പരിപാടിയൊക്കെ തുടങ്ങി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പാട്ടിടും, അവർ വിടും. അത് ഭയങ്കര രസമാണ്. കുറെ പാട്ടൊക്കെ അന്നാ കുറെ പേര് കേട്ടതൊക്കെ. നല്ല പാട്ടുകളല്ലേ, കേട്ടിട്ടില്ലാത്ത കുറെ സാധനം വേണേ കേൾപ്പിച്ചും തരാം. പിന്നെ ഇപ്പം അതല്ല എൻ്റെ പരിപാടി. ഞാൻ ചെയ്യുന്നത് ഈ റീലുകളില്ലേ പല പുറത്തുള്ള, അത് കണ്ടുപിടിച്ചിട്ട് ആൾക്കാർക്ക് ആ പേജ് ഫോളോ ചെയ്യാൻ പറയും ഇൻസ്റ്റയിലൊക്കെ. അത് മാത്രം ഇങ്ങനെ കണ്ട് കുറച്ച് കളയുമ്പോൾ പിന്നെ ഒരു 3 മാസത്തെ ട്രെയിനിങ്ങേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തന്നെത്താൻ ആ ഫീഡ് അതേ ചെയ്യത്തുള്ളൂ. അവർക്ക് അതേ കിട്ടത്തുള്ളൂ. പിന്നെ അടുത്തത് അതുമായിട്ട് ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത് വരും. മനസ്സിലായത് എനിക്ക്? ഞാൻ ഇങ്ങനെ കുറേ പേർക്ക് ഇത് സെറ്റ് ചെയ്തു. ഇപ്പം അവരുടെ ഇത് തട്ടി വന്നാൽ അവർക്ക് മറ്റേതൊന്നും കിട്ടത്തില്ല, ഈ തീട്ടം കിട്ടത്തില്ല. മനസ്സിലായി? ഇവിടുത്തെ മലയാളം പ്രോഗ്രാംസ് ഒന്നും കാണേണ്ടി വരും. എൻ്റെ അത് വരത്തിലുള്ളൂ മലയാളം. ഒരു ഇതിനകത്ത് വരും, പ്രൊഫൈലിനകത്ത്. എനിക്ക് ഇവിടുത്തെ കാര്യം അറിയാൻ വേണ്ടി മാത്രം. പക്ഷെ ഇൻസ്റ്റ ഞാൻ ഇവിടെ നിന്ന് അറിയാൻ കിട്ടത്തില്ലല്ലോ. പക്ഷെ ഇൻസ്റ്റ ശരിക്കും പുറത്തുള്ളവരുടെ നല്ലതാണ്, ഫേസ്ബുക്കിനെക്കാളും. അത് വെളിയിലത്തെ പൊക്കണം പോയി. ക്വാളിറ്റി അവരവതരിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഭയങ്കര രസമുള്ള ഒത്തിരി സാധനം വേണം. ഇപ്പൊ ഒരെണ്ണം കാണിച്ചു തരാം. ഇവിടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ആരെങ്കിലും അങ്ങനെ വല്ല പരിപാടിയൊക്കെ കാണിച്ചു ഭയങ്കര പരിപാടിയായി വരാം.
ഇന്ത്യൻ ഓരോന്ന് അവരത് ചെയ്തിട്ട് ആരും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. അവിടെ റീച്ച് ഇല്ലടോ, ഭയങ്കര ലൈക്കൊന്നും കിട്ടത്തില്ല അവർക്ക്. പക്ഷെ നല്ല പരിപാടിയാണ് കാണിക്കുന്നേ, മനസ്സിലായോ? ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പിന്നെ എടുത്ത് കാണിക്കണേ, ഇപ്പൊ കാണിക്കാം. കുറെ ഉണ്ട് അങ്ങനത്തെ കണ്ടന്റ്സ്, നല്ല രസമാണ്. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കാര്യമുണ്ട്, നമ്മൾ വിഷയത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകുന്നത് പ്രേക്ഷകരോട് ചെയ്യുന്ന ഒരു അനീതിയായിരിക്കും. അനീതിക്ക് ആക്രമവും അതിലേറെ അഴിഞ്ഞാട്ടോ, പരിഹാസവും പുച്ഛവും പരിഹാസവും പരാക്രമവും പ്രതിക്രിയാവാദവും ഒക്കെയാണ്. അങ്ങനെയുണ്ട് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ സിനിമയ്ക്കായിട്ട്, പ്രതിക്രിയാവാദം അല്ലേ, എന്തോ അങ്ങനെയുണ്ട് പറയാം. അത് എന്തോ വന്നത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ എന്തോ പറയുന്നില്ലേ, ശങ്കരാടി എന്താണല്ലേ, എന്തോ ആണ് വാദികൾ, അത് തന്നെ അങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പറയാം, ഇനിയും പറയാം, ഇനി അതിനെപ്പറ്റി വീണ്ടും നമുക്ക് സംസാരിക്കുമെന്ന് വിചാരിച്ചു. ഇനി ഇവരുടെ ജീവിതം എന്താവും, ഇവരെല്ലാം കൂടി ഇപ്പൊ അങ്ങോട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകുമോ? ഈ തീട്ടങ്ങളൊക്കെ കൂടി നീതും കടഞ്ഞു ഇവരെന്തോ ചെയ്യാം. വീഡിയോ ഇറങ്ങിയ സ്ഥിതിക്ക് ഇനി ഇവര് കേരളത്തിൽ എവിടെ നിന്നാലും ഇവരെ ഐഡന്റിഫൈ ചെയ്യും. നേരത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ലെസ്ബിയൻ കപ്പിൾ ഇറങ്ങി പോകുന്ന ഓർക്കുന്നുണ്ടോ? രണ്ടുപേരെ കിടന്ന് അവരെ എന്തോരം മെനക്കെടുത്തിന്നറിയന്മാര്. അതെ അതെ, ഇവിടുത്തെ പോലീസുകാരും കണക്കാന്നേ, ഇവർക്ക് അറിയത്തില്ല ഇതൊന്നും, എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവര് വേണോ കേസാക്കി ഇയാളെ കുടുക്കി ജയിലിൽ കൊണ്ടിട്ട് കളയുന്നതാണ്. അപ്പത്തേക്കിന് ഇവരുടെ എല്ലാവരുടെയും ജീവിതം സന്തോഷമായല്ലോ, മക്കൾക്ക് സന്തോഷമായല്ലോ, അപ്പനെ ജയിലിലിട്ടിട്ടുണ്ട്. പോലീസ് മാമൻ കണ്ടോ, അവര് റെസ്പെക്ട് ചെയ്യും. പിന്നെ പോലീസിനെ കാണുമ്പോഴേക്കും റെസ്പെക്റ്റ് ആ പിള്ളേർക്കൊക്കെ. ഈടെ ഒരുത്തന്നെ ഒരു പോലീസുകാരനെ തല്ലിക്കൊന്നു. ഇവിടെ ഭയങ്കര പരിപാടി നടക്കുന്നത്. എന്തൊക്കെയാ കേരളത്തിൽ. അല്ല, എന്താ ചെയ്യാൻ പോകുന്നത് ഇവരെല്ലാം കൂടി വർത്താനം പറഞ്ഞോണ്ട് വല്ല കാര്യമുണ്ടോ? ഇവരുടെ വിചാരം ഇങ്ങനെയൊക്കെയുള്ള വാർത്ത വന്ന് ഇതിനെക്കുറിച്ച് കുറെ അങ്ങ് എതിർത്ത് പറഞ്ഞാൽ വേറെ ആരും ചെയ്യത്തില്ലെന്ന്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാവും. ഇവരെ എതിർക്കാത്ത സാധനം ഇപ്പൊ നടന്നേക്കുന്നത്. ഇവിടെ എതിർക്കുന്നോണ്ടും എതിർക്കാത്തതുകൊണ്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടല്ലേ ഇത് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ചിലർക്ക് ചില കഴിവുകളുണ്ട്, ചിലർക്ക് സമൂഹത്തില് ജീവിക്കുമ്പോഴേക്കും ഇതുപോലൊരു സാധനം പുറത്ത് നാട്ടുകാരറിഞ്ഞാൽ ഉണ്ടാകാവുന്ന നാണക്കേട് പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഒരു പരിപാടിക്ക് നിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ എത്രത്തോളം അവര് എന്തെങ്കിലും കാര്യം ഉണ്ടാവും, തമ്മിലുള്ള ബന്ധം എന്തെങ്കിലും ആട്ടെ, അവർക്ക് നല്ല താല്പര്യം റെഡിയാ. അവർ അത്രയും അടുത്തിട്ടുണ്ട്, അവർക്ക് അത് വേണം, അത്രേ വേണം. അധികം ആ സാധനം ഭയങ്കര നോർമലാ, പിന്നില്ല ഭയങ്കര നോർമലാ. അത് നോർമലാന്നുള്ളത് ഇവിടെ മനസ്സിലാവുന്നേ ഇല്ല. നോർമൽ ആകാൻ അനുവദിക്കാത്തതാണ്, മനസ്സിലാകുന്നില്ല. നോർമൽ അവൻ ആരും അനുവദിക്കാത്തതാണ്. ഇവരുടെ സദാചാരം എന്ന് പറയുമ്പോൾ മതമാണല്ലോ. അതല്ല ഞാൻ അത് അനുവദിക്കുന്നില്ല. അവരത് ഇവിടെയുള്ള മനുഷ്യർക്ക് ഈ പൊതുധാരണ അല്ലെങ്കിൽ കോമൺ പീപ്പിൾ പൊതുബോധം അതിനെ അനുവദിക്കുന്നില്ല. ആ പൊതുബോധം ഉള്ളവര് ചർച്ച ചെയ്യുമ്പോൾ ഇവര് ചെയ്ത് ശരിയോ തെറ്റോ എന്ന് ചർച്ച ചെയ്യും. ആ ചർച്ച ഒഴിവാക്കിയിട്ട് ഇത് എങ്ങനെ സംഭവിക്കുന്നു, ഇനി അടുത്ത എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ രണ്ടു കൂട്ടരെ നമുക്ക് സന്തോഷിപ്പിക്കേണ്ടവരാണ് എന്നുള്ളത് മനസ്സിലാക്കും. കാരണം ഇതെന്ന് വെച്ചൊരു ബന്ധത്തിന്റെ പ്രശ്നമാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഓരോ സമയത്ത് ഓരോരുത്തർക്കും ഓരോ തോന്നലാന്നേ. ഇത് കൊല്ലും കൊല്ലൊന്നും അല്ലല്ലോ നടത്തുന്നേ, അവര് സ്നേഹത്തില. അത് അതിനാണ് പ്രശ്നം ഇവിടുത്തെ. അനിയത്തിനെ കൊന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവിടെ അത് പ്രശ്നമല്ല കേട്ടോ, ശരിയാ. അതൊന്നും വലിയ വിഷയമല്ല ഇവിടെ. ശരിക്കും പറഞ്ഞു ഇവിടെ ഇപ്പൊ എത്ര കൊലപാതകമായി. വല്ല മന്ത്രവാദം ചെയ്തു കൊല്ലണം. ഇവരെല്ലാരും കൂടി പറയും, ഇവരെല്ലാരും ദൂരം പറയാമോ, ഇവളും അവരും തമ്മിൽ എന്തോ ചുറ്റികളി ഉണ്ടായിരുന്നു, മറ്റുള്ള വിഷം കൊടുത്തു പോന്നു. അങ്ങനെ തട്ടിയതാ. ഗ്രീഷ്മയ്ക്ക് കിട്ടുന്ന സപ്പോർട്ട് ഇതിൽ കൂടുതല. അതെ, എങ്ങനെയുണ്ട്, ശരിയല്ലേ? ഈ രണ്ടുപേരെ എതിർക്കുന്നവര് ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടും ഏകദേശം ഒരേ ചിന്താഗതിയുള്ള ആൾക്കാരാ. ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്യുന്നതും ഇവരെ എതിർക്കുന്നവരും. അവര് പറഞ്ഞു കേട്ടില്ലേ, അവരങ്ങനെ ചെയ്യേണ്ടി വന്നു, അവൻ ഇങ്ങനെ ചെയ്തപ്പോൾ. ശരി, ഒരു പരിധിവരെയൊക്കെ നമുക്ക് എങ്ങനെ വേണേൽ ചിന്തിക്കാം. പൊട്ടനൊക്കെ തന്നെയാണ് സംഭവമൊക്കെ. ശരിയാ, ഇതൊക്കെ അങ്ങനെ സംഭവിക്കും. അതും വേറൊരു പ്രേമകഥയാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, കൊല്ലാൻ കാണിച്ചത് അവർക്കൊരിക്കലും അവർക്ക് നല്ല പ്രശ്നമുണ്ട്. ഒന്നും ചെയ്യാനില്ല. കൊല്ലാനേ പാടില്ല, സിമ്പിൾ. അത് എന്ത് കാരണവശാലാണേലും കൊല്ലാൻ പാടില്ല. പിന്നെ നിന്നെ കൊല്ലാൻ വന്നപ്പോ രക്ഷപ്പെടാൻ നേരത്ത് വല്ല കൈ തട്ടി ചത്തുപോയതാണെങ്കിൽ കുഴപ്പമില്ല. ഇതല്ലല്ലോ, പ്ലാൻ ചെയ്തു പണിയതാ. പണി പദം വന്നൊരു നേരത്ത്
കഷായം കലക്കി കുടിച്ചു. അപ്പൊ ഇങ്ങനെ അത് അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇത് ഭംഗിയാക്കാൻ പറ്റണം. അല്ലാതെ കൊണകൊണ ചർച്ച വേണ്ട ഇവിടെ. കാരണം ഇത് ഇവിടെ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. ആരും ആരെയും മനഃപൂർവ്വം ഉപദ്രവിച്ചിട്ടില്ല. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളൊന്നും മാറിയിട്ടുണ്ട്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടിപ്പോകാൻ അനുവദിക്കരുത്. ഈ പറഞ്ഞവന് കൊച്ചുങ്ങളെ നോക്കാനൊക്കെ പറ്റുമായിരിക്കും. അവൻ പറയുന്നുണ്ട് അവൻ ഇറങ്ങിക്കൊണ്ട് പോകാൻ പോവാ, അങ്ങനൊന്നും അല്ലത് വേണ്ടത്. ഇത് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റണം. അല്ലാതെ എന്തിനാണ് നീയൊക്കെ ഇത്ര നാൾ ഈ കോപ്പം പിടിച്ചോണ്ടിരിക്കുന്നത്? ഈ മൊബൈൽ എല്ലാം കയ്യിലുണ്ടല്ലോ, എടുത്ത് നോക്ക് എവിടെയല്ലോ എന്തെങ്കിലും വേറെ തട്ടി വേറെ വല്ല കണ്ടന്റ് കാണണേ. ഇത്ര ബുദ്ധിമുട്ടാണല്ലേ? കോടതി വരെ ഒന്നും എത്തേണ്ട കാര്യം പോലും ഉണ്ടോ എന്ന് എനിക്ക് ഇല്ല. അവര് പക്ഷെ വേറെ കാര്യമുണ്ടോ, ഇവന്റെ ഭാര്യയുടെ അനിയത്തി, ഇവന്റെ അമ്മ, ഭാര്യ വീട്ടിന്റെ ബന്ധുക്കളും ഇവന്റെ ബന്ധുക്കളും നാട്ടുകാരെല്ലാം കൂടെ കൂടി കുളവാക്കുന്നത്. എന്നാൽ ഇവരെല്ലാവരും കൂടി നേരെ തിരിച്ചു, ഒരു കുഴപ്പമില്ല, നിങ്ങൾ ജീവിക്കൂ അവർ ജീവിക്കൂ, നീ തണ്ടി ഇവർക്ക് കൊടുക്കാനുള്ള കൊടുക്കുക. മോശപ്പെട്ടവണെ കാണിക്കാൻ തുടങ്ങുന്ന അവിടെ അല്ലല്ലോ. ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല. കുട്ടികൾക്ക് ഒരു ഗുണവും ഇല്ലാതാക്കി കളയാന്ന് വെച്ചാൽ അവനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടുണ്ടാക്കിയ കൊച്ചിനെ നോക്കാതിരിക്കുന്നത് ഇവിടുത്തെ ഒരു സെറ്റപ്പ് പ്രശ്നമാണ്. മറ്റിടത്താണ് ആ കൊച്ചിനെ സ്റ്റേറ്റ് നോക്കിക്കോളും. മനസ്സിലായല്ലേ? ഇവിടെ ഞാൻ പറഞ്ഞില്ല, കുഴപ്പം അവിടെ ഇരിക്കുന്നത്. എങ്കിൽ പോലും ഇവന് ചെയ്യാൻ പറ്റുന്ന കാര്യം അവരെ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇവൻ ചെയ്യേണ്ടാത്ത ഏറ്റവും വലിയ കാര്യം കൊച്ചുങ്ങളെ ഉണ്ടാക്കിയതാണ്. ഇവനെന്നല്ല ഇവിടെ ഉള്ള മിക്ക ആൾക്കാരും. ഇവിടെ കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റിയൊരു നാടല്ല ശരിക്കും. കുട്ടികളെ ഉണ്ടാക്കിയാൽ ആ കുട്ടിയുടെ കാര്യം പോക്കാണ്, ഉണ്ടാക്കിയവന്റെ കാര്യം പോക്കാണ്. അത് മനസ്സിലാകുന്നത് ഇപ്പോഴല്ല, നിനക്കൊക്കെ പ്രായമായിട്ട് ഈ കൊച്ചുങ്ങൾ വലുതായി കഴിയുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ പോലും ഇവിടെ കൊച്ചുങ്ങളെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ് ഇത് ഏറ്റെടുക്കാത്രത്തോളം കാലം ഇനി എന്ന് ഏറ്റെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. അവർക്ക് ആ സിസ്റ്റം മാറ്റാൻ പറ്റിയിട്ടില്ല. പഴയ ലോ ആൻഡ് ഓർഡറും ഈ കോൺസ്റ്റിറ്റ്യൂഷനും ഇവിടുത്തെ ഈ പറഞ്ഞ രീതിയിലുള്ള നമ്മുടെ മാരേജും ഫാമിലിയും എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇങ്ങനെ ഇരുന്നാൽ ഇപ്പം ഇവിടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആർക്കും ഒരു പ്രയോജനവും പിള്ളേരുണ്ടാക്കിക്കൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേസ്റ്റ് ആണ്. നിങ്ങൾ ഓൾഡ് ഏജ് ഹോംസ് പണിത് തുടങ്ങിക്കൂ, അല്ലെങ്കിൽ ഊമ്പി പോകത്തേ ഉള്ളൂ. ചുമ്മാ കോണമാണ്. ഇപ്പോൾ വലിയ പൊക്കി പിടിച്ചുകൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ്. പ്രായമായവർ ഇതിന് മുമ്പുള്ള തലമുറ എടുത്ത് കളയാൻ നമ്മൾ കാണുന്നുണ്ട്. ഈ തലമുറ കളയത്തൊന്നുമില്ല, അവരവരുടെ വഴിക്ക് പോകത്തേ ഉള്ളൂ. തന്നെ ഇറങ്ങി കളയേണ്ടി വരും ഓരോരുത്തർ. മറ്റൊരാളെ എവിടെയെങ്കിലും കൊണ്ട് കളയുമെങ്കിലും ചെയ്യും. ഇത് നമ്മൾ തന്നെ പോയി കളയണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ അവസ്ഥയാണ് വരാൻ പോകുന്നത്. ഇവർക്കിത് പറഞ്ഞാൽ മനസ്സിലാകത്തൊന്നുമില്ല. ഇവരിപ്പോഴും ചർച്ചയില്ല. അതെങ്ങനെ ഈ നാറുകൾക്ക് ഇതല്ലേ അറിയത്തുള്ളൂ. ഇവിടുത്തെ മീഡിയ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു, ഗവൺമെൻറ് പറ്റിക്കുന്നു, പോലീസ് പറ്റിക്കുന്നു. എന്തിനാ നിയമവ്യവസ്ഥയിൽ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. കോടതി മുറിയിൽ ചെന്ന് കഴിഞ്ഞാൽ വേസ്റ്റ് കൂമ്പാരം അതിൻ്റെ വാതിക്കെ തന്നെ കിടക്കുക. കോർട്ട് റൂമിൽ ഞാൻ കണ്ട കാഴ്ചയാണ്. ഒട്ടുകണക്കിന് പേപ്പർ കൂന കൂട്ടിയിട്ടേക്കുന്നത്. ലോകത്തൊരിടത്തും അങ്ങനെ ഇടാൻ പറ്റത്തില്ല, ഒരു ഓഫീസിലും നടക്കത്തില്ല. പക്ഷെ നമ്മുടെ കോടതി അങ്ങനെ ആയിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി, ഞാൻ ആദ്യമായിട്ട് ഇവിടെ പോകുന്നത്. ഇവിടെ നാണം തോന്നിപ്പോയി എനിക്ക്. എന്നിട്ട് അവരെന്നെ പഠിപ്പിക്കുക ഞാൻ മൈരെന്ന് പറയരുതെന്ന്. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ SI 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നെ മൈരെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലായോ? ഓരോ മൈരന്മാർ രാവിലെ വരുമെന്ന് പറഞ്ഞാൽ എൻ്റെ നേരെ ഒരു പേപ്പറത്ത് ഒറ്റയാണ്. ഞാൻ 10ൽ പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എത്ര വയസ്സ്? എൻ്റെ വയസ്സ് 14. മൈരെന്ന് വിളിച്ചപ്പോൾ എൻ്റെ വയസ്സ് 14. അതിൻ്റെ പേര് അപരാധം. അതെന്തോ SI ചെയ്തത്? അപ്പോൾ ഞാൻ ആരും അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ കൊച്ചു പിള്ളേരൊന്നും ഞാൻ മൈരെന്ന് വിളിച്ചിട്ടില്ല. അത് പോലീസുകാരൻ ചെയ്ത പണിയാണ്. ഞാൻ പോലീസുകാരനെ കണ്ടിട്ടുമുണ്ട്. എനിക്ക് അയാളെ ഓർമ്മയില്ല ഇപ്പോൾ. എനിക്ക് എന്ത് നടപടി എടുക്കാൻ അറിയോ? എനിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാക്കാൻ അറിയോ? വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഇമാരങ്ങനെയാണ്. അത്രേ ഉള്ളൂ. എനിക്ക് അത്രയൊക്കെ മനസ്സിലാകുന്നുള്ളൂ ഇവരെക്കുറിച്ച്. അതുകൊണ്ട് അവരെന്നെ പഠിപ്പിക്കുക. ഞാൻ നോക്കുമ്പോൾ അവരുടെ ഓഫീസൊക്കെ കാണണം കിടക്കുന്നത്. അടുക്കും ചിട്ട എന്താണെന്ന് അറിയത്തില്ല, വൃത്തിയില്ല ഇമാർക്കാർക്ക്. എല്ലാം ചുമ്മാ കച്ചറ പിടിച്ച്, വണ്ടിയാണേലും ഒരു അലമ്പ് കച്ചറ, വണ്ടിക്കകത്ത് പൊടിയും പിടിച്ച് മുറിക്കകത്ത് തൂക്കത്തും ഇല്ല, തുടയ്ക്കത്തും ഇല്ല, പേപ്പർ എവിടെയോ കിടക്കുന്നു, ഏതാണ്ടൊക്കെ എടുത്ത് അവിടെ വെക്കുന്നു. അവിടെ എല്ലാം ഇരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവർ. കൈ കഴുകുന്നുണ്ടോ? സോപ്പുണ്ടോ? ഒരു നല്ലൊരു അന്തരീക്ഷം ഇല്ല. അവർക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ. ഇവരെല്ലാവരും കൂടെ വിചാരിച്ചത് തൂത്തുവാരി ഇടരുതോ? ഒരു 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 അതിനുള്ളൊരു മര്യാദ പോലും ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് എന്നെ അവിടെ നിർത്തിക്കൊണ്ട് പറയുക, നീ മൈരെന്ന് പറഞ്ഞത് ശരി, നീ മൈരെന്നൊക്കെ വീഡിയോ പറഞ്ഞില്ലേ എന്ന്. അത് മോഹൻലാലിനെ അങ്ങനെ പറയാമോ എന്നൊക്കെ. അപ്പോൾ അവരുടെ അതിലും ഗതികെട്ടില്ലേ? എന്തുകൊണ്ടത് അങ്ങനെ കിടക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവ് അത്. മോഹൻലാലിന് നീ എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ ഓക്കെ ആയി. അവർ ഫോട്ടോ എടുക്കും, അവർ നമ്മളെ നാട്ടിക്കാനൊക്കെ ശ്രമിക്കും, അവർ വേണമെങ്കിൽ ഉപദ്രവിക്കാനും പറ്റും. കാരണം അത്രയും ബുദ്ധിയേ ഉള്ളൂ, അതിനുള്ള സ്റ്റാൻഡേർഡൊക്കെ ഉള്ളൂ. അതിന് അവർക്ക് പറ്റുന്നില്ല, അവരെ കൊണ്ട് നടക്കത്തില്ല അത് വൃത്തിയാക്കാൻ.
അവിടെ സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട്. പക്ഷേ ഇതെല്ലാം നിലത്തെല്ലാം കിടക്കുവാണ് ഓരോന്നൊക്കെ. ഇപ്പോൾ വേണമെങ്കിൽ കയറിയിട്ട് ക്യാമറയായിട്ട് തന്നെ കാണിക്കാം. ഈ ചുമ്മാ കയറി അതിനകത്ത് എന്താ ഇങ്ങനെ പ്രത്യേകം ഇങ്ങനെയാണോ കിടക്കേണ്ടത്, ഒരു ഓഫീസ്, ഒരു മുറി, ഒരു ടേബിള്, ഒരു ഏരിയ ഇങ്ങനെയാണോ നിങ്ങൾ വെക്കേണ്ടത്, ചുക്കിലിയും പൊടിയും ഫയലാന്നൊക്കെയാണ് പറയുന്നത്. ഫയലിംഗ് റൂം ആണത്രേ, ഫയലിംഗ് റൂം കാണണോടാ. ഫയലിംഗ് റൂം കോടതി മുറിയിലോട്ട് ഞാൻ കയറിയപ്പോൾ ഞാൻ ഓർത്ത് ഇത് വേറെ ആണ്ട് വേസ്റ്റ് ഇടുന്ന സ്ഥലമാണെന്ന് വിചാരിച്ച്. നമുക്ക് അപ്പുറത്ത് നടക്കുക പരിപാടി. മജിസ്ട്രേറ്റ് പക്ഷേ ഇറങ്ങി വരുന്ന അപ്പുറത്തൂടാ. അവർ ഈ സാധനം കണ്ടിട്ടില്ല, അവർക്ക് കാണാൻ പറ്റത്തില്ല. അത് അല്ലെ അവർ അതുവഴിയൊക്കെ ഇറങ്ങി ഇതുവഴിയൊക്കെ കയറി നോക്കണം അവരിയ്ക്കുന്നതിന്റെ തൊട്ടിപ്പുറത്ത്. പക്ഷെ വേറെ കാര്യമുണ്ട്, അവരിപ്പുറത്തൂടെ ഇറങ്ങി വരുമ്പോൾ ഒരു ഓഫീസ് നിറച്ച് പൊടി പിടിച്ചിരിക്കുക. പൊടി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അളിയാ, എന്നാ പൊടിയാ. അതാണ് കോടതി അന്തരീക്ഷം എടുത്ത്. നിയമം സംരക്ഷിക്കപ്പെടും, നിയമം പാലിക്കപ്പെടും. ശരി, വൃത്തി ഉണ്ടാകത്തില്ല. ഇതൊക്കെ പറയുമ്പോൾ ഇവർക്ക് വിരോധം തോന്നുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു മര്യാദയുള്ള മാന്യമായിട്ട് ഒരാൾക്ക് വിരോധം തോന്നത്തില്ല. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ആ ഒരു അന്തസ്സില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ തോന്നും. എനിക്ക് മനസ്സിലായോ? ആ ഒരു ഓഫീസർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് അന്തസ്സില്ലാത്തവനാണെങ്കിൽ ഉറപ്പായിട്ട് എന്നോട് വിരോധം തോന്നാം. എല്ലാം അയാൾക്ക് മനസ്സിലാവും ഇവിടെ ഇത് ഇങ്ങനെയാണ്. എന്നോട് വരെ തോന്നാം ഞാൻ ഇവിടെ ഇരിക്കുന്നു. എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് പറയാതിരിക്കും. ഞാൻ കണ്ട കാര്യം പറഞ്ഞത്, ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായി, ഞാൻ കാണുന്നത് എനിക്കറിയാലോ. താനും പോയിട്ടുള്ളതല്ലേ, നമുക്കറിയാവുന്നതാണല്ലോ. ഇവർക്ക് അന്തസ്സില്ലാത്ത രീതിയിൽ ഇവർ ഇടപെടുന്ന കണ്ടിട്ടില്ല മനുഷ്യരോട്. അതിനുള്ള മാനേഴ്സ് ഒന്നും ഇല്ല, അത്രേ ഉള്ളൂ. അത് സ്കൂളിൽ ഭയങ്കര മോശമായിട്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നെ ഓരോ മൈരന്മാർ രാവിലെ ഇറങ്ങിയേക്ക് വന്ന് അതിരാവിലെ പറയുക. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എൻ്റെ കുഴപ്പം ചെയ്ത പോലെ ഞാൻ കംപ്ലൈന്റ് കൊടുക്കാനാണ് പോയത്. എന്നോട് ചോദിച്ചപ്പോൾ എനിക്കറിയത്തില്ല, ഇത് എൻ്റെ അപ്പനെ എഴുതി തന്നേക്കുന്ന കംപ്ലൈന്റ്. എന്നോട് ചോദിക്കും ഇതിന് കേസ് ഉണ്ടോടാ? എനിക്കറിയത്തില്ല. ആരാ ഇവരുടെ ആൾക്കാർ, നമ്പറുണ്ടോ? ഞാൻ അതും എനിക്കറിയത്തില്ല. അതിനകത്ത് വല്ലതും ഉണ്ടെങ്കിലും ഉണ്ട്, എനിക്കൊന്നും അറിയത്തില്ല. ഈ പേപ്പർ എനിക്ക് തന്നു വിട്ടാണ്. ഓരോ മൈരന്മാർ രാവിലെ ഇറങ്ങിക്കോളൂ. അപ്പം തന്നെ എൻ്റെ കൂടെ ഉണ്ടവനെ ഞാൻ അങ്ങോട്ട് നോക്കി, അവനെ കാണുന്നില്ല. ഞാൻ ചുമ്മാ നോക്കിയിടേ ഒന്നും ഞാൻ നോക്കി എൻ്റെ കൂടെ വന്ന ആളെ ഡിസപ്പിയർ. പെട്ട സിനിമയിലെ കാണത്തില്ല, ഇങ്ങനെ പ്ലിങ്ങെന്ന് പോകത്തില്ലേ. അവൻ ഓടി ഇത് കേട്ടിട്ട്. ഞാൻ ചോദിച്ചിട്ട് ഒന്ന് പറയാമെന്ന് പറഞ്ഞാൽ ഞാനും മുങ്ങി. തനിക്ക് മനസ്സിലായി എൻ്റെ സീനെന്ന്. പരാതി എടുക്കാൻ വന്നൊരു പയ്യനോടാണ് ഈവൻ മൈരെന്ന് വിളിക്കുന്നത്. ആ അതേ കാക്കേഷാണ് എന്നോട് പറയുന്നത് യൂട്യൂബിൽ മൈരെന്ന് പറയരുത്. ഇപ്പോഴും ഇവർ മൈരെന്നൊന്നും അല്ല വിളിക്കുന്നത്, അതിൽ കൂടുതൽ വിളിക്കുന്നുണ്ട് പോലീസ്. എല്ലാവരും കേൾക്കുന്നുണ്ട് നല്ലപോലെ. അവിടെ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ പരിസരവും നമ്മളൊന്നും ശരിയാവാതൊക്കെ നമ്മളെങ്ങനെയാണ് ബാക്കിയുള്ളത് ശരിയാകുന്നത്? മോശമല്ലേ? അങ്ങനെയല്ലേ എല്ലാവരും പറയുന്നത്, പഠിപ്പിക്കുന്നതൊക്കെ. ആദ്യം സ്വയം നന്നാണം, എന്നിട്ട് പിന്നെ കുടുംബം നന്നാക്കണം, എന്നിട്ട് പിന്നെ നാട് നന്നാക്കണം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ തെറ്റാ. നാട് നന്നായാലേ കുടുംബം നന്നാകത്തുള്ളൂ, കുടുംബം നന്നായാലേ വ്യക്തി നന്നാകത്തുള്ളൂ. അപ്പം നാട് ആദ്യം നന്നാക്കണം. നാട് ആരെ കൊണ്ട് നന്നാക്കാൻ പറ്റും? ഇല്ല, നാടിനെ പറ്റൂ. നമുക്ക് നാട്ടുകാർ നന്നാണോ? അല്ലാതെ നിങ്ങൾക്ക് കുടുംബം നന്നാക്കാൻ പറ്റത്തില്ല. എല്ലാരും തിരിച്ചാ പറയുന്നത് ഇവിടെ. നമ്മളിതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. എടാ ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിച്ചൊരു സാധനമാണ്. എന്നറിയോ, നമ്മൾ തിരിച്ചാ പറയുന്നത്. നമ്മൾ പറയുന്നത് ആദ്യം സ്വയം വ്യക്തി നന്നായാൽ കുടുംബം നന്നായി, കുടുംബം നന്നായാൽ നാട് നന്നായി എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല നടക്കണ്ടേ. നാട് നന്നായാലേ കുടുംബം നന്നാകത്തുള്ളൂ. കുടുംബം എന്ന് പറയണ്ട, ആ ഒരു എവിടെയാണോ നിങ്ങൾ 4 പേര് കൂടി നിൽക്കുന്ന അവിടെ നന്നാകത്തുള്ളൂ, അല്ലെ നീ താമസിക്കുന്ന സ്ഥലം നന്നാകത്തുള്ളൂ. എന്നാൽ അതും കഴിഞ്ഞേ നിനക്ക് നന്നാകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അത് ചിന്തിച്ച് നമ്മൾ വർക്ക് ചെയ്താലേ ഒരാൾക്ക് നന്നാൻ പറ്റത്തുള്ളൂ. ഞാൻ തമാശ പറയല്ല. അങ്ങനെ നന്നായിരിക്കുന്ന നാട്ടിലേക്ക് ഇവിടുന്ന് കുറച്ച് പേരെ അങ്ങോട്ട് ചെന്നിട്ട് അവർക്ക് അത് നശിപ്പിക്കാൻ പരിപാടി നടത്തി നശിപ്പിക്കാൻ പറ്റത്തില്ല. ഓൾറെഡി നശിച്ചു ഇല്ലടോ. അത് ഇപ്പൊ ഒരു കുറച്ച് നാളത്തെ ഒരു തിളപ്പുണ്ടല്ലോ. ഇത് പോയിട്ട് ഇവിടുത്തെ ഇത്രയും മൈഗ്രേഷൻ നടന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടയില ഇത്രയും മാസമായിട്ട് പോയത്, നമ്പർ കൂടിയത്. ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ അനക്ക കാണത്തില്ല ഇമാരുടെ. ആ ചെന്ന് കയറിയതിൻ്റെ ഒരു തിളപ്പുണ്ട്. അത് കഴിഞ്ഞാൽ റിയാലിറ്റി മനസ്സിലാവും ഇവർക്ക് എന്തുവാണ്. പോട്ടെ, ഇവനൊരു 3-4 വർഷം കഴിഞ്ഞ് തിരിച്ചു വരും. അവൻ ആ ഇന്ത്യയിലോട്ട് വന്ന് ഇറങ്ങുമ്പോൾ അവന് മനസ്സിലാവും അവൻ്റെ തെറ്റെന്തോന്ന്. പിന്നെ ഇവനിത് പൊക്കത്തില്ല. ഒരു 4 പ്രാവശ്യം ഒന്ന് പോട്ടെ, 4 പ്രാവശ്യമല്ല 4 വർഷം. ഇപ്പൊ ഗൾഫിൽ പോയാൽ ഒരു 3 പ്രാവശ്യം വന്നു പോകുമ്പോൾ ഇവന് മാറ്റമുണ്ട്. ചിലർക്ക് ഫസ്റ്റ് ടൈം, എനിക്ക് ആദ്യത്തെ അവധിക്ക് തന്നെ മനസ്സിലായി എന്തോ പ്രശ്നമാണ്. ചിലർക്ക് 2 വർഷം 3 വർഷമൊക്കെ എടുക്കും. പക്ഷെ അമേരിക്കയിൽ നിന്ന് പോയാലും UK പോയാലും ഇപ്പൊ തിരിച്ചു വരും. UK എന്ന് പറഞ്ഞ കാശൊക്കെ ഉണ്ടായിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് മറ്റേ കള്ള് ഷാപ്പിലൊക്കെ പോയി കഴിക്കാനൊക്കെ തുടങ്ങും. ഈ മറ്റേ കൊക്ലാജി അടിച്ചിട്ട്
അത് കഴിഞ്ഞ് പിന്നെ അവൻ വരത്തില്ല. അന്ന് അവനാ മറ്റേ പണി നിർത്തും. തങ്കഞ്ചേട്ടൻ രണ്ടീ നിന്ന് പറഞ്ഞുകൊണ്ട് പബ്ബി കിടന്നലക്കുക, തിത്താരാ തിത്തിത്തേന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ മറ്റേ ബോട്ടെ കിടങ്ങുക, പിന്നെ റോഡിൽ കിടന്ന് അഭ്യാസം കാണിക്കുക. ഇതൊക്കെ ഇച്ചിരി കുറയ്ക്ക് വരും. ഇവർക്ക് ആ മര്യാദ അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. എന്താണ് അവരെന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്, അവരുടെ ആ രാജ്യം ഭംഗിയായിട്ടിരിക്കുന്നതിന്റെ കാരണം അവർക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. പെട്ടെന്ന് എന്ന് ഇറങ്ങിയേക്കുക. ആദ്യത്തെ ജനറേഷനാണ് ഇത്രയും പോപ്പുലേഷൻ അവിടെ പോകുന്നത്. ഈ മലയാളി മാത്രമൊന്നും മലയാളിയല്ല, ഇന്ത്യക്കാരെല്ലാം ഇതാ കാണിക്കുന്നത്. പക്ഷെ അവര് ഒരു പരിധി കഴിയുമ്പോഴത്തേനും അവര് സ്റ്റാൻഡേർഡ് ആവും. പിന്നെ അവരുടെ കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് ഈ ഇത്തരം പരിപാടികൾ അവർ കുട്ടിക്കാലത്ത് പഠിക്കുന്നില്ല. എന്താന്ന് പറയാൻ, ഇവന്മാരെ കൊണ്ട് ഇവര് മാറാതെ ഇവരിങ്ങനെ തന്നെ തുടർന്ന് ഇവരുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ തന്നെ വളർന്ന് ഈ കുടുംബവും ഈ മറ്റതും പരിപാടിയൊക്കെ അവിടെ അവതരിപ്പിച്ച് ഇവർ ഈ കാണിക്കുന്ന എല്ലാ വൃത്തികേടും, റോഡിലിറങ്ങി നടത്തുന്ന കലാപരിപാടിയും, മറ്റേ എന്താ ഗണപതിയുടെ പരിപാടിയും, കളറേറും ദീപാവലിയും പരിപാടിയൊക്കെ അവതരിപ്പിച്ച് ഇവര് കുറെ കാലം കഴിയുമ്പോ അവിടെ ഉള്ളവര് ഇതുങ്ങളുടെ പോലെ ആയി മാറുമെന്ന് ഒരിക്കലും അവിടെ സംഭവിക്കാൻ പോകുന്ന എന്താന്ന്, അല്ലെങ്കിൽ വലിയൊരു യുദ്ധം നടക്കും. അങ്ങനെയല്ല. ഇവരിവിടെ പോകുന്നു, ഇവരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല, അവരത് ശ്രമിക്കത്തുമില്ല. പക്ഷെ ഇവരുടെ കുട്ടികളവിടെ പഠിക്കുന്നത് അവര് പഠിക്കുന്ന വേറെ കാര്യങ്ങളാണ്. മനസ്സിലായോ? അവര് സ്കൂളിൽ പോകുന്നതും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനം വേറെയാ. അവിടെ ലോ അങ്ങ് വേറെയാ. മനസ്സിലായില്ലേ? ഇവന് തന്നെ കുട്ടി നഷ്ടപ്പെടും കുറച്ച് കഴിയുമ്പോൾ. മനസ്സിലായി? ഇവൻ ഓർക്കുന്ന ഇവിടുത്തെ ഒരു ഫാമിലി സെറ്റപ്പിൽ അവിടെ ജീവിക്കാന്നൊക്കെ വിചാരിച്ചാലും ഒരു 90% നടക്കത്തില്ലത്. അവിടെ ചെന്ന് രണ്ടാമതൊരു പ്രശ്നം ഇതുവരെ പറ്റിയേക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെല്ലാം കൂടെ പുരുഷന്മാരെ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് ഇവന്മാർ ഒറ്റപ്പെട്ടിട്ട് ചിലർ നാട്ടിൽ വരികയും തെണ്ടി തിരിഞ്ഞു പോയെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നേഴ്സുമാരുടെ ഭർത്താക്കന്മാരൊക്കെ കുറച്ചാളെയും ഇവനെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യും. ഇവരുടെ ഡിവോഴ്സൊക്കെ ഭയങ്കര കോമൺ ആവും. അങ്ങനെ വരുമ്പോൾ കുറേ എണ്ണം ഈ ഇവിടെ നിന്ന് പോയ ഇത്തിരി ആളുകൾ, അതായത് എങ്ങനത്തെ ആൾക്കാരാന്ന് വെച്ചാൽ ഈ കുറച്ച് ആണായിട്ടുള്ളവനും മുന്തിയവനെന്നും ഒക്കെ ഉള്ളിലുണ്ടാകുന്ന ആൾക്കാർ വൻ പരാജയമായതുമാണ് ചെയ്തേക്കുന്നത്. ഞാൻ കണ്ടതെല്ലാം അങ്ങനത്തെ അവന്മാർക്ക് ആ പ്രശ്നം. അതേ സമയം കുറച്ചൊക്കെ മര്യാദയുള്ള മറ്റേ ഈക്വലായിട്ട് നിന്നവരോ താന്ന് നിന്നവർക്കും കുഴപ്പമില്ല. പൊങ്ങി നിന്നവന് ഇച്ചിരി പ്രശ്നമാണ്. വീഴുമ്പോൾ മറ്റേത് കൂടുമെന്ന് പറയത്തില്ലേ, മേളിൽ നിന്ന് വീണ ആ അവസ്ഥയാണെന്ന് തോന്നുന്നു. എന്താണെന്ന് അറിയത്തില്ല. അവർക്ക് ആ കൂടുതൽ പ്രശ്നം ഉണ്ടായേക്കുന്നത്. പലരും ആത്മഹത്യയൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇതുവരെ. എനിക്കറിയാവുന്ന തന്നെ കുറേ പേരായി. പിന്നെ ഫാമിലി പൊട്ടിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഒരു ഫാമിലി സെറ്റപ്പ് അല്ല, ദുഃഖത്തിൽ അങ്ങനെ പോയ കുറേ ആൾക്കാരെ അറിയാം. പക്ഷെ അവിടെ മനസ്സിലാക്കിയവർക്ക് ഒരു കുഴപ്പമില്ല. അവരവരുടെ കുട്ടികളൊക്കെ ആരെയൊക്കെ കല്യാണം കഴിച്ചൊക്കെ പോകുന്നുണ്ട്. ഇനിയുള്ളവന്മാർ അവിടെ ചെന്നിട്ട് ഇവരുടെ പിള്ളേർ വരണോ, പിള്ളേർ ഇവരെ പഠിപ്പിച്ചു കൊടുക്കും. പേരൻസിനെ കുട്ടികൾ പഠിപ്പിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ശരി, അത്രേ ഉള്ളൂ. മദർ ടങ് ഇംഗ്ലീഷ് ആണോ, തനിക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് വരും. അതായത് ലോകത്ത് എവിടെ ചെന്നാലും എന്നോട് എന്റെ മാതൃഭാഷയിലെ ആളുകൾ സംസാരിക്കും. വെല്ലുവന്റെ മാതൃഭാഷയിൽ വെല്ലുവനോടും സംസാരിക്കേണ്ടി. രണ്ടുപേരുടെ മാതൃഭാഷ അതല്ല, അതാണ് വ്യത്യാസം അല്ലേ? തന്റെ മാതൃഭാഷയിൽ തന്നോട് എല്ലാവരും സംസാരിക്കും. തന്റെ കാര്യങ്ങളെല്ലാം എളുപ്പമല്ലേ? പിന്നല്ലേ. ഞാനിങ്ങനെ പോണ വഴി എല്ലാവരും എന്നോട് മലയാളം പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അത് തന്നെ. അമേരിക്ക മലയാളം പറയും. ചെകുത്താനൊന്നും വിളിക്കത്തില്ലായിരിക്കും. ആരെ എന്താണ് എവിടെന്നാണ് ഞാനിവിടെ കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ രാവിലെ എന്താ കഴിച്ചത്, പുട്ട് കഴിക്കുന്നോ എന്ന് ചോദിക്കുന്നു. സാധനം കിട്ടുന്നത് വളരെ രസമല്ലേ? ശരി, അതെനിക്ക് ഇപ്പഴാണ് മനസ്സിലായത്. അടിപൊളി സാധനമാണ്. ലോകത്ത് എവിടെ ചെന്നാലും പരിപാടിയാണത്. മറ്റവർക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അവർ അതിനകത്ത് ജാളിത ഉള്ളവരുമാണ്. നമ്മൾ പറയുന്ന ഭാഷ അവർക്ക് അത്രയ്ക്ക് അറിയാഞ്ഞിട്ട് അവർ കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മളോട് പറയുക. ഓ സൂപ്പർ, അതല്ലേ? ഇവരെങ്ങനെ വേണം നമ്മളോട് പെരുമാറാൻ. എല്ലാരും വന്ന് നല്ല രീതിയിൽ ഇടപെടുകയും ചെയ്യും. ഇംഗ്ലീഷ് വന്നേക്കുന്ന കണ്ട് എന്തോ വേണം, ഇറങ്ങുമ്പോ തന്നെ തെണ്ടാനും വരും. വലിയൊരാള് വരുന്ന പോലെ എപ്പോഴും. ചില ടീം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ടെ ടിപ്സ് വീഡിയോയിലൊക്കെ കാണാൻ പറ്റുള്ളൂ. ചില സാധനങ്ങള് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അവര് തന്നെ വീഡിയോ ഒക്കെ ഇടുന്ന വ്ളോഗേഴ്സ് ഒക്കെ കുറെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ അതിനകത്തൊക്കെ വരും ചില സാധനങ്ങൾ. ഇതിനകത്തൊക്കെ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ നമ്മൾ വഴുതി പോകുന്നു. അപ്പൊ അവള് പോയി, അവളും അവളുടെ പുതിയ ബോയ് ഫ്രണ്ട് പോയി, ചേച്ചിയുടെ അടിച്ചു വിടുന്നു. അവരെ വീണ്ടും തിരിച്ചു വന്നു. അവര് തിരിച്ചു വന്നാ വരട്ടെ, വന്നില്ലെങ്കിൽ വരാതിരിക്കട്ടെ. അവരെ വെറുതെ വിടുക, അവരെ ജീവിക്കാൻ അനുവദിക്കുക. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. അവർക്ക് സന്തോഷം വേണോ, നീ ആഗ്രഹിച്ചാൽ നിനക്ക് കൊള്ളാം.
കാരണം എന്നാലും നിനക്ക് ഒരു സന്തോഷം ഉണ്ടാവും. അവര് സൂഹിക്കട്ടാ, അവര് സൂഹിക്കട്ടെ, അവര് സന്തോഷിക്കട്ടെ, അവര് കഴിഞ്ഞിട്ടെ. ആ കുട്ടികളും ഭാര്യയൊക്കെ അവര് ഇതൊന്നും വലിയ കാര്യമാക്കണ്ട. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ പറയട്ടെ, ഞാൻ ആ കൊച്ചുങ്ങളോടും ആ അമ്മയോടും സംസാരിക്കുവാണ്, നിങ്ങളിത് വലിയ വിഷയമൊന്നും ആക്കണ്ട. ഇതിനു മുമ്പും ഇനിയും ഇതൊക്കെ തന്നെ ഇവിടെ പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ തീരുമാനം എടുത്തു എന്നുള്ളതുള്ളൂ. അതുമല്ല, ഇവിടെ ബാക്കി കാണുന്നില്ലേ, ഇവിടെ നീ കൊണോണ പറയുന്നില്ലേ, ഇവന്മാരൊക്കെ ഇതിലും ഗതികെട്ട അവസ്ഥയിലാ. മനസ്സിലായോ? ഈ ചാനലിൽ ഇരുന്ന് തൊലിക്കുന്നവന്മാരുണ്ടല്ലോ, പലവന്മാരും ഊമ്പിത്തെറ്റി ഇതിനപ്പുറത്തെ ഊമ്പിൽ പറ്റിയിട്ടിരിക്കുക. പിന്നെ കഞ്ഞി പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ അപരാധം പറയുന്നേ കാണുന്ന ഇമാരിരുന്നുണ്ട് പലയിടത്തും. അല്ല ഒന്നിനും കൊള്ളത്തില്ല ഇമാര്, വേസ്റ്റ്, ചുമ്മാ തീട്ടങ്ങളാണേ. അല്ല ഇവരിങ്ങനെ പറയത്തില്ല, ഉള്ള കാര്യം പറയാം. പാലെടുത്തിരുന്ന് പാലെടുക്കുക, ഇത് മോശമാണോ നല്ലതാണോ എന്ന് പറയുന്നവന്റെ വീട്ടിലോട്ട് ചെല്ലണം അങ്ങോട്ട്. ഊമ്പി കുത്തി ഒന്നിനും കൊള്ളാത്തവന്മാരിരുന്ന് പറയുന്ന പരിപാടി. അവരെയൊക്കെ അവരുടെ വഴിക്ക് വിടുക, അത്രേ ഉള്ളൂ. ഈ കുടുംബത്തിന്റെ പ്രശ്നം എന്നൊക്കെ പറയുന്നത്, കുടുംബമൊക്കെ എനിക്കറിയില്ല ഇപ്പൊ സോഷ്യലി ഇവരെ എങ്ങനെയാണ് ആളുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇവരെ ചിലപ്പോ ഇവരെ സമാധാനിപ്പിക്കായിരിക്കും കുറെ പേര് ഒന്ന് ഓട്ടറി മോളെ സാരമില്ല വരാനിരുന്നതാ. അതെ അതെ, അവൻ പോയത് നന്നായി, പിള്ളേരെ കൊടുത്തു പോരുത്. ഇനി വേറൊരു കാര്യം പറയട്ടെ, ഇവർക്കൊക്കെ ചിലപ്പോ ഒരുപാട് നേരത്തെ അറിയാവുന്ന കാര്യമായിരുന്നിരിക്കും, കുടുംബത്തിനകത്തൊക്കെ ചിലപ്പോ അറിയാവുന്ന ഒരു കാര്യമായിരുന്നിരിക്കും. ഇപ്പൊ ഇവരിങ്ങനെ ഒരു തീരുമാനം എടുത്തു, മനസ്സിലായോ? അപ്പൊ അത് പോലീസ് കേസ് ആകുന്ന സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്താണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ പുറത്തു വരിക. ഇവരെ അപ്പൊ അങ്ങനെ ഒരു സാധനം അവർ ഇട്ടതാണ്. അല്ല ഇവനെ പൊക്കിക്കൊണ്ട് പോകും. അതെ, ഇവനെ തട്ടിക്കൊണ്ടുപോയി പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി കേസ് ഇട്ട് ജയിലിലാക്കും. അതാണല്ലോ നമുക്ക് പറ്റുന്ന പണി. പഠിച്ചേക്കുന്ന ആൾക്കാരാണല്ലോ. ഏത് പെണ്ണിനെ വീട്ടിലോട്ട് പറഞ്ഞോളൂ, ഏത് അവളെ പറഞ്ഞോളും മറ്റവളെ പറഞ്ഞോളൂ. അവിടെ ചെവിക്കല്ലടിച്ച് പറിക്കാൻ അവൾ ആത്മഹത്യ ചെയ്യണം. പിന്നെ അവളുടെ ഒരു ലൈഫ് ആലോചിക്കും. പിന്നെ അവൾ അവിടെ ചെന്ന് നിന്ന് പിന്നെ അവൾക്ക് ലൈഫ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൂടെ കൊടുത്താൽ ഇമാരെന്താ ചെയ്യാൻ പോകുന്നു? പിന്നെ എന്ത് ചെയ്യും? ഇവന്മാരെ കൊണ്ട് അത്രയല്ലേ പറ്റത്തുള്ളൂ. ഇവര് അവനെ അറസ്റ്റ് ചെയ്യും, തിരിച്ച് അവിടെ കൊണ്ടുവിടുന്നു, കോടതി കേസാക്കും. ഇതൊക്കെ ഇവർക്ക് പറ്റുന്ന കാര്യങ്ങൾ. ഇവർക്ക് മര്യാദയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല, ഒരു പ്രതീക്ഷയില്ല കാര്യത്തിൽ. അതിനിടെ ഇവിടെ നിന്ന് കുറെ എണ്ണം ചർച്ച ഇതിനങ്ങനല്ല ചെയ്യും, ഇത്രേ ഉള്ളൂ. ഇത് വളരെ റിലേഷൻഷിപ്പിനകത്ത് ഇവന്റെ ഈ കുടുംബത്തിന് ഈ കുട്ടികളുടെ അമ്മക്ക് ഇതിനകത്ത് തുടരാൻ താല്പര്യമില്ലെങ്കിൽ അവരങ്ങ് ഡിവോഴ്സ് എടുക്കട്ടെ, ഡിവോഴ്സ് ചെയ്യാലോ. ആ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് അപ്പൊ കോടതി തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. എന്താണ് അവിടെ എന്താ പ്രശ്നം? അവിടുത്തെ പ്രശ്നം പിന്നെയും ഈ പറഞ്ഞവന്റെ തലയിലോട്ട് ഇത് വെച്ചിട്ട് അവന് താങ്ങാൻ പറ്റാതെ അത് കൂടുതൽ വിഷയങ്ങളിലേക്കാണ് കൊണ്ടുവന്നത്. നഷ്ടപരിഹാരമൊക്കെ കൂടുതലാക്കും. അവനെ കൊണ്ട് പറ്റാത്ത രീതിയിൽ അടിച്ചേൽപ്പിക്കും പലതും. ഞാൻ അവിടെ ചെല്ലുന്ന അങ്ങനെ ചെല്ലണമെന്നുണ്ടെങ്കിൽ തന്നെ ഇമാര് കള്ളക്കേസ് കുറെ ചേർക്കൂടും ഇതിനകത്ത്. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പോട്ടെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ വിട്ടേക്ക്. ഇവര് വലിയ പരിപാടി അവതരിപ്പിക്കുന്നവരാണല്ലോ, ഈ പിടിക്കാൻ വരുന്നവനും ഇവിടുത്തെ നിയമമൊക്കെ. അവരെന്തുകൊണ്ടാണ് എന്നെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ഈ പിള്ളേരുടെ പ്രൊട്ടക്ഷൻ ആദ്യം തന്നെ ഏറ്റെടുക്കാതെ? എടുക്കില്ല. അപ്പം തൊട്ട് ചിലവാരാ കൊടുക്കണ്ടേ? ഇവന്റെ ഇത് മേടിക്കുന്നവരെ അല്ല എന്ത് വന്നാലും ആ കൊച്ചുങ്ങളുടെ മുഴുവൻ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടത് ഗവൺമെന്റ് ആണോ? കോടതി നിയമമൊക്കെ തന്നെ അല്ലേ അത് പാസ്സാക്കണ്ടേ? അതൊന്നും ചെയ്യാതെ എന്നാൽ പിന്നെ പോലീസിന് അത്ര വലിയ നിർബന്ധമാണ് പിള്ളേരുടെ കാര്യങ്ങൾ പ്രൊട്ടക്ഷൻ മൊത്തം ഏറ്റെടുത്ത് പഠിപ്പീര് ഏറ്റെടുത്തതിന് ശേഷം അവനെ കൊണ്ടാകത്തിട്ടു. അവനെ പുറത്തോട്ട് വിട്ടില്ലെങ്കിലും കുഴപ്പമില്ലെന്ന്. അത് പറ്റത്തില്ല, ഞാൻ പറയുക. അങ്ങനെ ആദ്യം ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടില്ല. ഇപ്പോഴും ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇനി ഇവരാരെങ്കിലും ആത്മഹത്യ ചെയ്യുമെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇവരെ കൗൺസിൽ ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? അതൊന്നും ഉണ്ടാവില്ല. അത് നോക്കത്തില്ല. നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഹണിറോസിനെതിരെ ആക്ഷൻ എടുക്കാനായിട്ടുള്ള സമയം. ഇവരുടെ മാനസിക നില എന്താണ്? ഇപ്പൊ ഈ രണ്ടുപേരുടെ മാനസിക നില എന്താണ്? ഇത്രയും ദിവസം കൊണ്ട് ഹണിറോസ് സൈക്കാട്രിക് കൺസൾട്ടേഷൻ എടുത്തിട്ടില്ല. ഹണിറോസിനെതിരെ രാഹുൽ ഈശ്വർ വേണേ ഒരു പരാതി കൊടുക്കും. ഇത്രയും വലിയൊരു ജനസമൂഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആത്മഹത്യ എന്ന് പറഞ്ഞ് ആത്മഹത്യാ പ്രേരണയുള്ള ആൾക്കാരെ ട്രിഗർ ചെയ്തു. പലർക്കും ബുദ്ധിമുട്ടുണ്ടായി കാണാൻ സാധ്യതയുണ്ട്. ഇമ്മാതിരി പ്രവണതകൾ ഒരിക്കലും ഒരു സെലിബ്രിറ്റി എന്നല്ല, ഒരു മനുഷ്യൻ ഒരു പബ്ലിക്കിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും വന്ന് പറയാൻ പാടില്ല. എന്ന് കർശനമായിട്ട് വിലക്കണം. അത്രേ ഉള്ളൂ. അങ്ങനെ പറയണ്ട. ഇനി ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്തോ, വന്ന് പറയണ്ട. അത് വാർത്തയാക്കാൻ പാടില്ല. ആത്മഹത്യ വാർത്തയിടാൻ പാടില്ല. അത് ബാൻ ചെയ്യണം. എനിക്ക് മുഖ്യമന്ത്രിയായി ഞാൻ ആദ്യം ചെയ്തു തരാം ഇതൊക്കെ. ഒറ്റ ബാനാ. പിന്നെ ഏതെങ്കിലും മീഡിയയിലും ആത്മഹത്യ എന്നും പറഞ്ഞുകൊണ്ട് ആരും വന്നാൽ അവനെ പിടിച്ചുകൊണ്ട് പോകും. പിന്നെ അത് കൗൺസിലിംഗ് കൊടുക്കുന്നത് വരെ നമ്മൾ പബ്ലിക്ക് കാണിച്ചു കൊടുക്കും എങ്ങനെയാണ്. പിന്നെ അവന് പറഞ്ഞവനെ ട്രീറ്റ്മെൻറ്റും കൊടുക്കും. അല്ലാതെ ഇങ്ങനെയല്ല അത് ചെയ്യുന്നത്.
ഇതൊരുമാതിരി കുഞ്ഞു കളിക്കുവാണ് കിടന്നുണ്ട്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം. ഒരു കുടുംബം മൊത്തം ആത്മഹത്യ എന്ന് പറയുന്നത് എത്ര കുടുംബങ്ങൾ ആത്മഹത്യ ഇരിപ്പുണ്ടാവും അല്ലേ? അത് കഴിഞ്ഞൊരു കൊച്ചിനെടുത്ത് കിണറ്റിലിട്ടിട്ടുണ്ട്. അതിനൊക്കെ ഉത്തരവാദി ഹണിറോസ് ആയിരിക്കും. ബോച്ചയാണ് ഇപ്പോൾ ഏറ്റവും വലിയ കുറ്റക്കാരൻ. ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഞാൻ പറയുക. ചിലർക്ക് നമുക്ക് ബോച്ചയോട് എന്തോ താല്പര്യം. എനിക്ക് അയാളെ കണ്ടെടുത്ത കാണല്ലോ ഉള്ള കാര്യം പറയുന്നത്. അയാളെ ഇഷ്ടമല്ല അവളെ ഇഷ്ടമല്ല, അത്ര തന്നെ. അയാൾ ഭയങ്കര ഉറപ്പിക്കലാണ്. എനിക്ക് അയാളെ കണ്ടെടുത്ത കാണാൻ കൂതറ ലോക്കൽ എന്നൊക്കെ പറയില്ലേ. തറയെന്ന് പറഞ്ഞാൽ ലോക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയും, അങ്ങനെയല്ല. അത് തറ, വെറും തറ തറ അല്ലേ? വെറും തറ, കൂതറ, കൊണയാന്ന് പറഞ്ഞ് നടക്കും. അതെ, തിരിച്ച് ഇതേപോലെ കുണം ഇറക്കാൻ അറിയാൻ കിട്ടുന്ന സ്ഥലത്ത് ചെന്നിട്ടില്ല. ഓ അതില്ല, അവന് കാശുള്ളതുകൊണ്ട് എന്തോ പറ്റുമെന്ന് അറിയാവോ? ഇങ്ങനത്തെ ഏറാമൂളികൾ വന്ന് ചുറ്റും നിന്ന് ഇങ്ങനെ കാണിക്കുന്ന കണ്ടിട്ടേ ഉള്ളു അവൻ. അല്ല അവന്റെ നല്ല സ്ഥലത്ത് അവൻ ചെന്നിറങ്ങിയിട്ടില്ല. അല്ല അവന്റെ കുണ കേട്ടോ അറിയാം, അവന്റെ ഗുണവർത്താനം കേട്ടോ അറിയാം. ഇവനൊരു പാഴാന്നും ഇവന്റെ ചുറ്റും നിൽക്കുന്ന എറാൻമൂളികൾ കൈയടിക്കും എന്നുള്ളതല്ലാതെ വേറെ എനിക്കൊരു അത്ഭുതം തോന്നിയില്ല. ഇവന്റെ വർത്താനം ഒന്നും കേട്ടു വലിയ കോമഡി ഉള്ളതായിട്ടും തോന്നുന്നില്ല. പിന്നെ ഇതാണോ കോമഡി? അപ്പൊ നമ്മള് കോമഡിയെ പറ്റിയൊക്കെ ഇങ്ങനെ എന്ത് പറയും? നമ്മളാരും കോമഡി കേട്ടില്ലാത്ത പോലെ ഇവന്റെ കോമഡി കേട്ട് നമ്മള് ചിരിക്കണമെന്ന്. തമാശക്കാരനാ. ആ തമാശയും പിടിച്ച് ഭാര്യ മക്കളോട് ഇരുന്ന് ചിരിപ്പിക്കും. ഇവൻ കൊണയ്ക്കാനായിട്ട് നല്ല നല്ല സ്ഥലത്ത് പാവപ്പെട്ടവരടുത്ത് അത് നടക്കുള്ളൂ. നല്ലൊരു സ്ഥലത്തേക്ക് ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നും വേണ്ടോ, ഒന്ന് വർത്താനം പറയാൻ നമ്മുടെ വട്ടത്തിലൊക്കെ ഒന്ന് കിട്ടിയാൽ മതി. കിട്ടി കഴിഞ്ഞാൽ നല്ല രസമാക്കി വിടാം. കുറച്ച് ഒരു 1/2 മണിക്കൂർ നമ്മളോടൊക്കെ ഒന്ന് ഇരുന്ന് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല 1 മണിക്കൂർ കോൺവെർസേഷൻ 1 മണിക്കൂർ വരെയൊക്കെ നീട്ടാൻ പറ്റുവാണെങ്കിൽ പരിപാടി ഒരു 1 hour കൊണ്ട് പരിപാടി മൈര അറിയ പോലുമില്ല. ഇല്ല, അവന് മനസ്സിലാകത്തില്ല. അവനത് മനസ്സിലാവൂല്ലോ. അവൻ 6 മാസം കഴിഞ്ഞ് അവന്റെ വേദന മാറാതാവുമ്പോഴേ അവന് മനസ്സിലാവും കിട്ടിയത്. മനസ്സിലാവണോ? അത് ഉറപ്പാ. അവൻ അത്രേ ഉള്ളു കേട്ടോ. അതുകൊണ്ട് അത്രയൊക്കെ ഉള്ളു. അതിനുള്ളത് അവന്റെ ഉണ്ടല്ലോ. അത്രേ ഉള്ളു. അവനെ കൂടി വന്നാൽ മറ്റേ പണി കാണിക്കാൻ പറ്റും. ഈ കൂതറപ്പണി വല്ലതും ചെയ്യാൻ പറ്റും. പുറയുന്ന് വന്ന് കല്ലെറിയോ ഇരുട്ടത്തിരുന്ന് കുത്തുവോ, അത്രയൊക്കെ ഉള്ളു. അല്ലാതെ നടക്കൊന്നുമില്ല. ഇവിടെയുള്ള പലവന്മാരെ കൊണ്ടും അത്രേ പറ്റുന്നുള്ളൂ. കയ്യിലുള്ള അധികാരമോ പൈസയോ വെച്ചിട്ടാണ് ആന ആരേണ്ടത്. അയ്യോ, ആന ആര കൂറ്റനാട് നേർച്ചയിൽ ആന ഇടഞ്ഞു. കുറെ എണ്ണത്തിനെ കൊന്നട ആന. അല്ല, ഒരെണ്ണം തന്നെ ചത്ത് കിടപ്പുണ്ട്. ഒരു മൈരൻ. അടുത്തവന് ചവിട്ട് കിട്ടി, അവനും ചത്തു. ഒരു കുഴപ്പമില്ല. അതിനെന്താ, അവന്മാര് ചാവാൻ ഇറങ്ങിയവന്മാര് ചാവുന്നുണ്ട്. ചവിട്ടി പിടിച്ച് കൊന്നു. 2 പേരെ കൊന്നിട്ടുണ്ട്. രക്തസാക്ഷി, ഒരു രക്തസാക്ഷി ഇതിനോ? ഒരു ആചാര രക്തസാക്ഷി കൂടി. ഒന്നേ ഉള്ളോ? ഇല്ല, 2 ഉണ്ടല്ലോ. ഒരുത്തൻ രക്ഷപ്പെട്ടു കേട്ടോ. എന്നാ പറയാ, അവൻ ചത്ത പോലെ കിടന്നു. എന്തോ ആവശ്യമാണ് ചോദിക്കണേ. ഒരു കുഴപ്പമില്ല, പോയി ചാവട്ടെ. ഈ മണ്ടന്മാർ ഇനി എഴുന്നേൽക്കുന്നുണ്ട്, ചാവണ്ടവൻ തന്നെ. എനിക്കിത് കാണുമ്പോഴേ ഈ സ്ഥലത്ത് പോയി ഇത് പക്ഷെ റോഡിൽ കിടന്ന് അലമ്പുണ്ടാക്കി എല്ലാ വണ്ടിക്കാരനും വന്ന് നിർത്തേ ഉള്ളൂ പ്രശ്നം. അല്ല, ഇത് കാണാൻ പോകുന്നവരും ഇത് കണ്ടിട്ട് സന്തോഷിക്കാൻ പോയി നിന്നിട്ട് ആനയെ ഒട്ടിക്കൊന്ന സന്തോഷത്തോടെ മരിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലേ? അതിന് ആനയും കുറ്റം പറഞ്ഞിട്ട് കാര്യം. അതിന്റെ ഒരു കുറുമ്പ് കാരണം കുറച്ച് പേര് വളരെ കുറുമ്പന്മാർ, ഒരു കുട്ടിക്കുറുമ്പ് കുറെ പേര് ഒട്ടിക്കൊന്നു. അവിടെ പോയി നിന്ന് വായി വിളിച്ച് നിന്ന് അതടിച്ച് ഞാൻ ഈ ആനയൊന്നും വരുന്ന കണ്ട പ്രദേശത്ത് പോലും പോകുന്നത്. എനിക്ക് ചിലപ്പോൾ ഈ വണ്ടി പോകുമ്പോഴേ ആന ഈ സൈഡിൽ കൂടെ നടത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് ഞാൻ കയറി നമുക്ക് അടിച്ചാൽ നമ്മൾ ഇതിനകത്ത് പെടുന്ന ആളൊന്നുമല്ല. ആന ഇങ്ങനെ നടത്താൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ എന്നാലും പാവം ആന കാരണം ഞാൻ കൊല്ലപ്പെടും അല്ലേ? മറ്റേതല്ല, അവരത് കറക്റ്റ് സ്ഥലത്ത് ചെന്ന് നിന്നിട്ട് അത് ചവിട്ടിക്കൊന്നതിൽ ഇതിനകത്തൊക്കെ കണ്ടിട്ട് എനിക്കൊന്നും തോന്നില്ല. ഇത് വേണ്ട, അവൻ മരിക്കട്ടെ. അതിനെന്താ? അല്ല പിന്നെ അപ്പൊ ശരിയാ, നമുക്ക് പോവല്ലേ.